ഗുഡ് ഈവനിങ് എവ്രി വൺ. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ KGMOയുടെ സ്റ്റേറ്റ് അക്കാഡമിക് സെല്ലിന് ഒരു പ്രത്യേക നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ 61ാമത്തെ സെമിനാറാണ്. ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല പല ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ദ ടോപ്പിക് ഐ എം ഗോയിങ് ടു കവർ ഇസ് കോമൺ ഓർത്തോപെഡിക് പ്രോബ്ലംസ് പ്രസന്റിംഗ് ടു GP ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. സോ ആസ് യു നോ, ഇറ്റ്സ് എ വെരി വാസ്റ്റ് ടോപ്പിക്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർത്തോപെഡിക്സിന്റെ കേസസ് എല്ലാം നമുക്ക് ഈ ഒരു ചെറിയ ഷോർട്ട് ടൈമുകളിൽ പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഡേ ടു ഡേ റുട്ടീൻ ലൈഫിൽ ആവശ്യമുള്ള കുറച്ച് ടോപ്പിക്സ് ഞാൻ വളരെ ബ്രീഫായിട്ടൊന്ന് പ്രസന്റ് ചെയ്യാനാണ് പോകുന്നത്. സോ ദ മെയിൻ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആർ ദിസ്: ടു റെക്കഗ്നൈസ് സം കോമൺ ഓർത്തോപെഡിക് പ്രസന്റേഷൻസ് ആൻഡ് ഇന്റർപ്രറ്റ് ബേസിക് എക്സസൈസ്, ഐഡന്റിഫൈ റെഡ് ഫ്ലാഗ്സ് വിച്ച് റിക്വയർ urgent referral, apply practical general practitioner level management and follow up. This will be the outline of my presentation. So I'll be initially talking about common cases that we see in our OPD, like lower backache, knee pain, plantar fasciitis, Angelman's disease, carpal tunnel syndrome, trigger finger, etc. And next I'll be covering few basics about basics of ATLS and common fractures and dislocations that we see in our emergency department. And finally, I'll be talking about some basic orthopedic pediatric cases that we see. So, moving on to the first topic, low backache. നമ്മളെല്ലാവരും ഇപ്പം ഏത് OP ആണെങ്കിൽ പോലും നമുക്ക് വളരെ കോമൺ ആയിട്ട്, പ്രത്യേകിച്ച് ഓർത്തോപെഡിക് OPയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. എല്ലാവരും നമുക്ക് കംപ്ലൈന്റ് പറയുന്ന ഒരു സംഭവമാണ് ലോ ബാക്കേക്ക്, നടുവേദന. അപ്പം നടുവേദനയ്ക്ക് 1000 കാരണങ്ങൾ നമുക്ക് പറയാം. പക്ഷേ ആ കോമൺ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ എല്ലാ റീസൺസിനെ നമുക്ക് ഈ കാണുന്ന ഒരു 6 അല്ലെങ്കിൽ 7 ഹെഡിങ്ങിനുള്ളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോന്നിനെ പറ്റിയും വളരെ ബ്രീഫായിട്ടെന്ന് പറയാം. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ലോ ബാക്കേക്ക് ആണ് മെക്കാനിക്കൽ ടൈപ്പ് ലോ ബാക്കേക്ക്. കോമൺലി സീൻ ഇൻ യങ്സ്റ്റേഴ്സ്. ഒരു ടിപ്പിക്കൽ പേഷ്യൻ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ള, അല്ലെങ്കിൽ ഇപ്പം ഈവൻ ലൈക്ക് ഡോക്ടേഴ്സ്, നമ്മൾ പലരും കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ IT പ്രൊഫഷണൽസ് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ. അവർ പറയുന്ന രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വലിയ കുഴപ്പമില്ല, കുറച്ച് നേരം ഓഫീസിൽ പോയി ഇരുന്നോ അല്ലെങ്കിൽ നിന്നൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും ഒരു കഴച്ചു പൊട്ടുന്ന പോലത്തെ ഒരു വേദന വരും. ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാനൊരു ബുദ്ധിമുട്ട്, ഒരു ഡിസ്കംഫർട്ട്, അങ്ങനെ സിവിയർ പെയിൻ അല്ല, പക്ഷേ ഒരു എന്തോ ഒരു വേദന പോലെ. ഇതാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രസന്റേഷൻ, OPയിൽ കാണുന്ന ഒരു പ്രസന്റേഷൻ. ഇതിന്റെ മോസ്റ്റ് കോമൺ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മസിലിന്റെ ബലക്കുറവുകൊണ്ടുണ്ടാകുന്ന ഒരു വേദനയാണ് മെക്കാനിക്കൽ ബാക്ക് പെയിൻ. അതായത് മോസ്റ്റ്ലി ദ മോസ്റ്റ് കോമൺ റീസൺ ഇസ് ലാക്ക് ഓഫ് എക്സസൈസ്. പിന്നെ ഉള്ളത് നമ്മുടെ പോസ്റ്ററാണ്, വർക്കിംഗ് പ്ലേസിലെ പോസ്റ്ററാണ്. അപ്പോൾ യൂഷ്വലി നമുക്ക് എക്സാമിനേഷൻ ഫൈൻഡിങ്സിൽ പ്രത്യേകിച്ച് പോസിറ്റീവായിട്ട് ഫൈൻഡിങ്സ് ഒന്നും കിട്ടത്തില്ല. ചിലപ്പോൾ ഒരു ചെറിയ പാരാസ്പൈനൽ സ്പാസ് ഒക്കെ കാണാം, ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ് അങ്ങനെയൊന്നും കാണത്തില്ല. പിന്നെ നമ്മൾ ഇവരോട് യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഇതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാഴ്സലാണ്. അതായത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെ ബാക്ക് സപ്പോർട്ട് ഉള്ള ചെയർ യൂസ് ചെയ്യുക. ബാക്ക് സപ്പോർട്ട് ഉള്ള ചെയർ ഉണ്ടായിട്ട് കാര്യം നമ്മൾ അതിലോട്ട് ചാരി ഇരിക്കാൻ അവരോട് അഡ്വൈസ് ചെയ്യണം. പിന്നെ കോമൺലി ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ താഴത്തൊരു ചെറിയ ഫുഡ് റെസ്റ്റോ അല്ലെങ്കിൽ ചെറിയൊരു ക്വാറന്റി പോലെ ചെറിയൊരു സാധനം വെച്ചിട്ട് നമ്മുടെ കാല് കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ബൈ ഡിഫോൾട്ട് കുറച്ച് ബാക്കിലേക്ക് ലീൻ ആയിരുന്നുള്ളൂ. അപ്പം ബാക്കിലേക്ക് സപ്പോർട്ട് ചെയ്തിരുന്നാൽ തന്നെ ഇതുപോലത്തെ സംഭവങ്ങൾ കുറേയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഡൂ സം റെഗുലർ എക്സസൈസ്, പാരാസ്പൈനൽ കോർ സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്യുക. മെഡിക്കൽ മാനേജ്മെന്റ് നമ്മൾ ഇതിന് NSAIDs വിത്ത് മസിൽ റിലാക്സൻസ് ആണ് യൂഷ്വലി കൊടുക്കുന്നത്. ഇതാണ് മെക്കാനിക്കൽ ടൈപ്പ് ബാക്ക് പെയിൻ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ രണ്ടാമത് നടുവേദന വരാനുള്ള ഒരു പ്രധാന കാരണം ഡിസ്കോജനിക് ബാക്ക് പെയിൻ. നമ്മൾ ടിപ്പിക്കലി പറയുന്ന ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്. അതും കോമൺലി കാണുന്നത് യങ്സ്റ്റേഴ്സിൽ തന്നെയാണ്. നമ്മൾ ചെറുപ്പക്കാരിൽ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ആസ് ഏർലി ആസ് ഇൻ യുവർ 20s. അതിന്റെ പത്തോഫിസിയോളജിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദ ടിപ്പിക്കൽ ഡിസ്കോജനിക് പ്രസന്റേഷൻ, പേഷ്യന്റ് ക്യാൻ ഹാവ് മോർ റേഡിയേറ്റിംഗ് പെയിൻ ടുവേഴ്സ് ഹിസ് ലെഗ് ദാൻ എ ബാക്ക് പെയിൻ. അതായത് കാലിലേക്ക് റേഡിയേറ്റിംഗ് പെയിൻ ചിലപ്പോൾ കൂടുതലായിട്ട് വരാം. നടുവേദന ഉണ്ടാവും, അതിന്റെ കൂട്ടത്തിൽ താഴത്തേക്ക് കൂടുതലായിട്ട് റേഡിയേറ്റിംഗ് പെയിൻ വരും. ഈ റേഡിയേറ്റിംഗ് പെയിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മെക്കാനിക്കൽ ബാക്ക് പെയിനിന് ചിലപ്പോൾ കാലിലേക്ക് പേഷ്യൻസ് വേദന പറയാം, പക്ഷേ ഇറ്റ് നെവർ റേഡിയേറ്റ്സ് ബിലോ യുവർ നീ. മെക്കാനിക്കൽ ബാക്ക് പെയിനിൽ, ഡിസ്കോജനിക് ബാക്ക് പെയിനിൽ ടിപ്പിക്കലി യൂഷ്വലി ഇറ്റ് ഓൾമോസ്റ്റ് ഓൾവേസ് റേഡിയേറ്റ്സ് ബിലോ യുവർ നീ. കാഫ് റീജിയനിലേക്കും വരും, കാലിൽ അങ്ങോട്ട് ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, കട്ടുകഴുപ്പം, മരപ്പ് എന്നൊക്കെ പറയും. ഇതാണ് ഡിസ്കോജനിക് പെയിൻ്റെ ഒരു കോമൺ പ്രസന്റേഷൻ. ചിലപ്പോൾ സിവിയർ അക്യൂട്ട് ഡിസ്പ്രൊലാപ്സ്, അതായത് നമ്മൾ വെയിറ്റ് ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഭയങ്കര സിവിയർ ഡിസ്പ്രൊലാപ്സ് ഒക്കെ ആണെങ്കിൽ പേഷ്യൻ്റ് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ, ഭയങ്കര തിരിയാനും പറ്റാത്ത രീതിയിൽ വേദനയായിട്ട് വരാം. അപ്പം ഇതിൻ്റെയും ഇനീഷ്യൽ മാനേജ്മെന്റ് വി അഡ്വൈസ് റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്. അത് ലോങ് ട്രാവൽ, വെയിറ്റ് എടുക്കുന്നത്, നടുവ് കുനിന്ന് പറഞ്ഞ് വെയിറ്റ് എടുക്കുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ നമ്മൾ NSAIDs ഒരു പാർട്ട് ആൻഡ് പാഴ്സലാണ്. വി ക്യാൻ സ്റ്റാർട്ട് സ്റ്റിറോയിഡ്സ്. കോമൺലി ഓർത്തോപെഡിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഡിസ്പ്രൊലാപ്സ് ആണെങ്കിൽ വി ക്യാൻ ഈവൻ യൂസ് മീഥൈൽപ്രൈഡ് ഓർ പ്രെഡ്നിസലോൺ, അല്ലെങ്കിൽ ഡെഫ്ലാസാക്കോട്ട് പോലത്തെ കുറച്ചുകൂടി ലോങ്ങർ ആക്ടിംഗ് ആയിട്ടുള്ള
ലോവർ പൊട്ടൻസി ഉള്ള സ്റ്റിറോയിഡ്സ് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലെഗ് റേസിംഗ് ടെസ്റ്റ് ഒക്കെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വി യൂഷ്വലി ഗീവ് എ ന്യൂറോമോഡുലേറ്റർ ലൈക്ക് പ്രിഗാബാലിൻ ഓർ ഗ്യാബാപെൻറ്റിൻ. നമ്മൾ എത്ര ഡോസ് കൊടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ വരുമായിരിക്കും. യൂഷ്വലി നമ്മൾ ഇതിനൊക്കെ അക്യൂട്ട് പെയിൻ മാനേജ്മെന്റ് ഇനീഷ്യൽ ഫേസിൽ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് പ്രിഗാബാലിൻ 75 മില്ലിഗ്രാം അല്ലെങ്കിൽ ഗ്യാബാപെൻറ്റിൻ 300 മില്ലിഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൽഡർലി ആണ്, അല്ലെങ്കിൽ കുറച്ച് സെഡേഷൻ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് പ്രിഗാബാലിൻ 50 ഓർ ഈവൻ 25. ഗ്യാബാപെൻറ്റിൻ ആണെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് 100 മില്ലിഗ്രാം. പിന്നെ നമ്മൾ ഓൾവേസ് ആസ്ക് ദ പേഷ്യന്റ് ടു ടേക്ക് ദിസ് പ്രിഗാബാലിൻ ഓർ ഗ്യാബാപെൻറ്റിൻ ബിഫോർ 7 o'clock. ഒരു 6:30 ഒക്കെ ആകുമ്പോഴേക്കും കഴിക്കാൻ പറയുക. നമ്മൾ ലേറ്റ് ആയിട്ട് ഇപ്പം നമ്മൾ എച്ച് എഴുതി വിട്ടിട്ടുണ്ടെങ്കിൽ അവർ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് രാത്രി കിടക്കാൻ നേരത്ത് അവരോട് കഴിക്കാൻ പറയും. അവർ രാത്രി 10-11 മണിക്കൊക്കെ കഴിക്കും. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ദിസ് പേഷ്യൻസ് വിൽ ഹാവ് ഒരു തലകറക്കം, ഒരു മന്തിപ്പ് പോലത്തെ ബുദ്ധിമുട്ട്, ചിലർക്കൊക്കെ ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് കൊടുക്കുന്നു. അപ്പോൾ അവരെന്തോ മരുന്നിന്റെ റിയാക്ഷൻ എന്ന് വെച്ചാൽ വീണ്ടും നമ്മുടെ അടുത്ത് ഓടി വരും. അപ്പം ഇതുപോലത്തെ മെഡിസിൻസ് കൊടുക്കുമ്പോൾ ഓൾവേസ് അഡ്വൈസ് പേഷ്യൻസ് ടു ടേക്ക് ഇറ്റ് ബിഫോർ 7 o'clock. ഐ യൂഷ്വലി അഡ്വൈസ് ദം ടു ടേക്ക് അറ്റ് 6:30. മീൽ ഇൻഡിപെൻഡന്റ് ആണ് ഈ സംഭവങ്ങൾക്ക്. ഇതിന് ഗ്യാസ്ട്രൈറ്റിസ് യൂഷ്വലി വരാറില്ല. അപ്പോൾ അതാണ് സെക്കൻഡ് ടൈപ്പ്. മെക്കാനിക്കലും ഡിസ്കോജനിക്കും കവർ ചെയ്തു. ദ തേർഡ് വൺ ഈസ് ഇൻഫ്ലമേറ്ററി ആൻഡ് പത്തോളജിക്കൽ ടൈപ്പ് ബാക്ക് പെയിൻ. ഇൻഫ്ലമേറ്ററി ടൈപ്പ് ബാക്ക് പെയിൻ അത് ഓൾമോസ്റ്റ് എല്ലാ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിലും നമുക്ക് ഒരു ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് ഒരു കോമൺ പ്രസന്റേഷൻ ആണ്. രാവിലെ കുറേ നേരം കിടന്നിട്ട് എഴുന്നേക്കും, അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോൾ ആദ്യം ഒരു ക്യാച്ചിങ് ടൈപ്പ് പെയിൻ പോലെ വരും. കുറച്ചൊന്ന് ചൂടായി കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാക്ക് പെയിന് കുറച്ചൊരു റിലീഫ് കിട്ടും. ഇതാണ് ഇൻഫ്ലമേറ്ററി ടൈപ്പ് ഓഫ് ബാക്ക് പെയിൻ. ഇറ്റ് ഇസ് കോമൺലി സീൻ ഇൻ കണ്ടീഷൻസ് ലൈക്ക് ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്. പിന്നെ പത്തോളജിക്കൽ ബാക്ക് പെയിൻ ഇതുപോലെ പ്രസന്റ് ചെയ്യാം. മലിഗ്നൻസീസ് ഒക്കെ നമുക്ക് റെസ്റ്റ് പെയിനും നൈറ്റ് പെയിനും ഒക്കെ ഒരു കോമൺ ആയിട്ട് നമ്മൾ പത്തോളജിക്കൽ ബാക്ക് പെയിനിൽ കാണുന്നതാണ്. അപ്പം ഇതിനോട് അസോസിയേറ്റഡ് ലോസ് ഓഫ് വെയിറ്റ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദീസ് ആർ റെഡ് ഫ്ലാഗ് സൈൻസ്. ഇപ്പം ഇതുപോലത്തെ പേഷ്യൻസിന് വി ഷുഡ് ഗോ ഫോർ ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് ലൈക്ക് ESR, CRP, എക്സ്റേസ്, MRI ആൻഡ് അതർ ഇൻവെസ്റ്റിഗേഷൻസ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ വർക്കപ്പ് ഒന്നും പറയുന്നില്ല, എല്ലാം കവർ ചെയ്യാൻ നമുക്ക് സമയം കിട്ടത്തില്ല. സോ ഒരു ബേസിക് ഔട്ട്ലൈൻ ആണ് ഇത്. ദ ഫോർത്ത് വൺ ഇസ് ഇൻസ്റ്റബിലിറ്റി ടൈപ്പ് ബാക്ക് പെയിൻ. ഈ ഇൻസ്റ്റബിലിറ്റി ടൈപ്പ് ബാക്ക് പെയിൻ്റെ ഒരു ടിപ്പിക്കൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് നമ്മൾ കുനിഞ്ഞിട്ട് നിവരാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ വെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും, അല്ലെങ്കിൽ ബെഡിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ ടിപ്പിക്കലി പേഷ്യൻസിന് ഡിഫിക്കൽറ്റി വരും. ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നേരെ എഴുന്നേക്കാൻ ഒരു ബുദ്ധിമുട്ട്, ഒരു സൈഡിലേക്ക് തിരിഞ്ഞിട്ട് കൈകുത്തി എഴുന്നേക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇതാണ് ഇൻസ്റ്റബിലിറ്റി ടൈപ്പ് ബാക്ക് പെയിൻ. ഇറ്റ് ഇസ് കോമൺലി സീൻ ഇൻ സ്പോണ്ടൈലോലിസ്ഥസിസ്. ദ വേർഡ് ലിസ്ഥസിസ് മീൻസ് സ്ലിപ്പ്. ഒരു വെർട്ടിബ്രൽ ബോഡി വേറെ വെർട്ടിബ്രൽ ബോഡിയിൽ തെന്നി മുന്നോട്ട് മാറുന്നതാണ് സ്പോണ്ടൈലോലിസ്ഥസിസ്. ഐ വിൽ ഷോ സം എക്സാമ്പിൾസ്. ഈ ഇൻസ്റ്റബിലിറ്റി ടൈപ്പ് ബാക്ക് പെയിനിൽ പേഷ്യൻസ് പറയുന്ന ടിപ്പിക്കൽ ഹിസ്റ്ററി ഞാൻ പറഞ്ഞല്ലോ. ദേ ഓൾസോ ക്യാൻ ഹാവ് അസോസിയേറ്റഡ് റാഡിക്കുലോപ്പതി. സിവിയർ സ്ലിപ്പ് ഒക്കെ ആണെങ്കിൽ ദേ ക്യാൻ ഹാവ് അസോസിയേറ്റഡ് നെർവ് റൂട്ട് കംപ്രഷൻ കോസിംഗ് റേഡിയേഷൻ ഓഫ് പെയിൻ ടുവേഴ്സ് ഓർ ഹെയർ ലെഗ്സ്. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റബിലിറ്റി ടൈപ്പ് ബാക്ക് പെയിൻ ആണ് ടിപ്പിക്കലി നമ്മൾ ഈ ബെൽറ്റ് യൂസ് ചെയ്യാൻ പറയുന്നത്. എല്ലാവരും നടുവേദനയ്ക്ക് ബെൽറ്റ് യൂസ് ചെയ്യാൻ പറയുമല്ലോ. അപ്പം ശരിക്കും നമ്മൾ ഈ ഇൻസ്റ്റബിലിറ്റി ടൈപ്പ് ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെന്റിനായിട്ടാണ് നമ്മൾ ബെൽറ്റ് കൊടുക്കുന്നത്. നമ്മൾ കൈ ഒടിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടുന്ന പോലെ തന്നെ നട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഒരു സ്റ്റെബിലിറ്റി കൂട്ടാൻ, നടുവിൽ പ്ലാസ്റ്റർ ഇടാൻ പറ്റത്തില്ല. നമ്മൾ അതുകൊണ്ട് ഈ ലംബോസേക്കൽ കോർസെറ്റ് അഡ്വൈസ് ചെയ്യുന്നു. ഈ ടൈപ്പിനാണ് ടിപ്പിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതൊരു ടൈപ്പ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അക്യൂട്ട് മസിൽ സ്ട്രെയിൻ. അതായത് നമ്മൾ നടുവെട്ടി എന്ന് പറഞ്ഞ വരുന്ന പേഷ്യൻസ്. ഇതെല്ലാം ഇൻഡർവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് ആവണമെന്നില്ല. മസിൽ വീക്ക്നെസ് കാരണം ഇപ്പം നമ്മൾ മസിലിനെ ഓവർ സ്ട്രെയിൻ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ വെയിറ്റ് എടുത്ത് നമ്മൾ പൊക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുനിഞ്ഞിട്ട് വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഓക്വേർഡ് പൊസിഷനിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല, ചെറുതായിട്ട് മസിൽ സ്ട്രെയിൻ വരും. അതും നല്ലൊരു പെയിനായിട്ട് പേഷ്യൻ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ വരും. ഇതിൻ്റെയും ഇനീഷ്യൽ മാനേജ്മെന്റ് NSAIDs വി ക്യാൻ ഗീവ് സ്റ്റിറോയിഡ്സ് ഓൾസോ ഫോർ റാപ്പിഡ് റിലീഫ്. അതുപോലത്തെ മസിൽ സ്ട്രെയിൻ ഒന്നും നമ്മൾ ന്യൂറോമോഡുലേറ്റേഴ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഷോർട്ട് ടൈം റിലീസിന് വേണമെങ്കിൽ മസിൽ സ്ട്രെയിനിന് നമ്മൾ ഇൻസ്റ്റബിലിറ്റിക്ക് കൊടുത്ത പോലെ തന്നെ ലംബോസേക്രൽ കോർസെറ്റ്സും ഇതുപോലത്തെ പെയിന് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഡീജനറേറ്റീവ്. ദാറ്റ് മീൻസ് ഇൻ ഓൾഡ് ഏജ്. നമ്മൾ പ്രായമാകുമ്പോൾ എല്ലാവർക്കും ഡീജനറേറ്റീവ് ചേഞ്ചസ് വരും. ഇത് ഈ മുകളിൽ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാത്തിനെയും ഒരു മിക്സഡ് പാറ്റേൺ ആയിട്ടായിരിക്കും പെയിൻ വരുന്നത്. ഒരു ഡെഫിനറ്റീവ് ഒരു പാറ്റേൺ കാണത്തില്ല. ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ആയിട്ടുള്ള സ്പോണ്ടൈലോട്ടിക് ചേഞ്ചസ് കാരണം ഈ പറയുന്ന എല്ലാത്തിൻ്റെയും കോമൺ സംഭവങ്ങൾ വരാം. ദേ ക്യാൻ ഹാവ് ഡിസ്ക് റിലേറ്റഡ് പെയിൻ, ദേ ക്യാൻ ഹാവ് മസിൽ റിലേറ്റഡ് പെയിൻ, ദേ ക്യാൻ ഹാവ് ഇൻസ്റ്റബിലിറ്റി. ഇതെല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കും ഓൾഡ് ഏജിൽ വരുന്നത്. പിന്നെ ഉള്ളത് മിസ്ലൈനസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാം, TB സ്പൈൻ വരാം, ട്രോമ വരാം, ഇതൊക്കെ വരാം. അപ്പം എന്ത് ടൈപ്പ് ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ നമ്മൾ ക്ലിനിക്കൽ ഡയഗ്നോസ് ചെയ്യുന്ന ബാക്കി എല്ലാ സംഭവത്തിനും നമുക്ക് വേണമെങ്കിൽ ഇനീഷ്യൽ വർക്കപ്പ് ആയിട്ട് വി പ്രിസ്ക്രൈബ് ആൻഡ് എക്സ്റേ ലംബോസേക്രൽ സ്പൈൻ എപിലാറ്ററൽ അല്ലെങ്കിൽ സെർവിക്കൽ സ്പൈൻ എപിലാറ്ററൽ. നെക്ക് പെയിനെ പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല, ലോ ബാക്ക് പെയിൻ ആണ് കൂടുതലായിട്ട് പറയുന്നത്. കോമൺ എക്സ്റേ ദാറ്റ് വി ടേക്ക് ഇസ് എക്സ്റേ LS സ്പൈൻ എപിലാറ്ററൽ. അപ്പം നമ്മൾ OP കാണുന്നൊരു കോമൺ എക്സ്റേ ആണ്. അപ്പം LS സ്പൈൻ എപിലാറ്ററൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്റേ എങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ അബ്നോർമൽ സംഭവങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നോർമൽ എക്സ്റേ റീഡ് ചെയ്യാനായിട്ട് പഠിക്കണം. ഇതിനകത്ത്
എന്തെങ്കിലും അബ്നോർമാലിറ്റി തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? സോ ദിസ് ഇസ് ബേസിക്കലി Participant straightening. ഓക്കെ. എനി അതർ അബ്നോർമാലിറ്റി? എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയാം. സോ ബേസിക്കലി ദിസ് ഇസ് എ നോർമൽ എക്സ്റേ. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഈ എക്സ്റേ ഇട്ടത്. നമുക്ക് നോർമൽ എക്സ്റേ റീഡ് ചെയ്യാൻ അറിഞ്ഞാലേ അബ്നോർമൽ സംഭവങ്ങൾ മനസ്സിലാവാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് നോക്കേണ്ട ഒരു പ്രധാന സംഭവം ഓൾവേസ് സീ ദ ലാറ്ററൽ വ്യൂ ഫസ്റ്റ്. എന്റെ കർസർ കാണാവോ? കാണാം കാണാം ഓക്കെ ഓക്കെ. സോ കാണാം ദ തിങ് കാണാം കാണാം. നമ്മൾ നോക്കേണ്ട സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ എക്സ്റേ റീഡ് ചെയ്യുക. അപ്പൊ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയും. ഫസ്റ്റ് സി ദ അലൈൻമെന്റ്, സെക്കൻഡ് സി ദ ഡിസ്ക്രീസ്, തേർഡ് സി എനി ഡിക്രീസ് ഇൻ വെർട്ടിബിൾ ബോഡി ഹൈറ്റ്. ദെൻ ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് നോക്കുക ലാറ്ററൽ വ്യൂവിൽ. അപ്പോൾ അലൈൻമെന്റ് നോക്കാനായിട്ട് ഫസ്റ്റ് സി കർസർ പോകുന്ന ഇതാണ് നമ്മുടെ ആന്റീരിയർ സ്പൈനൽ ലൈൻ. യൂഷ്വലി ഇതെല്ലാം ഒരേ അലൈൻമെന്റിലായിരിക്കും. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വി ക്യാൻ ഓൾസോ സി ദിസ് പോസ്റ്റീരിയർ സ്പൈനൽ ലൈൻ. ഇതാണ് പോസ്റ്റീരിയർ സ്പൈനൽ ലൈൻ. തേർഡ് വൺ ഈ സ്പൈനോ ലാമിനർ ലൈൻ. നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പാടാണ്. ഈ സ്പൈനസ് പ്രോസസിന്റെ ലാമിനയുടെ അറൗണ്ടുള്ള ലൈൻ അത് ഐഡന്റിഫൈ ചെയ്യാൻ ജനറൽ ഡോക്ടേഴ്സിന് കുറച്ച് പാടായിരിക്കും. അറ്റ്ലീസ്റ്റ് സീ ദിസ് ആന്റീരിയർ സ്പൈനൽ ലൈൻ ആൻഡ് പോസ്റ്റീരിയർ സ്പൈനൽ ലൈൻ. അത് എന്തെങ്കിലും അതായത് മുന്നോട്ടോ പുറകോട്ടോ വല്ല മാറിയിരിപ്പുണ്ടോ എന്നുള്ളത് ബേസിക്കലി നോക്കുക. അതാണ് നമ്മൾ അലൈൻമെന്റിൽ നോക്കുന്നത്. ദ നെക്സ്റ്റ് തിങ് ദാറ്റ് യു സീ ഇസ് ഡിസ്പേസ്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഈ സ്പേസ് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഡിസ്പേസ് നോക്കുമ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിബ്രൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് നോക്കിയോ, ഇവിടെ ഒരു ലൈനെ കാണത്തുള്ളൂ. ഇവിടെ ആണെങ്കിലും ഒരു ലൈനെ കാണത്തുള്ളൂ. അപ്പൊ താഴത്തോടൊന്ന് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആക്ച്വലി രണ്ട് ലൈൻ കാണാം. ഇത് കണ്ടോ, ഇവിടെ രണ്ട് ലൈൻ കാണാം. ദാറ്റ് മീൻസ് ദിസ് എക്സ്റേ സെന്റേഡ് അറൌണ്ട് ദിസ് വെർട്ടിബ്രേ. അപ്പൊ എവിടെ എക്സ്റേ സെന്റർ ചെയ്യുന്നോ അതിന് ഒരു 1 or 2 സ്പേസസ് ബിലോ മാത്രമേ ശരിക്കും ആക്ച്വലി നമുക്ക് ഡിസ്പേസിന് ആരെയും കൊണ്ടുപോയില്ലോ എന്ന് പ്രോപ്പർലി കമന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വന്നാൽ നമ്മുടെ ഇവിടെ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഒബ്ലിക് വ്യൂ ആയിട്ട് നോക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. അതാണ് രണ്ട് ലൈൻ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പേസിന് ആരെയും കൊണ്ടുപോയില്ല എന്നുള്ളത് ആക്ച്വലി നമുക്ക് കമന്റ് ചെയ്യുന്നതിൽ വലിയ പോയിന്റ് ഇല്ല. അതൊക്കെ MRI ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഡിസ്ക് നമുക്ക് ഒരിക്കലും എക്സ്റേയിൽ കാണാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എക്സ്റേസിൽ നമുക്ക് കാണാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ ഡിസ്പേസ് നാരോയിങ് കമന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ദാറ്റ് ഓൾസോ സി വെയർ ദ എക്സ്റേ ഇസ് സെന്റേഡ്. അതിന് ഒരു 1 or 2 സ്പേസസ് ബിലോ ആൻഡ് അബോ. അത് മാത്രമേ നമുക്ക് ആക്ച്വലി ഡിസ്പേസ് നാരോയിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ രണ്ട് ലൈൻസ് ആക്ച്വലി കാണാം. അപ്പോൾ ഇവിടുത്തെ ഈ ഡിസ്പേസ് നാരോയിങ് ആക്ച്വലി ശരിക്കും നാരോയിഡ് ആയിരിക്കത്തില്ല. അത് നമുക്ക് ഒബ്ലിക് വ്യൂ വരുന്നത് കൊണ്ട് തോന്നുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മളിപ്പം ഇത് കണ്ടുകൊണ്ട് ഇവിടെ ഡിസ്പേസ് നാരോയിഡ് ആണോ കുഴപ്പമുണ്ടെന്ന് എന്ന് വിചാരിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നോക്കുക, ഇവിടെ ഒറ്റ ലൈനേ കാണുന്നുള്ളൂ, ഇവിടെ രണ്ട് ലൈൻ കാണുന്നുണ്ട്. ഒബ്ലിക് വ്യൂ ആണ് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നോക്കാനുള്ളത് നമ്മുടെ സ്പൈനസ് പ്രോസസ് ഒക്കെ നോക്കുക. ഇപ്പോൾ ഫോൾ ഒക്കെ കഴിഞ്ഞ് വന്ന പേഷ്യൻസ് ആണെങ്കിൽ ഈ സ്പൈനസ് പ്രോസസ്സിന് എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ സീത എ പിക്കകത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ ലാറ്ററൽ വ്യൂവിൽ ഈ കാണുന്ന ഈ സ്പൈനസ് പ്രോസസ് ആണ് ഈ AP വ്യൂവിൽ ഈ കാണുന്നത്. ഇപ്പോൾ താഴത്തോട്ട് വരുമ്പോൾ യൂഷ്വലി ഈ ഏരിയയിൽ ഈ സ്പൈനസ് പ്രോസസ് ഒക്കെ എന്തായാലും സ്പൈന ബൈഫിഡ അല്ലെങ്കിൽ സ്പൈനൽ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഫ്യൂസ് ചെയ്ത് രണ്ടായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് അങ്ങനെ അറിയാമെങ്കിലേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സീത ട്രാൻസ്വേഴ്സ് പ്രോസസ്. ഈ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് ഈ സംഭവം നോക്കുക. ഇപ്പൊ നമ്മൾ കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലീസൊക്കെ മർദ്ദിച്ചു എന്ന് പറയുന്ന പേഷ്യൻസിന് സ്പെസിഫിക്കലി നോക്കേണ്ട ഒരു സംഭവമാണ്. പോലീസുകാർ എപ്പോഴും ഈ പുറത്ത് ഇഞ്ചുറി ഉണ്ടാവാതിരിക്കാനായിട്ട് നടുവിന്റെ നമ്മൾ ആക്ഷൻ ഹീറോ ബൈജുവിലൊക്കെ തേങ്ങ വെച്ചിട്ടൊക്കെ കുനിച്ച് നിർത്തി ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സ്പൈനസ് ഈ പറയുന്ന ട്രാൻസ്വേഴ്സ് പ്രോസസ്സിന് ഫ്രാക്ചർ ഉണ്ടാവും. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഇതിന്റെ അടുത്തോടെയാണ് നമ്മുടെ കിഡ്നിയിൽ നിന്ന് യൂറിറ്റർ താഴത്തേക്ക് വരുന്നത്. അപ്പൊ ഇതുപോലത്തെ നമ്മുടെ ഈ പറയുന്ന ട്രാൻസ്വേഴ്സ് പ്രോസസ് ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഓൾവേസ് റൂൾ ഔട്ട് എ യൂറിറ്ററിക് ഇഞ്ചുറി ഓൾസോ. ഹെമച്യൂറിയെ പറ്റി സ്പെസിഫിക്കലി ചോദിക്കുക. പിന്നെ നമ്മൾ AP വ്യൂവിൽ നോക്കേണ്ടത് പെഡിക്കിൾസ്. ദീസ് ആർ യുവർ പെഡിക്കിൾസ്. ഈ സാധനങ്ങൾ, ഈ രണ്ട് കണ്ണ് പോലിരിക്കുന്ന രണ്ട് സാധനങ്ങൾ. അപ്പോൾ പെഡിക്കിൾസിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു ഓൾഡ് ഏജ് പേഷ്യന്റ് വന്നിട്ട് നമ്മൾ പെഡിക്കിൾസിന് എന്തെങ്കിലും പോകുന്നത് പോലെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇതാണ് നോർമൽ പെഡിക്കിൾസ്. അപ്പം പെഡിക്കിൾസ് യൂഷ്വലി നമുക്ക് നഷ്ടപ്പെടുന്നത് മെറ്റാസ്റ്റാസിസിലാണ്. മെറ്റാസ്റ്റാസിസ് വരുമ്പോൾ ഫസ്റ്റ് എഫക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് പെഡിക്കിൾസ്. പെഡിക്കിൾസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിങ്കിങ് ഐ ഔൾ സൈൻ എന്ന് പറയും. അത് ഒരു സൈഡിലെ പെഡിക്കിൾ കാണത്തില്ല. അത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ഇതിന് ശേഷം. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ യുവർ സേക്രോയിലിയാക് ജോയിന്റ്. ദിസ് ഈസ് എ നോർമൽ സേക്രോയിലിയാക് ജോയിന്റ്. രണ്ട് സൈഡിൽ സേക്രോയിലിയാക് ജോയിന്റ് കാണാം. ആക്ച്വലി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിലൊക്കെ ആങ്കിലോസിങ് സ്പോണ്ടലൈറ്റിസിൽ ചിലപ്പം പല പാറ്റേൺ ഉണ്ട്. മോസ്റ്റ്ലി നമ്മൾ അസെൻഡിങ് പാറ്റേൺ ആണ്, താഴെ നിന്ന് തുടങ്ങി മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ സേക്രോയിലിയാക് ജോയിന്റ്സ് ഫ്യൂസ്ഡ് ആയിരിക്കും, ആങ്കിലോസിസ് സ്പോണ്ടലൈറ്റിസ്. സോ നോർമൽ സേക്രോയിലിയാക് ജോയിന്റ് കണ്ട് മനസ്സിലാക്കി വയ്ക്കുക, എന്നാലും അബ്നോർമൽ കണ്ട് മനസ്സിലാകത്തുള്ളൂ. ഐ വിൽ ഷോ സം കേസ് എക്സാമ്പിൾസ്. ഫസ്റ്റ് എക്സ്റേ, ദിസ് വൺ. ക്യാൻ യു ആർക്കെങ്കിലും എന്തെങ്കിലും അബ്നോർമാലിറ്റി തോന്നുന്നുണ്ട് ഇതിനകത്ത്? ഞാൻ അതിനകത്ത് പറയാത്ത നോക്കേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് ആക്ച്വലി ഉള്ളത്. പാർട്ടിസിപ്പൻസിനെ അൺമ്യൂട്ട് ചെയ്ത് ആൻസർ പറയാം കേട്ടോ. കംപ്രഷൻ ഫ്രാക്ചർ. വെർട്ടിബിൾ ബോഡി കംപ്രഷൻ ഫ്രാക്ചർ. യാ ഓഫ് കോഴ്സ്. ഇവിടെ ഒരു വെർട്ടിബിൾ ബോഡി കംപ്രഷൻ ഫ്രാക്ചർ ഉണ്ട്. ഇപ്പൊ ഏതാ നമ്മൾ ഇങ്ങനെ അറിയാം, എത്ര ലെവൽ എങ്ങനെ അറിയുന്നത്? നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ
ദിസ് ഈസ് യുവർ ഇലിയ ക്രസ്റ്റ്. ഇലിയ ക്രസ്റ്റിന്റെ ലെവൽ വരുന്നത് അറ്റ് ദ ലെവൽ ഓഫ് L4 ആൻഡ് L5 ആയിരിക്കും. നമ്മളിപ്പോൾ സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കാനായിട്ടും നമ്മൾ പാൽപ്പേറ്റ് ഇലിയ ക്രസ്റ്റ് പാൽപ്പേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലെവൽ അറിയുന്നത്, അല്ലെങ്കിൽ ലംബാർ പഞ്ചർ ഒക്കെ ചെയ്യാനായിട്ടാണെങ്കിലും. സോ ദിസ് വിൽ ബി യുവർ L5. എക്സ്റേ നമുക്ക് ഒരിക്കലും ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കത്തില്ല. സംടൈംസ് L5 കുഡ് ബി സേക്രലൈസ്ഡ്. നമുക്ക് CT അല്ലെങ്കിൽ MRI ഡെഫിനറ്റ്ലി പറയാൻ പറ്റുള്ളൂ. പക്ഷേ മോസ്റ്റ്ലി നമുക്ക് ഏകദേശം ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഏത് വെർട്ടിബ്രയിലാണ് ഫ്രാക്ചർ ഉണ്ടായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദിസ് ഇസ് യുവർ L5, L4, L3, L2, L1. സോ ദിസ് ഇസ് യുവർ വെഡ്സ് കംപ്രഷൻ ഫ്രാക്ചർ. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നോർമൽ നോക്കേണ്ട ഒരു കാര്യങ്ങൾ അലൈൻമെന്റ് പറഞ്ഞു, ഡിസ്പേസ് പറഞ്ഞു, പിന്നെ പറയുന്ന ഒരു സംഭവമാണ് വെർട്ടിബിൾ ബോഡി ഹൈറ്റ്. അപ്പോൾ അതിൻ്റെ അത് യൂഷ്വലി വെഡ്സ് കംപ്രഷൻ ഫ്രാക്ചേഴ്സ് ആന്റീരിയർലി ദ ഹൈറ്റ് വിൽ ബി റെഡ്യൂസ്ഡ്. അങ്ങനെയായിരിക്കും യൂഷ്വലി കാണുന്നത്. പല ടൈപ്പ് സംഭവങ്ങൾ ഉണ്ടാവും, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. സോ യു ഹാവ് എ വെഡ്സ് കംപ്രഷൻ ഫ്രാക്ചർ ഹിയർ. കമ്മിങ് ടു ദി സെക്കൻഡ് എക്സാമ്പിൾ. ഈ എക്സ്റേയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? L4, L5 listhesis. യാ, ഓഫ് കോഴ്സ്, സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. സോ ഇതിനകത്താണ് അലൈൻമെന്റ് പോയിരിക്കുന്നത്. ഇഫ് യു ട്രേസ് ദ ആന്റീരിയർ സ്പൈനൽ ലൈൻ, സോ ഇവിടെ നമുക്ക് ഒബ്വിയസ്ലി ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ പോസ്റ്റീരിയർ സ്പൈനൽ ലൈൻ നോക്കുക. ഇതൊരു സ്പോണ്ടൈലോ ലിസ്തെസിസ് ആണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ, കാരണം ഒത്തിരി ടോപ്പിക്സ് കവറാണ്. സോ ജസ്റ്റ് കേസ് എക്സാമ്പിൾസ് കാണിക്കുന്നുള്ളതേ ഉള്ളൂ. സോ ഇതാണ് ഞാൻ പറഞ്ഞ വിങ്കിങ് ഐ ഓൾ സൈൻ എന്ന് പറയുന്നത്. ഈ എക്സ്റേ കണ്ടോ? അപ്പം അതിൻ്റെ നമുക്ക് ഇവിടെ പെടുക്കൾ കാണാം, താഴെയുള്ള രണ്ട് സൈഡിലും പെടുക്കൾ കാണാം. ഈ സൈഡിൽ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മൾ മൂങ്ങ കണ്ണടച്ചിരിക്കുന്നത് പോലെ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വിങ്കിങ് ഐ ഓൾ സൈൻ പറയുന്നുള്ളതേ ഉള്ളൂ. എൽഡർലി പേഷ്യൻസ് അല്ലെങ്കിൽ ഇവൻ ഇൻ യങ് പേഷ്യൻസ് ഇഫ് യു സീ ദിസ്, ഇതൊരു റെഡ് ഫ്ലാഗ് സൈൻ ആണ്. അപ്പോൾ നമ്മൾ തൈറോയ്ഡ് നോക്കുക, ബ്രസ്റ്റ് നോക്കുക, പ്രോസ്റ്റേറ്റിനെ പറ്റി നോക്കുക. അപ്പം മെറ്റ്സ് ഉള്ള സംഭവങ്ങൾ യൂഷ്വലി ഇതുപോലെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ദിസ് ഇസ് എ ക്ലാസിക്കൽ വിങ്കിങ് ഐ ഓൾ സൈൻ. അപ്പം കേസ് എക്സാമ്പിൾസ് പിന്നെ ഉള്ളത് ഈ എക്സ്റേ സീ ദ സ്പൈൻ. നമ്മൾ പിന്നെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഈ ഏരിയ നോക്കിയിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റി തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? Fused. യാ, ഓഫ് കോഴ്സ്. നമ്മൾ നേരത്തെ SI ജോയിന്റ് കണ്ടായിരുന്നല്ലോ. അപ്പം ജസ്റ്റ് ഷോ ദാറ്റ് വൺസ് മോർ. ദിസ് ഈസ് എ നോർമൽ sacroiliac joint here. ദിസ് സൈഡ് ഇവിടെയും കാണാം. When you come to this slide, you can see that the SI joint is almost invisible. It is fused. It is in ankylosing spondylitis. Ankylosing spondylitis in hip also affected ആവാം. അതുകൊണ്ടാണ് ഇവിടെ ഹിപ്പിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ട്, ചേഞ്ചസും ഉണ്ട്. So these are some case examples. സോ ബേസിക്കലി സ്പൈൻ്റെ ഒരു ലോ ബാക്ക് എഗ് ഇവാലുവേഷൻ്റെ ഇത്രയും സംഭവങ്ങളാണ് ബേസിക്കലി ഇത് അറിയാനുള്ളത്. നെക്സ്റ്റ് ഐ വിൽ കം ടു ദി നീ പെയിൻ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്ക് ചോദിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് സമയം. അതുകൊണ്ടാണ് ഐ എം സ്കിപ്പിംഗ് ടു ദ നെക്സ്റ്റ് വൺ, നീ പെയിൻ. മുട്ടുവേദന, നടുവേദന കഴിഞ്ഞാൽ OP നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സംഭവം മുട്ടുവേദനയാണ്. മുട്ടുവേദനയുടെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കുറച്ച് കോസസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഓസ്റ്റിയോആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ക്രിസ്റ്റൽ ആർത്രോപ്പതി ആൻഡ് ഇൻഫെക്ഷൻസ്. അപ്പം അത് ഓരോന്നിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു ബേസിക് വർക്കപ്പ്, അതായത് നമ്മൾ പേഷ്യൻ്റ് മുട്ടുവേദനയായിട്ട് വന്നു, നമ്മൾ എക്സ്റേ കൊടുത്തു. എക്സ്റേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, വെനെവർ യു ഗീവ് ആൻ എക്സ്റേ, ട്രോമ അല്ലാത്ത നമ്മൾ മുട്ടുവേദനയായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് എക്സ്റേ ചെയ്ത് കൊടുക്കുന്നത്? വി ഗീവ് എക്സ്റേ AP ആൻഡ് ലാറ്ററൽ. അത്ര ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് വെയിറ്റ് ബെയറിംഗ് എക്സ്റേ ആണ് ഓസ്റ്റിയോആർത്രൈറ്റിസിൽ ആക്ച്വലി വേണ്ടത്. APയുടെ ബ്രാക്കറ്റിൽ ഒരു സ്റ്റാൻഡിങ് അല്ലെങ്കിൽ വെയിറ്റ് ബെയറിംഗ് എഴുതുക. ലാറ്ററൽ വ്യൂ നമ്മൾ വെയിറ്റ് ബെയറിംഗ് അല്ല എടുക്കുന്നത് യൂഷ്വലി. ലാറ്ററൽ വ്യൂ യൂഷ്വലി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. AP വ്യൂവിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോആർത്രൈറ്റിസിൽ നമ്മൾ ഗ്രേഡിങ് അല്ലെങ്കിൽ എന്തുമാത്രം ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മെയിൻ കമ്പോണന്റ് ജോയിന്റ് സ്പേസ് നാരോയിങ് ആണ്. അപ്പം നമ്മൾ വെറുതെ AP ലാറ്ററൽ എക്സ്റേ ചെയ്ത് വിട്ടാൽ പേഷ്യന്റിനെ കിടത്തിയേ നമ്മുടെ റേഡിയോഗ്രാഫർ എടുക്കത്തുള്ളൂ. കാരണം അവർക്ക് നിന്നെടുക്കാൻ ഇച്ചിരിയുടെ പാടാണ്, അത് പൊസിഷൻ ചെയ്യാൻ, കിടത്തിയെടുക്കാൻ അവർക്ക് എളുപ്പമാണ്, അവർ എളുപ്പപ്പണി നോക്കുന്നുള്ളൂ. അപ്പം നമ്മളെപ്പോഴും APയുടെ ബ്രാക്കറ്റിൽ സ്റ്റാൻഡിങ് എന്ന് എഴുതി വിട്ടാലേ അവരല്ലെങ്കിൽ വെയിറ്റ് ബെയറിംഗ് എഴുതി വിട്ടാലേ അവർ വെയിറ്റ് ബെയറിംഗ് എക്സ്റേ എടുക്കത്തുള്ളൂ. സോ എക്സ്റേ കൊണ്ടുവരിക. അതിനുശേഷമുള്ള ബേസിക് വർക്കപ്പ് ഇതാണ്. നമ്മളൊരു കൗൺസ്, റുമറ്റോയിഡ് ഫാക്ടർ, യൂറിക് ആസിഡ്, കാൽഷ്യം ഐറ്റം വേണ്ടി ഇത്രയും സംഭവങ്ങൾ ബേസിക് ആയിട്ട് നോക്കുക. ഇനീഷ്യൽ ഒരു NSAIDs ഒക്കെ കൊടുത്തിട്ട് റിലീഫ് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ, എക്സ്റേയിൽ പ്രത്യേകിച്ച് അബ്നോർമാലിറ്റി ഒന്നും ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ ഒരു ബേസിക് സ്റ്റേജിനെ പറ്റി ഞാൻ പറയാം. റൈറ്റ് എക്സ്റേ ഈ കാണുന്ന ഇത് ഓൾമോസ്റ്റ് നോർമൽ എക്സ്റേ ആണ്. ജോയിന്റ് സ്പേസ് മീഡിയൽ ആൻഡ് ലാറ്ററൽ ഈക്വൽ ആണ്. ഇറ്റ് പ്രോഗ്രസ് ഫ്രം സ്റ്റേജ് 0 ടു സ്റ്റേജ് 4. ഇപ്പം നമ്മൾ ഈ എക്സ്റേ നോക്കുവാണെങ്കിൽ ജോയിന്റ് സ്പേസ് ആക്ച്വലി കാണത്ത പോലും ഇല്ല. ജോയിന്റ് സ്പേസ് ഒബ്ലിറ്റേറ്റഡ് ആണ്. യു ഹാവ് സം ഓസ്റ്റിയോഫൈറ്റ്സ് ഹിയർ, കുറച്ച് സിസ്റ്റ് ഫോർമേഷൻ, സബ് കോൺട്രൽ സ്ക്ലീറോസിസ്, ഈ വെളുത്ത് കാണുന്ന സബ് കോൺട്രൽ സ്ക്ലീറോസിസ്. യു ഹാവ് സം സിസ്റ്റ് അറൌണ്ട് ദിസ് റീജിയൻ. ഇവിടെയൊക്കെ സിസ്റ്റ് ഉണ്ട്. ദിസ് ഇസ് അഡ്വാൻസ് ഓസ്റ്റിയോആർത്രൈറ്റിസ്. സോ ഓസ്റ്റിയോആർത്രൈറ്റിസ് എക്സ്റേ കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകും തോന്നുന്നില്ല. ജസ്റ്റ് ദിസ് ഇസ് കെല്ലഗ്രാൻ ആൻഡ് ലോറൻസ് സ്റ്റേജിങ്. നമ്മൾ 5 സ്റ്റേജസ് 0, 1, 2, 3, 4 ഇങ്ങനെയാണ് സ്റ്റേജിങ്ങിനെ പറ്റി പറയുന്നത്. ഒരു അഡ്വാൻസ് ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ ഒരു പിക്ചറാണ്. ഇപ്പം ഓസ്റ്റിയോആർത്രൈറ്റിസിൽ കോമൺ ആയിട്ട് കാണുന്ന ഡിഫോമിറ്റി ഇറ്റ് ഇസ് വാരസ് ഡിഫോമിറ്റി. നമ്മളിങ്ങനെ പ്രായമായവർക്ക് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ താറാവ് നടക്കുന്ന പോലെ ആടിയായിട്ട് നടക്കുന്നത്, 2 കാലം വളഞ്ഞിട്ട് ബോലെക്സ്. ഈ ഒരു പിക്ചറാണ് നമ്മൾ അഡ്വാൻസ്ഡ് കാണുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഹൈ റേഞ്ചിൽ പൊതുവെ ആൾക്കാർ കൂടുതൽ കയറി ഇറങ്ങി നടക്കുന്നവർ, സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നവർക്ക് ഇത് ഭയങ്കര കോമൺ ആണ്.
ലോ റേഞ്ചിലും ഉണ്ട്, പക്ഷേ ഹൈ റേഞ്ചിൽ ഇത് പൊതുവെ കുറച്ചുകൂടെ കോമൺ. ഇതുപോലത്തെ അഡ്വാൻസ് ഡിഫോമിറ്റീസ് കുറച്ച് കൂടുതലാണ് ഹൈ റേഞ്ചിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. പിന്നെ നമ്മുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് ഒരു ഫ്ലെക്ഷൻ ഡിഫോമിറ്റിയും കാണും, മുട്ട് ഫുള്ളായിട്ട് നിവർന്ന് വരത്തില്ല. അത് ഓസ്റ്റിയോആർത്രൈറ്റിസിൽ കോമൺലി കാണുന്നതാണ്. അപ്പം നെക്സ്റ്റ് നമ്മൾ ഒരു ഡിഫറൻസ് ഞാൻ പറയാൻ വന്ന ഓസ്റ്റിയോആർത്രൈറ്റിസിൽ ഇതുപോലെ ഭയങ്കര സ്ക്ലിറോസിസ് കാണും, എക്സ്റ്റൻസീവ് ഓസ്റ്റിയോഫൈറ്റ്സ് കാണും. കോമൺലി കാണുന്നത് വാരസ് ഡിഫോമിറ്റി, അതായത് മീഡിയൽ ജോയിന്റ് സ്പേസ് ആയിരിക്കും പോകുന്നത്. ദ നെക്സ്റ്റ് തിങ് ദാറ്റ് യു സീ ഇൻ ദിസ് എക്സ്റേ, ഈ എക്സ്റേ നോക്കിയേ, ദാറ്റ് സിമെട്രിക്കൽ ജോയിന്റ് സ്പേസ് നാരോയിങ്. മനസ്സിലായില്ലേ? അപ്പോൾ സിമെട്രിക്കൽ ജോയിന്റ് സ്പേസ് നാരോയിങ് ഇസ് കോമൺലി സീൻ ഇൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ലൈക്ക് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്. അപ്പോൾ നിങ്ങൾ എക്സ്റേ ഇട്ടിങ്ങനെ ഒരു പിക്ചർ കണ്ടാൽ യു ക്യാൻ ഓൾമോസ്റ്റ് ഓൾവേസ് ബി ഷുവർ ദാറ്റ് ദിസ് ഇസ് സം കൈൻഡ് ഓഫ് ഇൻഫ്ലമേറ്ററി പത്തോളജി. പിന്നെ റൊമറ്റോയിഡ് ആർത്രൈറ്റിസിൽ കോമൺലി കാണുന്നത് വാൽഗസ് ഡിഫോമിറ്റി, ദ നീ വിൽ ബി ഡീവിയേറ്റഡ് ഔട്ട് സൈഡ്. പിന്നെ ദിസ് ഇസ് എ വിൻസ്വെറ്റ് ഡിഫോമിറ്റി, അതായത് ഒരു സൈഡിൽ വാരസും ഒരു സൈഡിൽ വാൽഗസും. ദിസ് ഇസ് ഓൾസോ കോമൺലി സീൻ ഇൻ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്. അപ്പം റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? നമ്മൾ പേഷ്യന്റ് വന്ന നേരത്തെ ഒരു ബേസിക് വർക്കപ്പ് പറഞ്ഞു, കൗൺസ്, ESR, CRP യൂഷ്വലി വിടാറില്ല, റൊമറ്റോയിഡ് ഫാക്ടർ. അപ്പോൾ റൊമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവ് ആണെങ്കിൽ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെന്ന് വിചാരിക്കരുത്. ഇപ്പോഴത്തെ ക്രൈറ്റീരിയ നമ്മൾ ACR അല്ലെങ്കിൽ ULR ക്രൈറ്റീരിയ ആണ്. അതിന് സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്, എത്ര ജോയിന്റ് ഇൻവോൾവ് ആയിട്ടുണ്ട്, RF ഫാക്ടർ പോസിറ്റീവ് ആണോ, അതുപോലെ അക്യൂട്ട് ഫേസ് റിയാക്ടൻസ് ESR CRP ഒക്കെ എലിവേറ്റഡ് ആണോ, പിന്നെ ഡ്യൂറേഷൻ ഓഫ് സിംറ്റംസ്, ഇത് വെച്ചിട്ട് സ്കോർ ചെയ്തിട്ട് ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 6 ആണെങ്കിലാണ് നമ്മൾ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നത്. അതിനുള്ള ഡിസീസ് മോഡിഫൈങ് ആന്റി റൊമറ്റോയിഡ് ഡ്രഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂഷ്വലി ഈ ഒരു കണ്ടീഷനിലാണ്. കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറയുന്നത് ദിസ് ഈസിലി അവൈലബിൾ എവറിവെയർ. പിന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവം ഗൗട്ടാണ്. ഗൗട്ട് മോസ്റ്റ് കോമൺ സൈറ്റ് നമ്മുടെ ഫസ്റ്റ് മെറ്റാടാർസോ ഫലഞ്ചൽ ജോയിന്റ് ആണ്. എന്നാലും നീഡിലും നമുക്ക് എഫ്യൂഷൻസ് ഇതുപോലെ പെയിനുമായിട്ടും പ്രസന്റ് ചെയ്യാം. ക്രിസ്റ്റൽ ആർത്രോപ്പതി, ഇറ്റ് ക്യാൻ ബി ഗൗട്ട് ഓർ സ്യൂഡോഗൗട്ട്. സ്യൂഡോഗൗട്ട് എന്ന് പറയുമ്പോൾ കാൽഷ്യം പൈറോഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഗൗട്ടായിട്ട് വരുന്ന ഒരു പേഷ്യന്റ്, നമ്മൾ ഭയങ്കര പെയിൻ വന്നു, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് യൂറിക് ആസിഡ് ഹൈ ആണ്, നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കും എന്നുള്ളതാണ്. നമ്മളെല്ലാവരും OP കാണുന്നതാണ്. അപ്പം നമ്മൾ ആർക്കെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഹൈപ്പോയൂറിസമിക് ഡ്രഗ്സ് ഏതെങ്കിലും പറയാമോ? ഏതൊക്കെയാണ് കൊടുക്കുന്നത്? Allopurinol, we give allopurinol, then Febuxostat. Febuxostat. ഇത് രണ്ടാണ് കോമൺലി നമ്മൾ കൊടുക്കുന്നത്. സോ ബെറ്റർ അവോയ്ഡ് ദീസ് 2 ഏജൻസ് ഇൻ അക്യൂട്ട് ഫേസ് ഓഫ് ഗൗട്ട്. അപ്പം സഡൻ ബ്ലഡ് ലെവലിൽ വേരിയേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യൂട്ട് ഫേസിൽ വീണ്ടും അത് അക്യൂട്ട് ഫ്ലെയർ അപ്പ് ഓഫ് സിംറ്റംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇനീഷ്യൽ മാനേജ്മെന്റിൽ ഓൾവേസ് അഡ്വൈസ് ഐസ് പാക്ക് ആപ്ലിക്കേഷൻ. നമ്മൾ സാധാരണ എപ്പോഴും വേദനയൊക്കെ വരുമ്പോൾ ചൂട് വയ്ക്കാൻ പറയും, ട്രോമ അല്ലാതെ. അപ്പോൾ ഇതിന് ഈ ഗൗട്ടിൽ ക്രിസ്റ്റൽ ആർത്രോപ്പതിയിൽ നമ്മൾ ചൂട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ദ പേഷ്യന്റ് ക്യാൻ ഹാവ് ഫ്ലെയർ അപ്പ് ഓഫ് സിംറ്റംസ്. ഐസ് ആണ് ബെറ്റർ ഓപ്ഷൻ ഇൻ ക്രിസ്റ്റൽ ആർത്രോപ്പതി. പിന്നെ ഉള്ളത് നമ്മൾ NSAIDസിന്റെ കൂടുതൽ നമ്മൾ കൊടുക്കാവുന്ന വി ക്യാൻ ഗിവ് സ്റ്റിറോയിഡ്സ്. അതുപോലെ തന്നെ കോൾച്ചിസിൻ നമ്മൾ കൊടുക്കുന്നത് ഒരു 0.5 milligram BD ആയിട്ടൊക്കെ 3 to 5 days നമുക്ക് ഈസിലി കൊടുക്കാനായിട്ട് സാധിക്കും. അതിന്റെ കൂട്ടത്തിൽ പ്രെഡ്നിസോലോൺ കൊടുക്കുക. വി ക്യാൻ ഗീവ് മീഥൈൽപ്രെഡ് ഓർ വി ക്യാൻ ഗീവ് പ്രെഡ്നിസോലോൺ. ഇതുപോലത്തെ സംഭവങ്ങളാണ് യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത്. ആ അക്യൂട്ട് ഫേസ് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം, അതിനുശേഷമേ യൂഷ്വലി നമ്മൾ ഹൈപ്പോയൂറിമിക് ഡ്രഗ്സ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പിന്നെ ഡയറ്റ് മോഡിഫിക്കേഷൻ അഡ്വൈസ് ചെയ്യുക. ഹൈ യൂറിക് ആസിഡുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ കോമൺലി റെഡ് മീറ്റ്, അതായത് പോത്തിറച്ചി, പിന്നെ റെഡ് മീറ്റ് ഉള്ള ടൈപ്പ് ഫിഷ്, ചൂരമീന്, കേരമീന്, കക്ക ഇറച്ചി, പയറുവർഗ്ഗങ്ങൾ, പിന്നെ ആൽക്കഹോള്, ഇതുപോലെ നട്ട്സ്, ബദാം, അതിനകത്തൊക്കെ യൂറിക് ആസിഡ് കുറച്ച് ഹൈ ആയിട്ടുള്ള. അപ്പം പേഷ്യനോട് ഡയറ്റ് മോഡിഫിക്കേഷൻ അഡ്വൈസ് ചെയ്യുക. അപ്പോൾ ഇനിഷ്യൽ ആ ഒരു ഫ്ലെയർ ഓഫ് ഫേസ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോൾ മാത്രം ഈ ഹൈപ്പോയൂറിസമിക് ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു കണ്ടീഷൻ സ്യൂഡോഗൗട്ട് ആണ്. ജസ്റ്റ് ഓൺ എക്സ്റേ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ അതർ ദാൻ ജോയിന്റ് സ്പേസ് നാരോയിങ്? യു ക്യാൻ സി മെനിസ്കൽ കാൽസിഫിക്കേഷൻ ഇൻ ദിസ് എക്സ്റേ. സി, ഇതാണ് മെനിസ്കൽ കാൽസിഫിക്കേഷൻ. അത് സ്യൂഡോഗൗട്ടിലാണ് യൂഷ്വലി കാണാറുള്ളത്. ഇതിന്റെ മാനേജ്മെന്റ് NSAIDs ഒക്കെ തന്നെയാണ്. ബ്ലഡിൽ വലിയ വർക്കപ്പിൽ നമുക്ക് ഇതിന്റെ ലെവൽസ് ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഇഫ് യു ആസ്പിറേറ്റ് ആൻഡ് സെൻഡ് ഫോർ ക്രിസ്റ്റൽ സ്റ്റഡി യു ക്യാൻ ഗെറ്റ് ക്രിസ്റ്റൽസ്. അതിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യും. പക്ഷേ എക്സ്റേയിൽ ഈ മെനിസ്കൽ കാൽസിഫിക്കേഷൻ കോൺട്രോ കാൽസിനോസിസ്, നമ്മൾ ഈ മെനിസ്കൽ കാൽസിഫിക്കേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് അത്ര റെയർ അല്ല ആക്ച്വലി. നമുക്ക് പലർക്കും അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ മിസ്സാവുന്നുള്ളതേ ഉള്ളൂ. സോ ലുക്ക് ഫോർ എനി മെനിസ്കൽ കാൽസിഫിക്കേഷൻ ഇതുപോലത്തെ പേഷ്യൻസ് വരുമ്പോൾ. ഓക്കെ. സോ പിന്നെ ഉള്ളത് ഇൻഫെക്ഷൻസ് ആണ്. കോമൺ നമുക്ക് സെപ്റ്റിക് ആർത്രൈറ്റിസ് വരാം, ഓർ റിയാക്റ്റീവ് പ്രത്യേകിച്ച് കാരണമില്ലാതെ സൈനോവൈറ്റിസും വരാം. അതിനകത്ത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ ബ്ലഡ് വർക്കപ്പ് വിടുക. ESR CRP ഒക്കെ എലിവേറ്റഡ് ആയിരിക്കും. ടിപ്പിക്കൽ സെപ്റ്റിക് ആർത്രൈറ്റിസ് പേഷ്യൻസ് വിൽ ഹാവ് സിവിയർ സിസ്റ്റമിക് സിംറ്റംസ് ഓൾസോ. ലോക്കലായിട്ട് നല്ല ടെമ്പറേച്ചർ സംഭവങ്ങളൊക്കെ കാണും. അതിന് കൂടുതൽ യൂഷ്വലി ദേ വിൽ ഹാവ് ഫീവർ ഓൾസോ. സൈനോവൈറ്റിക് കണ്ടീഷൻസ്, അത് സൈനോവൈറ്റിസ് പോലെയൊക്കെ ആണെങ്കിൽ യൂഷ്വലി പേഷ്യൻ സിസ്റ്റമിക് സിംറ്റംസ് വളരെ കുറവായിരിക്കും. വർക്കപ്പിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം യു ക്യാൻ ഡു എ നീ ആസ്പിറേഷൻ ഫോർ ഡയഗ്നോസ്റ്റിക് പർപ്പസ് ഓൾസോ. നീ ആസ്പിറേഷൻ ഒരു പിക്ചർ ആണ് യൂഷ്വലി ഓർത്തോയെ ചെയ്യാറുള്ളൂ. നമുക്ക് ജനറൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആണ് ചെയ്യാം. നമ്മുടെ പറ്റല്ല പാൽപേറ്റ് ചെയ്യുക. സുപ്രോലാറ്ററൽ ആസ്പെക്റ്റിൽ നിന്ന് ഒരു 2 finger ബ്രെഡ് എബോവ് ലാറ്ററൽ പോയിട്ട് ഇൻഫ്രോമീഡിയൽ ആയിട്ട് പോയാൽ ഈസിലി നമുക്ക് നീ ജോയിന്റ് അകത്തേക്ക് ചെയ്യാം. ചെയ്യുവാണെങ്കിൽ സ്റ്റെറൈൽ പ്രിക്കോഷൻസിൽ നമ്മൾ തിയേറ്റർ ചെയ്തതുപോലെ ചെയ്യാവുള്ളൂ. നമ്മളായിട്ട് ഇൻഫെക്ഷൻ അകത്തേക്ക് കൊടുക്കരുത്.
ആസ്പിറേറ്റ് ചെയ്യുന്നതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഡയഗ്നോസിലെത്താം. സെപ്റ്റിക് ആർത്രൈറ്റിസിലാണെങ്കിൽ യു ഗെറ്റ് ഫ്രാങ്ക് പസ്. അപ്പം ഞാനത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് യു സസ്പെക്ട് സെപ്റ്റിക് ആർത്രൈറ്റിസ്, ഇപ്പം നിങ്ങൾ ഉടനെ തന്നെ ഫസ്റ്റ് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്, ഇപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളേതായാലും ഓർത്തോപെഡീഷ്യൻസ് അല്ലാത്തവർ യൂഷ്വലി ഓർത്തോപെഡീഷ്യൻസ് റെഫർ ചെയ്യുമല്ലോ, അപ്പോൾ അതിന് മുമ്പ് എംപെരിക്കലായിട്ട് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് ആക്ച്വലി വിടാതിരിക്കുവാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പേഷ്യൻ്റ് അന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് യൂഷ്വലി ഒരു കൾച്ചർ അത് ആസ്പിറേറ്റ് ചെയ്ത് അത് കൾച്ചറിന് വിട്ടതിന് ശേഷമാണ് ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ നമ്മൾ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തൊരു 7 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ അടുത്ത് വന്നിട്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ കൾച്ചർ എടുക്കുമ്പോൾ വി കാണ്ട് ഐഡന്റിഫൈ ദ ഓർഗാനിസം. സോ നമുക്ക് ആസ്പിറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓൾവേസ് ഡു ആസ്പിറേഷൻ, സെൻഡ് ഫോർ കൾച്ചർ, അതിനുശേഷം ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുക. സോ നീഡ കണ്ടീഷൻസ് കഴിഞ്ഞു. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന OP-യിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് പ്ലാന്റർ ഫേഷ്യേറ്റിസ്. ഒരു ടിപ്പിക്കൽ പേഷ്യന്റ് പ്രസന്റേഷൻ പറയാം. നമുക്ക് എല്ലാവർക്കും ഒത്തിരി പേർക്ക് ഉള്ളതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉടനെ കാലം നിലത്ത് കുത്താൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഹീലിന്റെ അടിയിൽ, ഉപ്പൂറ്റിയുടെ അടിയിലായിട്ട്. ഒരു 10-15 സ്റ്റെപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ശരിയാവും. പകലും ഇതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും കുറേ നേരം എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോൾ ഭയങ്കര വേദന, കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവും. സോ ദ മാനേജ്മെന്റ് ഇതിന് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത് കുറച്ച് ഫിസിയോതെറാപ്പി നമ്മൾ അഡ്വൈസ് ചെയ്യും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് നേരം 10 മിനിറ്റ് കാല് ചെറു ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കാനായിട്ട് അഡ്വൈസ് ചെയ്യുക. പിന്നെ വി ക്യാൻ ഗീവ് ഫുഡ് വെയർ മോഡിഫിക്കേഷൻ. നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത് MCR അല്ലെങ്കിൽ MCP ഫുഡ് വെയർസ്. MCR എന്ന് പറഞ്ഞാൽ മൈക്രോസിലുലർ, നമ്മുടെ മുണ്ടിന്റെ MCR അല്ല, മൈക്രോസിലുലർ റബ്ബർ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയ ഫുഡ് വെയർ, അല്ലെങ്കിൽ മൈക്രോസിലുലർ പോളിയൂറത്തിൻ വെച്ച് ഉണ്ടാക്കിയ MCP ഫുഡ് വെയർസ്. ഇത് നമുക്ക് അഡ്വൈസ് ചെയ്യാം. പിന്നെ NSAIDs, സ്റ്റിറോയിഡ്സ്, ടൈപ്പ് 1 ടൈപ്പ് കൊളാജൻ മോളിക്യൂൾസ് ഒക്കെ ഇതിന് ടെൻഡനൈറ്റിസിനായിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് പ്ലാന്റർ ഫേഷ്യേറ്റിസിന് കൊടുക്കാം. ഇതുകൊണ്ടൊന്നും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗീവ് എ ലോക്കൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ഇൻ ദിസ് ഏരിയ. അതും ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ നമുക്ക് എക്സ്റേയിൽ ചിലപ്പോൾ ചിലർക്ക് ഒരു പ്ലാന്റർ സ്പർ ഈ കാണുന്നത് പോലെ ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഈ പ്ലാന്റർ സ്പറിന്റെ വലുപ്പത്തിനും ക്ലിനിക്കൽ സിംറ്റംസിനും കാര്യമായിട്ട് വലിയ കോറിലേഷൻ ഒന്നുമില്ല. ഇതിനേക്കാളും വലിയ സ്പർ ഉള്ളവർ, ഒരു സിംറ്റം ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഒരു സ്പർ പോലും ഇല്ലാതെ നല്ല സിംറ്റംസ് ഉള്ളവരും ഉണ്ട്. സോ എക്സ്റേഡ് നോക്കിയിട്ട് സ്പർ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് ദേ ഷുഡ് ഹാവ് എ പ്ലാന്റർ ഫേഷ്യേറ്റിസ്. നമുക്ക് ജസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനുവേണ്ടി സർജിക്കൽ മാനേജ്മെന്റ് നമ്മൾ യൂഷ്വലി ചെയ്യാറില്ല. ഞാനിതുവരെ ചെയ്യുന്നത് കണ്ടിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. യൂഷ്വലി നമ്മൾ ലാസ്റ്റ് റിസോർട്ടായിട്ട് വേണമെങ്കിൽ ഈ സ്പർ എക്സിഷൻ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ തിയററ്റിക്കലി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി റെയർ ആക്ച്വലി. പ്ലാന്റർ ഫേഷ്യേറ്റിസ് അത്രയാണ്. പിന്നെ നമ്മൾ കാണുന്ന ഒരു കോമൺ സംഭവമാണ് റിട്രോ കാൽക്കേനിയൽ ബെർസൈറ്റിസ്. അതായത് നമ്മുടെ ടെൻഡർ അക്കിലീസ് ടെൻഡൻ കാൽക്കേനിയത്തിൽ അത് ഇൻസേർട്ട് ചെയ്യുന്നതിന്റെ വി ഹാവ് 2 ബെർസ ഹിയർ. ഒരു റിട്രോ കാൽക്കേനിയൽ ബെർസ ഇവിടെയുണ്ട്, ഒരു സബ്ക്യൂട്ടേനിയസ് ബെർസയുണ്ട്. റിട്രോ കാൽക്കേനിയൽ ബെർസ ഇൻഫെക്ഷൻ വരുന്നത് വേറൊരു പേരാണ് ഹേസ്ലൻസ് ഡിഫോമിറ്റി. പേഷ്യന്റിന് ഹീലിന്റെ പുറകിൽ നല്ല പെയിൻ ആയിരിക്കും. അതിനും നമുക്ക് എക്സ്റേ എടുത്ത് നോക്കി ഇതുപോലത്തെ ചേഞ്ചസ് ഒക്കെ കാണാൻ പറ്റും. ഒരു കാൽക്കേനത്തിന്റെ പുറകിൽ ഈ കാണുന്ന സ്പർ പോലെ ഇതുപോലെ ഉണ്ടാവും. ഈ പേഷ്യന്റ് ചെറിയ പ്ലാന്റർ സ്പറും ഉണ്ട്. ഈ പേഷ്യൻസിന് ഏകദേശം പ്ലാന്റർ ഫേഷ്യേറ്റിസ് പോലെ തന്നെ ചിലപ്പോൾ നടന്നു തുടങ്ങാൻ ബുദ്ധിമുട്ട് കാണും. പക്ഷേ സിംറ്റംസ് റിലീവ് ആവത്തില്ല. നടന്ന് പിന്നെ വേദന കാണും. പിന്നെ ടിപ്പിക്കലി കാലിന്റെ അടിയിലായിരിക്കത്തില്ല ഇതിന്റെ വേദന വരുന്നത്, ഈ ഭാഗത്തായിരിക്കത്തില്ല, ഈ കാലിന്റെ പുറകെ തന്നെ ആയിരിക്കും. കുറച്ച് ബെർസൈറ്റിസ് പെർസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിനിക്കലി നമുക്കൊരു സ്വെല്ലിംഗ് പോലെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ മാനേജ്മെന്റിൽ നമ്മൾ NSAIDs കൊടുത്ത് നമ്മൾ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരിടത്തുപോലെ ലോക്കൽ സ്റ്റോറോയിഡ് അത്ര അഡ്വൈസബിൾ അല്ല. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബെർസയ്ക്കകത്ത് തന്നെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ടെൻഡനകത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ഹാവ് റപ്ചർ. ഇപ്പം നമ്മൾ കുറേ കണ്ടീഷൻ ടെൻഡൻ റപ്ചർ അടിക്കും. ഞാൻ കണ്ടിട്ടുള്ള ഓർത്തോപെഡീഷ്യൻസ് കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ ജനറൽ പ്രാക്ടീസ് ഉള്ള കുറേ ആൾക്കാർ സ്വന്തമായിട്ട് ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് പല സ്ഥലത്ത് കൊടുക്കുന്നവരുണ്ടല്ലോ, ടെൻഡിസ് എൽബോയ്ക്കും ഒക്കെ. അപ്പം ഈ ഒരു റീജിയനിൽ റിട്രോ കാൽക്കേനിയൽ ബെർസൈറ്റിസിന് മാത്രം സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് കുറച്ചൊന്ന് കുറയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. സോ ദ മെയിൻ പ്രോബ്ലം ഇസ് ദേ ക്യാൻ ഹാവ് റപ്ചർ ഓഫ് ദിസ് ടെൻഡോ അക്കിലീസ് ടെൻഡൻ. അതൊരു സീരിയസ് ഇഷ്യൂ ആണ്, സർജിക്കൽ മാനേജ്മെന്റ് വേണ്ടി വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതുകൊണ്ട് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് NSAIDs കൊണ്ടൊന്നും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ദിസ് കേസ് ക്യാൻ ഡെഫിനറ്റ്ലി ബി ട്രീറ്റഡ് സർജിക്കലി. നമുക്ക് ഈ സ്പർ എക്സസൈസ് ചെയ്ത് നമുക്ക് ടെൻഡോ അക്കിലീസിന്റെ ഇൻസേഷൻ പിടിപ്പിച്ച് തിരിച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ദേ ക്യാൻ ഹാവ് നല്ല റിലീഫ് ഉണ്ട് അതുപോലത്തെ പേഷ്യൻസിന്. അനദർ കോമൺ കണ്ടീഷൻ ഇസ് കാർപ്പൽ ടണൽ സിൻഡ്രോം. എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കോമൺ ടിപ്പിക്കൽ പേഷ്യന്റ് പ്രസന്റേഷൻ ഞാൻ പറയാം. പേഷ്യന്റ് യൂഷ്വലി മോസ്റ്റ്ലി കോമൺലി സീൻ ഇൻ മോർ ഇൻ ഫീമെയിൽ പോപ്പുലേഷൻ. പേഷ്യൻസ് വന്ന് പറഞ്ഞിട്ട് അവർ കൈയുടെ മരപ്പ് പറയണമെന്നില്ല, അവർ യൂഷ്വലി ഷോൾഡർ തൊട്ട് താഴത്തേക്ക് കൈക്ക് എന്തോ കട്ടുകഴപ്പ് പോലെ എന്ന് പറയുള്ളൂ. നമ്മൾ സ്പെസിഫിക്കലി ചോദിച്ചാലേ കൈയുടെ അകത്തെ മരപ്പിന്റെ കാര്യം അവർ പറയത്തുള്ളൂ. അതും ലാറ്ററൽ 3 ഫിംഗേഴ്സിന്റെ സ്ഥലത്ത് ഇതുപോലത്തെ മരപ്പ് വരാനുള്ള ഈ തമ്പ്, ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ, പിന്നെ റിംഗ് ഫിംഗറിലേക്കൊക്കെ ചെറിയ നംനസ് പോലെ. ലിറ്റിൽ ഫിംഗർ യൂഷ്വലി, അതായത് നമ്മുടെ ചെറുവിരലിൽ യൂഷ്വലി നംനസ് പറയാറില്ല അവർ. നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട നമുക്ക് നോക്കാനുള്ള ഓൾവേസ് കമ്പയർ ദ സെൻസേഷൻസ് ഇൻ യുവർ റിംഗ് ഫിംഗർ. ഈ ഫിംഗറിന്റെ 2 സൈഡിൽ കമ്പയർ ചെയ്യുക. പേഷ്യൻസിന് ആ ഒരു ഡിഫറൻസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഈ സൈഡിൽ തൊടുന്നതും മറ്റേ സൈഡിൽ തൊടുന്നതും, അതായത് റിംഗ് ഫിംഗറിന്റെ മീഡിയയിലും ലാറ്ററിൽ തൊടുന്നതും തമ്മിലുള്ള ഡിഫറൻസ് പേഷ്യന്റിനോട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുക.
പിന്നെ ഇതിന്റെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ടെസ്റ്റ് ആണ് ഫാലൻസ് ടെസ്റ്റ്. 1 മിനിറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. 1 മിനിറ്റ് ഒന്നും വേണമെന്നില്ല, നല്ല ടിപ്പിക്കൽ സിംറ്റംസ് ഉള്ള പേഷ്യൻസിന് 10 സെക്കൻഡ് പിടിക്കുമ്പോഴേക്കും ഈ ഫാലൻസ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതായത് കാർപ്പൽ നമ്മൾ കംപ്രസീവ് ആയിട്ട് ചെയ്യുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ റിസ്റ്റിന്റെ ഈ ഭാഗത്ത് നമ്മൾ തന്നെ ഒരു മാനുവൽ കംപ്രഷൻ കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ ഈസിലി എൽസിറ്റ് ദിസ് ടെസ്റ്റ്. അതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. മാനേജ്മെന്റിനെ പറ്റി അധികം പറയുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിറോയിഡ്സ് കൊടുക്കാം, ഇൻഡസൈഡ്സ് കൊടുക്കാം, പ്രഗാബാലിൻ കൊടുക്കാം. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നില്ലെങ്കിൽ സർജിക്കൽ മാനേജ്മെന്റ്. ഇറ്റ് ഇസ് എൻ ഈസി ഡേ കെയർ പ്രൊസീജിയർ ആണ്. 10 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. പേഷ്യന്റ് അഡ്മിറ്റ് ആവേണ്ട ആവശ്യം പോലും ഇല്ല. നല്ല റിലീഫ് ഉള്ളൊരു സംഭവമാണ്. നെക്സ്റ്റ് ഡേ മുതൽ പേഷ്യന്റ് നംനെസ് മാറി കിട്ടും. പിന്നെ നമ്മൾ ഒ പിയിൽ കാണുന്ന സംഭവമാണ് ട്രിഗർ ഫിംഗർ. ട്രിഗർ ഫിംഗർ ഹിയർ ഇസ് ഒരു A1 പുള്ളി, നമ്മുടെ ടെൻഡന്റെ മുകളിലുള്ള ആ ഒരു ഷീത്ത് ഏകദേശം ഈ ഒരു ലൊക്കെ, അതായത് നമ്മുടെ പാമ്പിന്റെ ക്രീസസ് കാണാമല്ലോ. അപ്പം ഈ ഡിസ്റ്റൽ പാമാർ ക്രീസിന്റെ ഈ എൻഡ് തൊട്ട് ഇങ്ങോട്ട് ലൈൻ വരച്ച ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ആ പുള്ളി എന്ന് പറയുന്ന സംഭവം ഇരിക്കുന്നത്. നമ്മൾ ഈ ഭാഗത്തായിട്ടല്ല, ആക്ച്വലി ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ പുള്ളി ഇരിക്കുന്നത്. അപ്പം പേഷ്യന്റ് ട്രിഗറിങ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ ക്ലിനിക്കലി വാൽപ്പേറ്റീവ് ആണെങ്കിൽ ഏകദേശം ഈ ഏത് ഫിംഗറിനാണോ വരുന്നത് അതിന്റെ ആ ഭാഗത്തായിട്ട് നല്ലൊരു തിക്കണിങ് നമുക്ക് ഇൻഡുറേഷ്യ പോലെ ഫീൽ ചെയ്യാൻ പറ്റും. തമ്പിനാകുമ്പോൾ ഇവിടെ ആയിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള ഫിംഗേഴ്സിന് ഈ ക്രീസിലല്ല, കുറച്ചുകൂടി മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ആക്ച്വലി അതിന്റെ A1 പുള്ളി ഇരിക്കുന്നത്. മാനേജ്മെന്റിൽ നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ് NSAIDs സ്റ്റിറോയിഡ്സ് ഒക്കെ കൊടുത്തിട്ട് ടെൻഡൻ ഈ കൊളാജനൊക്കെ കൊടുക്കാം. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ സർജിക്കൽ മാനേജ്മെന്റ് തന്നെയാണ്. ഇതൊന്നും നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ്. ഇതും ഡേ കെയർ സർജറി ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ പെർക്യൂട്ടേനിയസ് നീഡിൽ റിലീസ് ചെയ്യാം, ഇൻസിഷൻ പോലും ഇടാതെ വേണമെങ്കിലും ചെയ്യാവുന്നൊരു സംഭവമാണ്. വളരെ ഈസി ആയിട്ട് നല്ല റിലീഫ് കിട്ടുന്നതാണ്. മോസ്റ്റ് കോമൺലി ഇറ്റ് അഫക്ട്സ് യുവർ റിംഗ് ഫിംഗർ ആൻഡ് തമ്പ്. ഇറ്റ് ക്യാൻ അഫക്ട് എനി ഫിംഗേഴ്സ്. പിന്നെ ഉള്ളത് ടെന്നീസ് എൽബോ ആണ്. പേഷ്യന്റ് കറക്റ്റ് ഇവിടെ ഒരു ഭാഗത്തായിട്ട് വേറെ പറയത്തില്ല. ലാറ്ററൽ എപ്പിക്കോണ്ടലൈറ്റിസ് ആണ് ടെന്നീസ് എൽബോ, മീഡിയൽ എപ്പിക്കോണ്ടലൈറ്റിസ് ആണ് ഗോൾഫേഴ്സ് എൽബോ. അപ്പോൾ പേഷ്യന്റ് മുട്ടിന് അറൗണ്ടുള്ള വേദന എന്ന് പറയത്തേ ഉള്ളൂ. ക്ലിനിക്കലി നമ്മൾ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലാറ്ററൽ എപ്പിക്കോണ്ടലിൽ തപ്പി പിടിച്ച് അവിടെ ക്ലിനിക്കലി പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ പേഷ്യന്റ് ഹാവ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ. പിന്നെ ഉള്ളൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസൻസ് ടെസ്റ്റ് ആണ്. ഡു എ ഫോഴ്സ്ഫുൾ റിസ്റ്റ് എക്സ്റ്റൻഷൻ എഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ്. അതായത് പേഷ്യന്റിനോട് മുകളിലേക്ക് ആക്കാൻ പറയുക, നമ്മുടെ എക്സാമിനർ റിസ്റ്റ് ഫ്ലെക്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പേഷ്യന്റിന് ഇവിടെ പെയിൻ വരും, ഈ റീജിയനിൽ പെയിൻ വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടെന്നീസ് എൽബോ ബ്രേസ് ഒക്കെ അഡ്വൈസ് ചെയ്യും മെഡിസിൻസിന്റെ കൂട്ടത്തിൽ. അതിനകത്ത് ബ്രേസ് ഇടുമ്പോഴുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനോട് മുട്ടിന്റെ ഈ ഭാഗത്തോട്ട് കയറ്റി ഇടാനായിട്ട് പറയരുത്. നമ്മുടെ ലാറ്ററൽ എപ്പിക്കോണ്ടലിന്റെ കുറച്ച് താഴെയായിട്ട് ഈ മസിൽസിന് സപ്പോർട്ടായിട്ട് വേണം ടെന്നീസ് എൽബോ ബ്രേസ് യൂസ് ചെയ്യാനായിട്ട്. അതും നമ്മൾ പേഷ്യൻസിനോട് എപ്പോഴും പെയിൻ കുറഞ്ഞതിന് ശേഷവും നെക്സ്റ്റ് 2 വീക്സിലേക്ക് നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ബ്രേസ് കണ്ടിന്യൂ ചെയ്യാൻ അഡ്വൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഓൾവേസ് റെക്കേഴ്സ്. നമ്മൾ NSAIDs കൊടുത്തു, സ്റ്റിറോയിഡ്സ് ഒക്കെ കൊടുത്തു, പേഷ്യന്റ് കുറഞ്ഞു. നെക്സ്റ്റ് ടൈം മുതൽ പേഷ്യന്റ് ഇതില്ലാതെ വീണ്ടും ജോലി തുടങ്ങുമ്പോൾ അതുപോലെ പെയിൻ വരും. ആ മസിൽസിന് സപ്പോർട്ട് ഇല്ലാതെ വീണ്ടും ഒരു 2 വീക്സ് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റെക്കറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. മെഡിക്കൽ മാനേജ്മെന്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് ലോക്കൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് അറ്റ് ദിസ് ഏരിയ. അതിന്റെ ഒരു കോമൺ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോക്കൽ സ്റ്റിറോയിഡ് കൊടുക്കുന്ന സ്കിന്നിലേക്ക് പോയാൽ ഒരു വൈറ്റ് പാച്ച് ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓൾവേസ് അഡ്വൈസ് പേഷ്യൻസ് എവിടെ ചാൻസ് ഫോർ വൈറ്റ് പാച്ച്. അതായത് വിറ്റിൽ പാച്ച് പോലെ വരും. അത് ഓൾമോസ്റ്റ് ചിലർക്ക് മാറത്തില്ല, പെർമനന്റ് ആണ്. പേഷ്യൻസിന് ശരിക്കും കോസ്മെറ്റിക് നല്ല പ്രശ്നമുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മളിത് കൊടുക്കുന്നതിന് മുമ്പ് എപ്പോഴും പേഷ്യൻസിനോട് അത് അഡ്വൈസ് ചെയ്തിട്ട് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിലും കൊടുക്കാവുള്ളൂ. നെക്സ്റ്റ് തിങ് ഇസ് ഡിക്കർവൻസ് സ്റ്റീനോസൈനോവിറ്റിസ്. ഫസ്റ്റ് എക്സ്റ്റൻസർ കമ്പാർട്ട്മെന്റ് ടെൻഡൻ, അതായത് അബ്ഡക്ടർ പോളിസിസ് ലോങ്ങസ് എക്സ്റ്റൻസർ പോളിസിസ് ബ്രെവിസ് ടെൻഡന്റെ ഫ്രണ്ടിലുള്ള എക്സ്റ്റൻസർ റെറ്റിനാക്കുലർ തന്നെ അവിടെ തിക്കനിങ് വരുന്നത്. നമ്മുടെ റേഡിയൽ സൈഡിലൂടെ വാൽപ്പേറ്റ് ചെയ്യുക. അതിനോട് ജസ്റ്റ് ഒരു 2 സെന്റിമീറ്റർ പ്രോക്സിമൽ ആയിട്ടായിരിക്കും യൂഷ്വലി നമുക്ക് തിക്കനിങ് കിട്ടുന്നത്. അത് പേഷ്യന്റിന് കുറ്റി തുറക്കുക, അടപ്പ് തുറക്കുക, അതുപോലത്തെ കണ്ടീഷൻസിലൊക്കെ ആയിരിക്കും കൂടുതൽ വേദന വരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിംഗർസ്റ്റീൻ ടെസ്റ്റ്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പേഷ്യന്റെ കൈ പിടിച്ച് അൺഡിവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ വരും. ഇതാണ് ഡിക്കർവൻസ് സ്റ്റീനോസൈനോവിറ്റിസ്. ഇതൊക്കെ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ്. പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. നമുക്ക് പേഷ്യൻസിന് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ വേദനയും ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓർത്തോപീഡീഷ്യൻസ് കുറേ സംഭവങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത് ഇത് വെച്ചിട്ടാണെന്ന് വേണമെങ്കിലും പറയാം. അപ്പം അതിൻ്റെ ഒരു നോർമൽ വാല്യൂ 30 to 100 നാനോഗ്രാം പെർ ml ആണ്. അല്ലെങ്കിൽ ചില ലാബിലൊക്കെ നാനോ മോൾസ് പെർ ലിറ്ററിലാണ് പറയുന്നത്. 75 to 150 ആണ്. ഒരു അപ്രോക്സിമേറ്റ് 30 to 100, ചിലരൊക്കെ 30 to 60, 30 to 70 പറയും. പക്ഷേ നോർമലി 30 to 100 എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്താൽ മതി. പിന്നെ അതിന് ഡെഫിഷ്യൻസി 20 to 30 ഇൻസഫിഷ്യൻസി, 10 to 20 ഡെഫിഷ്യൻസി, ലെസ് ദാൻ 10 സിവിയർ ഡെഫിഷ്യൻസി എന്ന് പറയും. എന്നാലും അവർ ടാർഗറ്റ് വാല്യൂ ആക്ച്വലി നമ്മൾ ഓർത്തോപീഡീഷ്യൻസ് അഡ്വൈസ് ചെയ്യുന്നത് എബവ് 50 കീപ്പ് ചെയ്യാനാണ് എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്. ലെസ് ദാൻ 30 ഡെഫിനറ്റ്ലി നീഡ്സ് മാനേജ്മെന്റ്. ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന മാനേജ്മെന്റ് എല്ലാവരും വൈറ്റമിൻ ഡി കൊടുക്കുക അല്ലേ, 60,000 യൂണിറ്റ്സ് വൺസ് വീക്ക്ലി. എത്ര കാലം കൊടുക്കും എന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഒരു യൂഷ്വലി നമ്മൾ സ്റ്റാൻഡേർഡ് ഡോമായിട്ട് കൊടുക്കുന്നത് ഗീവ് വൈറ്റമിൻ ഡി 60,000 യൂണിറ്റ്സ് അറ്റ്ലീസ്റ്റ് ഫോർ 8 വീക്സ്. അതായത് 30 കുറവുള്ള എല്ലാ പേഷ്യൻസിനും മിനിമം 8 ഡോസസ് എങ്കിലും കൊടുക്കുക. അപ്പോൾ 4 ഡോസസിലൊന്നും നിർത്തരുത്.
ആ 8 ഡോസസിന് ശേഷവും പിന്നീട് നെക്സ്റ്റ് 4 months വൺസ് മന്ത്ലി ഒരു 60,000 യൂണിറ്റ്സ് 4 months കൂടെ കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഓവർ 6 months ഒരു 12 ഡോസസ് എങ്കിലും കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ വൈറ്റമിൻ ഡി എന്തിനാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിനുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് കാൽഷ്യം യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടാണ്. അപ്പം ബ്ലഡിലെ കാൽഷ്യം ലെവൽസ് നോർമൽ ആണെങ്കിലും അലോങ് വിത്ത് വൈറ്റമിൻ ഡി അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 months ഡെയിലി കാൽഷ്യം വിത്ത് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കൂടെ കൊടുത്താലേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി കൊടുക്കുന്നതിന്റെ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ യൂഷ്വലി കണ്ടിട്ടുള്ളത് വൈറ്റമിൻ ഡി എല്ലാവരും കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും, പക്ഷേ കാൽഷ്യം കൂടെ കൊടുക്കാറില്ല. പക്ഷേ വൈറ്റമിൻ ഡിയുടെ കൂടെ കാൽഷ്യം കൂടെ കൊടുത്താലേ ശരിക്കും പേഷ്യൻസിന് കുറേ കൂടെ സിംറ്റമാറ്റിക് റിലീഫ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ദീസ് ആർ കോമൺ ഫുഡ്സ് റിച്ച് ഇൻ വൈറ്റമിൻ ഡി. ഇപ്പോൾ വെജിറ്റേറിയൻസിന് ആക്ച്വലി കുറച്ച് ശോകമാണ്. നമുക്ക് വെജിറ്റേറിയൻ ഫുഡിൽ വൈറ്റമിൻ ഡി കിട്ടുന്നത് വളരെ കുറവാണ്. കുറച്ച് യോഗർട്ട്, പനീർ, ചീസ് അതുപോലത്തെ. പിന്നെ ഫോർട്ടിഫൈഡ് നമുക്കിപ്പം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇല്ലാത്ത വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ഫുഡ്സ് ഒക്കെ ചിലർക്ക് അവൈലബിൾ ആണ്. അതർവൈസ് കോമൺലി ഉള്ളത് നമ്മുടെ കടൽ മത്സ്യങ്ങളാണ്. നമ്മുടെ ചെറിയ മീനൊക്കെ ഉണ്ടല്ലോ, മത്തി അതുപോലത്തെ മീനിനൊക്കെ അത്യാവശ്യം വൈറ്റമിൻ ഡി ഉള്ളതാണ്. ഓയിൽ റിച്ച് ആയിട്ടുള്ള കടൽ മത്സ്യങ്ങളിലാണ് കൂടുതൽ. റെഡ് മീറ്റിലുണ്ട്, എഗ് യോക്കിലുണ്ട്, പക്ഷെ അതിനകത്തൊക്കെ കുറച്ച് കുറവാണ്. ലിവറിൻ്റെ അകത്ത് വൈറ്റമിൻ ഡി ഉള്ളതാണ്. അപ്പം മെയിനായിട്ട് ഫിഷാണ് വൈറ്റമിൻ ഡി ഉള്ളത്. നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നില്ലാന്നും പറയും. നമുക്ക് ഡെയിലി റിക്വയർമെന്റ് ആക്ച്വലി 800 to 1200 യൂണിറ്റ്സ് ആണ് അഡൽസിന് പറയുന്നത്. നമ്മൾ നല്ലപോലെ വെയിൽ കൊണ്ടാലും ഏകദേശം ഒരു 400 യൂണിറ്റ്സ് വൈറ്റമിൻ ഡി നമ്മുടെ സ്കിന്നിൽ പ്രൊഡക്ഷൻ ഉണ്ടാകത്തുള്ളൂ. ബാക്കി നമുക്ക് ഡയറ്റിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പം പിന്നെ എല്ലാവരും പണ്ട് പറയുന്നതാണ് വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് നമ്മുടെ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്ങിലുള്ള സൂര്യപ്രകാശം. പക്ഷെ അതിൽ കാര്യമില്ല. നമ്മളിപ്പോൾ പറയുന്നത് തന്നെ സൂര്യപ്രകാശം നല്ലതുപോലെ കൊള്ളണം. അറ്റ്ലീസ്റ്റ് ഒരു 30 minutes എ ഡേ എന്നുള്ളത് ഫുൾ അത്യാവശ്യം എക്സ്പോഷറുള്ള സൂര്യപ്രകാശം കിട്ടണം. അതും ബിറ്റ്വീൻ ഒരു 9:30 അതൊരു 1 o'clock വരെയുള്ള ആ ഒരു സമയത്ത്. അതായത് ഏർലി മോർണിംഗ് കൊണ്ടിട്ട് കാര്യമില്ല. കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് കുറച്ച് സമയത്ത് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് ഈ ഡേ ടൈമിലുള്ളതാണ്. ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്ങുള്ള സൺ എക്സ്പോഷർ അല്ല. ഇത്രയാണ് ബേസിക് ഒ പി മാനേജ്മെന്റ്. നമുക്ക് ഒത്തിരി സമയമായി. ഓക്കെ, ഞാൻ ബേസിക് മാനേജ്മെന്റിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പോളിട്രോമ. നമ്മൾ ട്രോമ ഇപ്പോഴും കാഷ്വാലിറ്റിയിൽ കാണുന്നതാണ്. പോളിട്രോമയുടെ ഡെഫിനേഷനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. 2 major system injury or 1 limb injury. അപ്പം അത് നമുക്ക് എല്ലാവർക്കും ഈ ലെവലിലാണ്. എന്താണ് പോളിട്രോമ എന്നുള്ളത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് നോ അബൌട്ട് ദിസ് മാൻ ജെയിംസ് സ്റ്റൈനർ MD. ഹി വാസ് എൻ ഓർത്തോപീഡീഷ്യൻ. പുള്ളിക്കാരൻ 1976 ഹി വാസ് ഓൾസോ എ പൈലറ്റ്. പുള്ളിക്കാരൻ പിള്ളേരെ ഫാമിലിയിൽ 4 മക്കളുണ്ടായിരുന്നു. വൈഫും ഭാര്യയൊക്കെ പിള്ളേരും ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് പുള്ളിയുടെ പ്ലെയിൻ US വെച്ച് ക്രാഷ് ചെയ്തു. ആ ഒരു ചെറിയ പ്ലെയിൻ ആയിരുന്നു. പുള്ളീനെയും മക്കളെയും അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ US എത്തിച്ചു. ഇറ്റ് വാസ് ഇൻ 1976. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹിംസെൽഫ് ബീങ് എ ഡോക്ടർ ഹി വാസ് ഷോക്ക്ഡ് അബൌട്ട് ഹൗ ഇഗ്നോറൻറ്റ് ദ എമർജൻസി ഡോക്ടർ വാസ് റിഗാർഡിങ് ഹൗ ടു മാനേജ് ട്രോമ. പുള്ളിയുടെ മക്കൾ മരിക്കുകയും ചെയ്തു. 3 കുട്ടികൾ മരിച്ചു. അപ്പം അതിൻ്റെ ഒരു സങ്കടത്തിൽ ഇനി ആർക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ജെയിംസ് സ്റ്റൈനർ ആണ് ആക്ച്വലി അഡ്വാൻസ് ട്രോമ ലൈഫ് സപ്പോർട്ട് ഒരു ബേസിക് പ്രോട്ടോകോൾ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് അത് ഏറ്റെടുത്ത് അത് ഡെവലപ്പ് ചെയ്തു. അപ്പം അതിനകത്ത് ബേസിക് ഇൻക്ലൂഷൻസ് ഇത്രയാണ്: പ്രൈമറി സർവേ, റെസസിറ്റേഷൻ, സെക്കൻഡറി സർവേ ആൻഡ് ഡെഫിനിറ്റീവ് കെയർ. ഇപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. പ്രൈമറി സർവേയിൽ ABCDE, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി ഇവാലുവേഷൻ, എക്സ്പോഷർ. എക്സ്പോഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾവേസ് അണ്ടർസ് ദ പേഷ്യൻ ഇൻ ട്രോമ വെൻ ദ പേഷ്യൻ കംസ് ടു കാഷ്വാലിറ്റി. പ്രൈമറി സർവേയിൽ നമ്മൾ നോക്കേണ്ട ലൈഫ് ത്രെട്ടനിങ് കുറച്ച് ഇഞ്ചുറീസ്: എയർവേ ഒബ്സ്ട്രക്ഷൻ, ടെൻഷൻ ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, ഓപ്പൺ തൊറാസിക് ഫ്ലെയിൽ ചെസ്റ്റ്, കാർഡിയാക് ടാമ്പനോയിഡ്, മാസീവ് ഇന്റേണൽ ഹെമറേജ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി നീഡ്, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ടെർഷ്യറി സെന്റർ ആണെങ്കിൽ സ്റ്റെബിലൈസ് ദ പേഷ്യൻ ആൻഡ് ഡു എമർജൻസി റെഫറൽ. എയർവേ കൺട്രോൾ, നമുക്ക് സെർവിക്കൽ സ്പാൻ കൺട്രോൾ ചെയ്യാൻ ഈസിലി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫിലഡൽഫിയ കോളറാണ്. ആക്ച്വലി നമ്മുടെ എല്ലാവരുടെയും കാഷ്വാലിറ്റിയിൽ ഫിലഡൽഫിയ കോളർ അവൈലബിൾ ആക്കി വെക്കണം. അപ്പം നമ്മൾ പേഷ്യനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ സെർവിക്കൽ സ്പൈൻ ഒരു സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹെഡ് എൻഡിൽ നിന്നിട്ട് ഗീവ് എ ലീനിയർ ട്രാക്ഷൻ ടു ദ സെർവിക്കൽ സ്പൈൻ. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രാക്ഷൻ ഇല്ലാതെ ഇപ്പോൾ സെർവിക്കൽ സ്പൈനിന് ഇഞ്ചുറി ഉള്ള പേഷ്യൻ നമ്മൾ ഈ ഒരു ട്രാക്ഷൻ കൊടുക്കാതെ ഷിഫ്റ്റ് ചെയ്താൽ ദിസ് ക്യാൻ കോസ് മോർ ഇഞ്ചുറീസ്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അതിനകത്ത്. ബാക്കി ഫോറിൻ ബോഡി അതുപോലെ സംഭവങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഇപ്പോൾ പറയുന്നില്ല. സംസാരിക്കാവുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ എയർവേ ഓക്കെ ആണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഇതൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എയർവേ ഒബ്സ്ട്രക്ഷൻ. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഈ കംപ്ലീഷനാണ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഡിഫിക്കൽട്ട് എയർവേ ആണെന്നുണ്ടെങ്കിൽ ഇഫ് പോസിബിൾ ഇഫ് യു നോ ഇൻറ്റിവേഷൻ ഡു എൻഡോട്രക്കിയൽ ഇൻറ്റിവേഷൻ. നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു ട്രൈക്കോതാരോട്ടമിയൊക്കെ ബെഡ് സൈഡ് റോഡ് സൈഡ് വെച്ച് ചെയ്തത്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ ചില കമൻസിലൊക്കെ കാണുകയും ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് പേഷ്യൻ്റ് എക്സ്പയർഡ് ആഫ്റ്റർ സം ടൈം. അപ്പം നമ്മൾ ഹീറോയിക് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് സേഫ്. ഡു വാട്ട് യു ക്യാൻ ഇൻ എ പ്രോപ്പർ വേ. പിന്നെ ബ്രീത്തിങ് അസസ് ചെയ്യുക, അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. അസസ് സർക്കുലേഷൻ. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം IV ലൈനിൻ്റെ സംഭവമാണ്. IV ലൈൻ ഈ ഇടയ്ക്കൂടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ ട്രോമ പേഷ്യൻസിന് യെല്ലോ ക്യാനിലൊക്കെ ഇട്ട് വരുന്ന പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ വാർഡിൽ റൗണ്ട്സ് എടുക്കാൻ ചെല്ലുമ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്ന് യെല്ലോ ക്യാനിലിട്ട്
മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ അതിന്റെ ഫ്ലോ റേറ്റ് ജസ്റ്റ് നോക്കിയാൽ മതി. അതായത് 16 ഗേജ് ആണ് ATLS പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ കാഷ്വാലിറ്റിയിൽ പേഷ്യൻ്റ് ആണ് 2 ഗ്രേ ലൈൻസ് ഇഫ് പോസിബിൾ. അതിന്റെ ഇമ്പോർട്ടൻസ് ഈ ഫ്ലോ റേറ്റ് കണ്ടാൽ മനസ്സിലാവുക. നമ്മൾ ഒരു മിനിറ്റിൽ ആ ക്യാനിലേക്കൂടെ കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ആണ്. അതായത് 16 ഗേജിൽ വി ക്യാൻ ഗീവ് 180 ml ഓഫ് ഫ്ലൂയിഡ്സ് ത്രൂ ദാറ്റ് ക്യാനില. ആ 16 ഗേജ് ജസ്റ്റ് അതായത് ഗ്രേ ക്യാനിലെ മറ്റേ ഗ്രീൻ ക്യാനിലെ ആക്കുമ്പം അത് 180 എന്നുള്ളത് 90 ml ഫ്ലൂയിഡ് നമുക്ക് ആ ക്യാനിലേക്കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. യെല്ലോ ഒക്കെ ആകുമ്പോൾ കണ്ടോ 20 ml ഫ്ലൂയിഡ് മാക്സിമം നമുക്ക് ഒരു മിനിറ്റിൽ കൊടുക്കാൻ പറ്റുന്ന പേഷ്യൻസിന്. അപ്പം ട്രോമ പേഷ്യൻസ് അതുപോലെ കാഷ്വാലിറ്റി പേഷ്യൻസിന് ഐഡിയലി ഗ്രീനിന് താഴത്തേക്കുള്ള ക്യാനില ഇടാൻ നമ്മുടെ സ്റ്റാഫിനോട് പറയരുത്. അതൊരു സ്ട്രിക്ട് പ്രോട്ടോകോളായിട്ട് വെക്കുക. ഗ്രേ ഇടാൻ പറ്റാൻ എല്ലാവർക്കും പാടായിരിക്കും ചിലപ്പം ട്രെയിൻഡ് സ്റ്റാഫ് അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗ്രീൻ ക്യാനിലെങ്കിലും ട്രോമ ആയിട്ട് കാഷ്വാലിറ്റി വരുന്ന പേഷ്യൻസിന് മസ്റ്റായിട്ട് ഇടാനായിട്ട് എല്ലാവരും ഡയറക്റ്റ് ചെയ്യുക നമ്മുടെ സ്റ്റാഫിനെ. പിന്നെ സർക്കുലേഷൻ അസസ് ചെയ്യുക, പൾസ്, ബി പോലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. ജസ്റ്റ് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ട്രോമയിൽ എ ക്ലോസ്ഡ് ഫെമറൽ ഷാഫ്റ്റ് ഫ്രാക്ചർ ക്യാൻ ഹാവ് 1 to 1.5 liters ഓഫ് ബ്ലഡ് ലോസ്. നമുക്ക് ടോട്ടൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് എന്ന് പറഞ്ഞാൽ 5-5.5 ലിറ്ററേ ഉള്ളൂ. അതിൽ 20% എടുത്ത് പോകും. അതിൻ്റെ കൂടുതൽ ഓപ്പൺ ആണെങ്കിൽ ക്യാൻ ഹാവ് അഡീഷണൽ 0.5 liters. പെൽവിക് റിംഗ് ഫ്രാക്ചേഴ്സിൽ യു ക്യാൻ ഹാവ് 2 to 3 liters ഓഫ് ബ്ലഡ് ലോസ്. ഓപ്പൺ അല്ല, അകത്ത് സംഭവിക്കുന്നതാണ്. പിന്നെ ഇന്റർ അബ്ഡോമിനൽ ഹെമറേജിന് 2 to 3 liters, hemothoraxil 1 to 2 liters. So this much amount of blood is being lost from the vascular compartment. റീപ്ലേസ്മെന്റ് ബേസിക്കലി ഇനിഷ്യലി എപ്പോഴും ക്രിസ്റ്റലോയിഡ്സ് തന്നെയാണ്. കൊളോയിഡ്സ് നമ്മൾ യൂഷ്വലി അത്ര അഡ്വൈസ് ചെയ്യാറില്ല. ബാലൻസ് ഓർ സൊല്യൂഷൻ നോർമലി നമ്മൾ എൻഡസ് തന്നെയാണ് അഡ്വൈസ് ചെയ്യുന്നത്. നമ്മൾ റൂൾ ഓഫ് പറയുന്നത് 3 units ഓഫ് ക്രിസ്റ്റലോയിഡ്സ് ഫോർ എവറി യൂണിറ്റ് ഓഫ് ബ്ലഡ് ലോസ്റ്റ് ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 pint ഫ്ലൂയിഡ് അല്ലെ 1 liter ഫ്ലൂയിഡ് എങ്കിലും ഒരു ബോളസ് ആയിട്ട് കൊടുക്കുക. അഡൽട്ടിൽ 1 to 2 liters ഓഫ് ബോളസ്, ചിൽഡ്രനിലാണെങ്കിൽ 20 ml per kilogram ബോളസ് ആയിട്ട് ട്രോമയിൽ വരുന്ന കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാം. 2 liter ഓഫ് ക്രിസ്റ്റലോയിഡ്സ്, അതായത് 4 pints ഓഫ് ഫ്ലൂയിഡ്സ് വന്നിട്ട് ഹീമോഡൈനാമിക് സ്റ്റെബിലിറ്റി വന്നില്ല എന്നുണ്ടെങ്കിൽ ഐഡിയൽ റീപ്ലേസ്മെന്റ്, ബെസ്റ്റ് റീപ്ലേസ്മെന്റ് സൊല്യൂഷൻ ഇസ് ബ്ലഡ് തന്നെ, ട്രാൻസ്ഫ്യൂഷൻ ഇഫ് ഇറ്റ് ഇസ് അവൈലബിൾ. പിന്നെ സൈനസ് ഇവാലുവേറ്റ് ചെയ്യുക. നമുക്ക് ABPU സിനോണിം ഉണ്ട്. കോമൺലി നമ്മൾ ഗ്ലാസ്ഗോ കോമ സ്കെയിലാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രോപ്പർലി അസസ് ചെയ്യുക ആൻഡ് ഡു പ്രോപ്പർ മാനേജ്മെന്റ്. ദീസ് ആർ ദി സൈൻസ് ഓഫ് സെവിയർ ഹെഡ് ഇഞ്ചുറി. അൺഈക്വൽ പ്യൂപ്പിൾസ്, പിന്നെ ഡിപ്രസ്ഡ് സ്കാൾ ഫ്രാക്ചേഴ്സ്, അൺഈക്വൽ മോട്ടോർ എക്സാമിനേഷൻ എല്ലാം സൈൻസ് ഓഫ് സിവിയർ ഹെഡ് ഇഞ്ചുറി വിച്ച് വാറൻസ് ഇമ്മീഡിയറ്റ് കെയർ. ആൻഡ് ഫൈനലി എക്സ്പോഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കാര്യത്തിൽ കേട്ടോ. പിന്നെ ഉള്ളത് അഡ്ജുവന്റ് ടു പ്രൈമറി സർവേ, ട്രോമ സീരീസ് എക്സ്റേസ്. നമ്മൾ ട്രോമ സീരീസ് എക്സ്റേ ബേസിക് പറയുന്ന സംഭവം സർവൈക്കൽ സ്പൈൻ ലാറ്ററൽ, AP വേണം നിർബന്ധമില്ല. എപ്പോഴും സർവൈക്കൽ സ്പൈൻ ലാറ്ററൽ വശം വേണം, AP മാത്രം എടുത്തിട്ട് കാര്യം ഇല്ല. യു നീഡ് ലാറ്ററൽ എക്സ്റേ. പെൽവിസ് ഫാസ്റ്റ് ഇസ് അവൈലബിൾ ഇൻ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഇസ് വെൽ. ഒരു റീഡിംഗ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പം ഇതാണ് നമ്മുടെ നോർമൽ സർവൈക്കൽ സ്പൈൻ എക്സ്റേ. ഇതിനകത്ത് നമ്മൾ ദിസ് ഇസ് C1, C2, C3, C4, C5, C6, C7. അപ്പം C7 വരെ, C7 T1 ജംഗ്ഷൻ വരെ വിഷ്വലൈസ് ചെയ്തിരിക്കണം സർവൈക്കൽ സ്പൈൻ എക്സ്റേ ട്രോമയിൽ നമ്മൾ എടുത്തിരിക്കുമ്പോൾ. ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ പുൾ ഡൗൺ വ്യൂ, അതായത് പേഷ്യൻസിന് 2 കൈ താഴത്തേക്ക് വലിച്ചു പിടിച്ചിട്ട് ലാറ്ററൽ വ്യൂ എടുക്കുക. നമ്മൾ ഷോൾഡർ ഓവർലാപ്പ് ചെയ്താൽ ചിലപ്പം നമ്മൾ ഈ ഒരു ലെവലിലൊക്കെ ആയിരിക്കും ഷോൾഡർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഇഞ്ചുറീസ് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ട്രോമയിൽ വിത്തൗട്ട് സീയിങ് ദ C7 T1 ജംഗ്ഷൻ ആ എക്സ്റേ കംപ്ലീറ്റ് അല്ല. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട സംഭവം ഒബ്വിയസ് ഫ്രാക്ചേഴ്സ് ഡിസ്ലൊക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാം. അപ്പം ബേസിക് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രീ വെർട്ടിബിൾ സോഫ്റ്റ് ടിഷ്യൂ ഷാഡോ. ഈ കാണുന്ന ലൈൻ കണ്ടോ, ദിസ് ഈസ് എ പ്രീ വെർട്ടിബിൾ സോഫ്റ്റ് ടിഷ്യൂ ഷാഡോ. ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഇത് നമ്മുടെ ട്രക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വെർട്ടിബ്രയ്ക്കും ഈ ട്രക്കിക്കും ഇടയ്ക്കുള്ള പ്രീ വെർട്ടിബിൾ സോഫ്റ്റ് ടിഷ്യൂ ഷാഡോ വൈഡനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമുക്ക് ഓരോ ലെവലിലും ഇത്ര മില്ലിമീറ്റേഴ്സ് ഉണ്ടെന്നുണ്ട്, അത് ഓർത്തിരിക്കാൻ ഭയങ്കര പാടാണ്. ഈസി ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പറയാം. അപ് ടു C4 ലെവല് നമ്മുടെ ഈ വെർട്ടിബ്രൽ ബോഡിയുടെ വിഡ്ത്ത് നോക്കുക. ഈ വെർട്ടിബ്രൽ ബോഡിയുടെ വിഡ്ത്തിന്റെ ഹാഫ്, ഈ ഹാഫ് വിഡ്ത്തിനേക്കാൾ കൂടുതൽ ഈ സോഫ്റ്റ് ടിഷ്യൂ ഷാഡോ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അബ്നോർമൽ. ഈ C5 താഴത്തോട്ട് വെർട്ടിബ്രൽ ബോഡിയുടെ ടോട്ടൽ വിഡ്ത്ത്, ഈ വിഡ്ത്തിനേക്കാൾ കൂടുതൽ ഈ ഷാഡോയുടെ വിട്ട് കണ്ടോ, അതിനേക്കാൾ കൂടുതലായിട്ട് ഈ വെർട്ടിബ്രൽ ബോഡിയുടെ വിട്ടിനേക്കാൾ കൂടുതലായിട്ട് ഈ ഷാഡോ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അബ്നോർമൽ. അതായത് ബ്ലീഡിങ് അതുപോലത്തെ സാധനങ്ങൾ വരുമ്പോഴേക്കും ഈ ഷാഡോ വൈഡ് ഉണ്ടാവും. ജസ്റ്റ് ഷോ ആൻ എക്സാമ്പിൾ, സി ദിസ് കേസ്. അതിന്റെ വാല്യൂസ് ഇതാണ്, ലെസ് ദാൻ 7 millimeter ഫ്രം C2 to C4. നമുക്ക് ഇപ്പോഴത്തേനകത്ത് നമുക്ക് പാക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ മെഷർ ചെയ്യാൻ പാടാം. പക്ഷേ യു ക്യാൻ ഒബ്വിയസ്ലി മേക്ക് ഔട്ട് ദിസ് ദർ ഇസ് ഒബ്വിയസ് സോഫ്റ്റ് ടിഷ്യൂ ഷാഡോ വൈഡ്ലി ഹിയർ. എക്സ്റേ നോക്കിയാൽ നമുക്ക് ഫ്രാക്ചർ ഒന്നും കാണത്തില്ല, ചിലപ്പം ഡിസ്ലൊക്കേറ്റ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് ലിഗമെന്റസ് ഇഞ്ചുറീസ് ഒക്കെ നമുക്ക് MRI ഐഡന്റിഫൈ ആവുള്ളൂ. ബട്ട് ഇഫ് യു സീ എ സോഫ്റ്റ് ടിഷ്യൂ ഷാഡോ വൈഡനിങ് ആഫ്റ്റർ ട്രോമ, ഇപ്പോൾ പ്രീവെർട്ടിബ്രൽ നമുക്ക് ഇൻഫെക്ഷൻസ് റിട്രോഫാരിഞ്ചൽ ആക്സിസിലൊക്കെ വരാം. പക്ഷേ ട്രോമയിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ വെരി സീരിയസ് ഇഞ്ചുറി, സർവൈക്കൽ സ്പൈൻ ഇഞ്ചുറി ആണ്. യു ഷുഡ് ഇമ്മീഡിയറ്റ്ലി ഇമ്മൊബിലൈസ് ദ പേഷ്യന്റ് വിത്ത് ഫിലാഡൽഫിയ കോളർ. അതർവൈസ് പേഷ്യന്റ് ക്യാൻ ഡെവലപ്പ് എ ക്വാഡ്രിപ്ലീജിയ. അപ്പോൾ ഈ കാര്യം എല്ലാവരും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ദിസ് ഈസ് യുവർ നോർമൽ പ്രീവെർട്ടിബിൾ സോഫ്റ്റ് ടിഷ്യൂ ഷാഡോ. അതിന്റെ വൈഡനിങ് ഉള്ളതാണ്.
ഇപ്പോൾ ഫ്രാക്ചറും ഡിസ്ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ലുക്ക് ഫോർ ദി സോഫ്റ്റ് ടിഷ്യൂ ഷാഡോ വൈഡനിങ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ട്രോമ. അതിന്റെ വാല്യൂ ഇതാണ്. C5 താഴെ 22 mm എന്നൊക്കെ പറയും. ഓരോ ലെവലിൽ വ്യത്യാസമുണ്ട്. അത് വാല്യൂ ഒന്നും ഓർത്തിരിക്കേണ്ട. C5 തൊട്ട് താഴത്തേക്ക് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ഓഫ് ദിസ് വെർട്ടിബ്രൽ ബോഡി ഉണ്ടെങ്കിൽ അബ്നോർമൽ. C4 തൊട്ട് മുകളിലേക്ക് ഗ്രേറ്റർ ദാൻ ഹാഫ് ദി വിഡ്ത്ത് ഓഫ് ദ കറസ്പോണ്ടിങ് വെർട്ടിബ്രൽ ബോഡിനേക്കാൾ കൂടുതൽ ഈ വിഡ്ത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് അബ്നോർമൽ. അതെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ട്രോമയിലെ സെക്കൻഡറി സർവേ യൂസ് ഫോർ അലർജി, അതൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. പിന്നെ ഓർത്തോപീഡിക് കേസസ് വരുമ്പോൾ നമുക്ക് ദ റൂൾ ഓഫ് 2, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾവേസ് ടേക്ക് 2 വ്യൂസ്. പിന്നെ 1 ജോയിന്റ് അബോ 1 ജോയിന്റ് ബിലോ എക്സ്റേ എടുക്കുക. 2 സമയത്ത് എക്സ്റേ എടുക്കുക. ഇൻ സ്കഫോയിഡ് ഫ്രാക്ചേഴ്സ് ചിലപ്പം ഇനീഷ്യലി നമുക്ക് എക്സ്റേയിൽ ഫ്രാക്ചർ കാണുന്ന നിർബന്ധമില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് എടുക്കുന്ന എക്സ്റേ ആയിരിക്കും ചിലപ്പോൾ ഫ്രാക്ചറിൽ വിസിബിൾ ആവുന്നത്. ദാറ്റ് ഇസ് യുവർ 2 ഒക്കേഷൻസ്. പിന്നെ 2 സൈഡ്സ്. പീഡിയാട്രിക് നമുക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ എടുത്തിട്ട് കിട്ടുന്നില്ല, യു ക്യാൻ ഓൾവേസ് ടേക്ക് ദ എക്സ്റേ ഫർദർ സൈഡ് ടു കമ്പയർ. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള സംഭവമാണ്. പീഡിയാട്രിക്സ് ഒത്തിരി ഫൈസസും എപ്പിഫൈസസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഫ്രാക്ചർ ആണോ എന്താണെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ പേരൻസിനോട് പറഞ്ഞിട്ട് അവരോട് സ്പെസിഫിക്കലി പറയണം. അല്ലെങ്കിൽ അവർ വിചാരിക്കും എന്തിനാണ് അബ്നോർമൽ സൈഡിലെ അല്ലാതെ നോർമൽ സൈഡിൽ എക്സ്റേ എടുത്തതിനൊക്കെ അവരോട് ചോദിക്കും. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി 2 സൈഡിൽ എക്സ്റേ എടുപ്പിക്കുക. ഈവൻ ഓർത്തോപീഡീഷ്യൻസ് ഞങ്ങളത് ചെയ്യുന്നതാണ്. പിന്നെ 2 അബ്നോർമാലിറ്റീസ് 2 ഒപ്പീനിയൻ. സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിന് പ്രശ്നമില്ല. ഈ 2 അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും മിസ്ഡ് ഇഞ്ചുറീസ് വരാം. ഒരു ഇഞ്ചുറി ഉള്ള പേഷ്യനെ നമ്മളൊരു മെയിൻ പെയിൻ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഇഞ്ചുറീസ് മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് 2 അബ്നോർമാലിറ്റീസ് ആണ്. ഒരു ഫ്രാക്ചർ ഉള്ള പേഷ്യന് ചിലപ്പം വേറെ കാണാം. കോമൺലി കാണുന്നത് നമ്മൾ പേഷ്യന്റ് ഉരുണ്ട് വീണു, എൽഡർലി പേഷ്യന്റ് നെക്ക് ഓഫ് ഫിമർ അല്ലെങ്കിൽ ട്രോമ, നമ്മൾ ട്രൊക്കാൻഡർ ഫ്രാക്ചർ വന്നു, പേഷ്യന്റ് വീണ കൊടുത്ത് കൈ കുത്തിയിട്ടുണ്ടാവും, ഡിസ്റ്റലൈറ്റിസ് ഫ്രാക്ചർ ഉണ്ടാവും, നമുക്ക് മിസ്സാവും. അപ്പം രണ്ടാമത്തെ ഒരു ഇഞ്ചുറി മിസ്സാവരിക. അപ്പോൾ റൂൾ ഓഫ് 2 എല്ലാവരും ഓർത്തിരിക്കുക. ഓൾവേസ് ടേക്ക് 2 വ്യൂസ്. ബേസിക് എക്സ്റേ ഏതാ എടുക്കണമെന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഓർത്തോപെഡിക്സിൽ ഫോർ മോസ്റ്റ് ഏരിയാസ് എല്ലാത്തിനും നമ്മൾ AP ലാറ്ററൽ, ഇപ്പോൾ ഫിമർ ആണെങ്കിലും ടിബി ആണെങ്കിലും നീ, എൽബോ, സെർവിക്കൽ സ്പൈൻ എല്ലാത്തിനും ഈ ടേക്ക് AP ആൻഡ് ലാറ്ററൽ വ്യൂസ്. വളരെ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. ഫോർ ഹാൻഡ് ആൻഡ് ഫുട്ട് യു ക്യാൻ ഗീവ് AP ആൻഡ് ഒബ്ലിക് വ്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഷോൾഡർ AP ആൻഡ് ആക്സിലറി വ്യൂ. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് സ്കഫോയിഡിന് ഞാൻ വേറെ പറയാം. പിന്നെ ഉള്ളത് കാൽക്കേനിയതിനാണ്. വി ടേക്ക് AP ലാറ്ററൽ ആൻഡ് ആക്സിയൽ വ്യൂസ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ അറിഞ്ഞിരുന്ന ഓർത്തോയിൽ വേണ്ട ഓൾമോസ്റ്റ് എല്ലാ എക്സ്റേസുമായി. അപ്പോൾ ഹാൻഡ് ആൻഡ് ഫുട്ട് വരുമ്പോൾ നമ്മൾ AP ആൻഡ് ഒബ്ലിക് എടുക്കണം. ബാക്കി എല്ലാത്തിനും AP ലാറ്ററലാണ്. ഷോൾഡർ AP ആക്സിലറി ആണ്. കാൽക്കേനിയം AP ലാറ്ററൽ ആൻഡ് ആക്സിയൽ വ്യൂ എടുക്കുക. കാൽക്കേനിയൽ പിന്നെ ഇതായാലും മതി, കുഴപ്പമില്ല. പിന്നെ കോമൺ ഞാൻ ആ കണ്ടീഷൻസിലേക്ക് പോവുകയാണ്. കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കുറച്ച് സംഭവങ്ങൾ. ഡിസ്റ്റൽ റേഡിയസ് ഫ്രാക്ചറിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന 3 ടൈപ്പ് ഫ്രാക്ചർ. ഒന്ന് കോലീസ് ഫ്രാക്ചർ, നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് പറഞ്ഞാൽ വോളാർ ബാട്ടൻ ഫ്രാക്ചർ ആണ്. ഇറ്റ് ഇസ് അനദർ വേരിയന്റ്. പിന്നെ ഉള്ളത് സിയാഡർ എന്ന് പറയുന്നത് കമ്മ്യൂണേറ്റഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഡിസ്റ്റൽ റേഡിയസ് ഫ്രാക്ചർ. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ ഡിന്നർ ഫോർ ഡിഫോമിറ്റി എന്ന് പറയും. പേഷ്യന്റ് കൈകുത്തി വീണു, പേഷ്യന്റ് കൈ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം ഈ ഒരു ഭാഗത്തായിട്ട് എഡിമ ഇങ്ങനെ ഒരു ഫോർക്ക് പോലെ ഒരു ഡോസൽ ഡിഫോമിറ്റി പോലെ വരുന്നു. ദിസ് ഇസ് ദ എക്സ്റേ ഓഫ് ദ പേഷ്യന്റ്. അപ്പം ഇത് ഡിസ്റ്റൽ റേഡിയസിന്റെ ഇവിടെ ഫ്രാക്ചർ ലൈൻ കാണാം. റേഡിയൽ സ്റ്റൈലൂടെ നോർമലി അല്ലാത്ത സ്റ്റൈലോഡിനേക്കാളും 1.5 സെന്റിമീറ്റർ ഡിസ്റ്റലിൽ നിൽക്കേണ്ടതാണ്. പക്ഷേ അത് കംപ്രസ്ഡ് ആയി പോവും. ലാറ്ററൽ വ്യൂ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ ആർട്ടിക്കുലർ സർഫസ് ഓഫ് ഡിസ്റ്റൽ റേഡിയസ്. അത് ഡോസിൽ ചെരിഞ്ഞിരിക്കുക. നോർമലി ഈ സാധനം വോളാർ ചെരിക്കും. ഇതാണ് നമ്മുടെ തമ്പ്. അപ്പോൾ ഇതാണ് വോളാർ സൈഡ്, ദിസ് ഇസ് ഡോസൽ സൈഡ്. ഇത് നോർമലി വോളാർ ഇരിക്കേണ്ടതാണ്, അത് ഡോസിൽ പോയി. പിന്നെ ആർട്ടിക്കുലർ സൈഡ് നോക്കി ആക്ച്വലി ആർട്ടിക്കുലർ സർഫസ് കുഴപ്പമില്ല. ദിസ് ഇസ് ആൻ എക്സ്ട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ. അതുപോലെ തന്നെ നമ്മൾ കോലീസിന് ആക്ച്വലി വിളിക്കത്തുള്ളൂ. അതിനെ നമ്മൾ CMR ക്ലോസ്ഡ് മാനിപ്പുലേഷൻ റിഡക്ഷൻ ചെയ്ത് ക്ലാസ് ഇട്ടിട്ടുള്ള എക്സ്റേ ആണ്. അപ്പം റേഡിയൽ ഹൈറ്റ് ഒരു പരിധി വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഇതാണ് റേഡിയസിന്റെ ലാറ്ററൽ ആർട്ടിക്കുലർ സർഫസ്. ഈ ഒരു പൊസിഷനിൽ വരണം. ഓർത്തോപെഡീഷ്യൻസ് അല്ലാത്ത ആൾക്കാർ ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റർ ഇടാൻ നോക്കാതിരിക്കുക. ഇപ്പം ഇഷ്ടംപോലെ ഇഷ്യൂസ് വരുന്നുണ്ട്. ജസ്റ്റ് ഗീവ് എ സ്പ്ലിന്റ് ആൻഡ് റെഫർ ടു ആൻ ഓർത്തോ, അതായിരിക്കും നല്ലത്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പം ഇതിനകത്ത് വേറെ സംഭവം ഉള്ളത് ദിസ് ഇസ് എ വോളാർ ബാട്ടൻ ഫ്രാക്ചർ. അതായത് ഈ ഒരു ഇൻട്രാ ആർട്ടിക്കുലർ എക്സ്റ്റന്റ് ഉണ്ട്, ഒരു പകുതി വെച്ചിട്ട് ഇങ്ങനെ മുറിഞ്ഞു പോയി. അപ്പം നമ്മുടെ റിസ്റ്റ് ഉൾപ്പെടെ സബ്ലെക്സ്ഡ് ആയിട്ട് വോളാർ കിടക്കുവാണ്. ദിസ് കൈൻഡ് ഓഫ് ഫ്രാക്ചേഴ്സ് ഓൾമോസ്റ്റ് ഓൾവേസ് നീഡ് സർജറി. മറ്റേ നമ്മളാണെങ്കിൽ കൺസർവേറ്റീവ് ആണെങ്കിൽ ഇതുപോലത്തെ ഫ്രാക്ചേഴ്സ് മാനേജ് ചെയ്യാം. ദിസ് ഓൾമോസ്റ്റ് ഓൾവേസ് നീഡ് സർജറി. അതുപോലെ തന്നെയാണ് കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാം. ദിസ് നീഡ് സർജറി. പേഷ്യന്റ് റെഫർ ചെയ്യുമ്പോഴും അത് പറഞ്ഞു തന്നെ റെഫർ ചെയ്യുക. ഇത് നമുക്ക് സമയമില്ലാതെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പോകുന്നില്ല. ദിസ് ഇസ് എ സ്കഫോയിഡ് ഫ്രാക്ചർ. യു ക്യാൻ ഈസിലി ഐഡന്റിഫൈ ദിസ് അല്ലേ. അപ്പോൾ സ്കഫോയിഡ് ക്ലിനിക്കലിയാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. റേഡിയൽസിന്റെ ഭാഗത്തല്ലാതെ സ്കഫോയിഡ് ഫോസൽ ഈ ഏരിയയിൽ ടെൻഡനസ് ഉണ്ടെന്ന് ക്ലിനിക്കൽ എക്സാമിൻ ചെയ്യുക. പിന്നെ സ്കഫോയിഡിനായിട്ട് സ്പെസിഫിക്കലി നമ്മൾ ഒരു വ്യൂ ഉണ്ട്, അതായത് PA വ്യൂ എന്നുള്ള ഡിവിഷൻ സ്പെസിഫിക്കലി എഴുതണം. നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ AP ആൻഡ് ലാറ്ററലാണ് റിസ്റ്റിൽ എഴുതുന്നത്. ദിസ് ഈസ് യുവർ നോർമൽ AP വ്യൂ. ഈ കാണുന്നതാണ് നമ്മുടെ സ്കഫോയിഡ്. AP വ്യൂവിൻ്റെ അത് സ്കഫോയിഡ് കുറച്ച് ഫ്ലെക്സ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ സ്കഫോയിഡിന്റെ ഫുൾ പ്രൊഫൈൽ നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഇതിനെ നോക്കി ഈ കൈ അല്ല ഡിവൈറ്റ് ചെയ്തു, PA വ്യൂ എടുത്തു. PA വ്യൂ ഇങ്ങനെ എടുക്കുന്നത്, കൈ കമത്തി വെച്ചിട്ട് കാസറ്റ് താഴെ എക്സ്റേ മോഡിൽ നമ്മൾ PA വ്യൂ ഇൻ അല്ല ഡിവിഷൻ എഴുതി വിട്ടാൽ മതി. ഇഫ് യു ആർ സസ്പെക്ടിങ് സ്കഫോയിഡ്, അപ്പോഴേ നമ്മുടെ സ്കഫോയിഡിന്റെ ഈ കാണുന്ന പോലെ ഫുൾ പ്രൊഫൈൽ കിട്ടത്തുള്ളൂ. AP വ്യൂ ഇങ്ങനെ കിട്ടും. ഈ വേസ്റ്റ് ഇവിടെ ഓവർലാപ്പ് ഇരിക്കുന്നവരുടെ ഫ്രാക്ചർ നമുക്ക് മിസ്സാവും.
ഫുൾ സ്കഫോയിഡ് ആണെങ്കിൽ ഈ വ്യൂ വേണം. അപ്പോൾ യൂഷ്വലി സ്കഫോയിഡിന് 3 വ്യൂസ് എഴുതുക. ഒന്ന് പി എ വ്യൂ അല്ല ഡീവിയേഷൻ, 2 ഗീവ് എ ലാറ്ററൽ വ്യൂ, മൂന്നാമത്തെ നമ്മൾ എടുക്കുന്നത് പ്രൊനേഷൻ ഒബ്ലിക് വ്യൂ. ഇത് കണ്ടോ, ഇതാണ് പ്രൊനേഷൻ ഒബ്ലിക് വ്യൂ. ദിസ് ഇസ് യുവർ സ്കഫോയിഡ് ഇൻ ദിസ് വ്യൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫ്രാക്ചർ ഐഡന്റിഫൈ ചെയ്യാം. ബാക്കി വ്യൂസിലൊക്കെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ലാറ്ററൽ വ്യൂവിൽ സ്കഫോയിഡ് ഐഡന്റിഫൈ ഇച്ചിരി പാടാണ്. ഈ കാണുന്ന സാധനമാണ് നമ്മുടെ സ്കഫോയിഡ്. ദിസ് ഇസ് യുവർ ലൂണേറ്റ്. ഈ കാണുന്നതാണ് സ്കഫോയിഡ്. അപ്പം സ്കഫോയിഡിന്റെ ഡിസ്റ്റൽ ട്യൂബറോസിറ്റി ഫ്രാക്ചർ ഒക്കെ ഉണ്ടെങ്കിൽ ലാറ്ററൽ വ്യൂവിൽ നമുക്ക് കാണാം. അപ്പോൾ ഇക്കാര്യം ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. സ്കഫോയിഡ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന 3 വ്യൂസ് എഴുതുക. പി എ വ്യൂ, നല്ലാർ ഡീവിയേഷൻ, ലാറ്ററൽ വ്യൂ ആൻഡ് പ്രൊനേഷൻ ഒബ്ലിക്. ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് എ CT ഓൾസോ. പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഫ്രാക്ചേഴ്സ് ആണ്. ദിസ് ഇസ് എ മെറ്റകാർപ്പൽ ഫ്രാക്ചർ. ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഫ്രാക്ചർ ആണ്. ഇതാണ് ഹാൻഡിന്റെ ഒരു AP വ്യൂ എന്ന് പറഞ്ഞാൽ ഹാൻഡ് AP എടുക്കുന്നത്. വി ക്യാൻ ടേക്ക് ഒബ്ലിക് വ്യൂ ഓൾസോ. ദിസ് ഈസ് എ ഫാലങ്സ് ഫ്രാക്ചർ. അപ്പം ഫാലങ്സ് ഫ്രാക്ചറിന് മോസ്റ്റ്ലി നമുക്ക് എല്ലാത്തിനും സർജിക്കൽ മാനേജ്മെന്റ് വേണ്ട, നിങ്ങൾക്ക് തന്നെ OP യിൽ വേണേൽ മാനേജ് ചെയ്യാം. ഗീവ് ബഡി സ്ട്രാപ്പിംഗ്. അപ്പോൾ ബഡി സ്ട്രാപ്പിംഗ് ചെയ്യാൻ എല്ലാവർക്കും അറിയാതെ വിശ്വസിക്കുന്നു. നടുക്ക് ഒരു ഗോസോ എന്തെങ്കിലും വെക്കുക. ജോയിന്റിനെ സ്പെയർ ചെയ്തിട്ട് ചെറിയൊരു നമ്മുടെ പേപ്പർ പ്ലാസ്റ്റർ ഒട്ടിച്ചാൽ മതി. ആക്ച്വലി 3 എന്നുള്ളതാണ് നല്ലത്. ഇവിടെ ഒരു പ്ലാസ്റ്റർ ഒട്ടിക്കുക, നടുക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റർ ഒട്ടിക്കുക, ഇന്ന് ഒട്ടിക്കുക. ഓൾമോസ്റ്റ് അത് P1, P2, P3 ഓൾമോസ്റ്റ് എല്ലാ ഫ്രാക്ചേഴ്സും നമുക്ക് ഈ ബഡി സ്ട്രാപ്പിംഗ് വെച്ചിട്ട് മാനേജ് ചെയ്യാം. P3 ഫ്രാക്ചേഴ്സ്, അതായത് ഡിസ്റ്റൽ ഫാലങ്സിന്റെ ഇതുപോലെ ഫ്രാക്ചേഴ്സ് ആണെങ്കിൽ യു ക്യാൻ ഓൾസോ ഗീവ് എ ഫിംഗർ കോട്ട്. P1 ഫ്രാക്ചേഴ്സ് ഒന്നും ഫിംഗർ കോട്ട് കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ ഫിംഗർ എക്സ്റ്റൻഷൻ സ്പ്ലിന്റ് എന്ന് പറഞ്ഞ നീട്ടത്തിലുള്ള സാധനം കിട്ടും, അത് വേണമെങ്കിൽ കൊടുക്കാം. ബെറ്റർ ഗീവ് എ ബഡി സ്ട്രാപ്പ് ആൻഡ് റെഫർ ടു ആൻ ഓർത്തോ. ഷോൾഡർ എക്സ്റേ നമ്മൾ ദിസ് ഇസ് എ നോർമൽ ഷോൾഡർ എക്സ്റേ. അത് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വെച്ചതേ ഉള്ളൂ. ദിസ് ഇസ് യുവർ ഗ്ലിനോയിഡ്, ദിസ് ഇസ് യുവർ ഹ്യൂമറൽ ഹെഡ്, ദിസ് ഇസ് യുവർ അക്രോമിയൻ, ഇവിടെയായിട്ട് കൊറക്കോയിഡ് വരും, ദിസ് ഇസ് യുവർ ക്ലാവിക്കൽ. അപ്പം നോർമൽ ഷോൾഡർ എക്സ്റേ കണ്ട് മനസ്സിലാക്കി വെക്കുക, എന്നാലേ അബ്നോർമൽ മനസ്സിലാക്കുള്ളൂ. എക്സ്റേ ഞാൻ പറഞ്ഞല്ലോ, ഷോൾഡറിന് എടുക്കുമ്പോൾ ദിസ് ഇസ് ദ ആക്സിലറി വ്യൂ ഓഫ് യുവർ ഷോൾഡർ. AP മാത്രം എടുത്തിട്ട് കാര്യമില്ല, കാരണം പല ഡിസ്ലൊക്കേഷൻസ് ചിലപ്പോൾ AP നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് കണ്ട ആന്റിയർ പോസ്റ്ററൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഈ കാണുന്ന സാധനം ഇതുപോലെ നമ്മൾ ക്ലാവിക്കലിനെ നോക്കുക. ഈ കാണുന്ന സാധനം ആക്ച്വലി ഗ്ലിനോയിഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് ക്ലാവിക്കൽ ആക്ച്വലി കാണാൻ പാടില്ല. ക്ലാവിക്കലിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലാവിക്കലുള്ള സൈഡ് ആന്റിയർ ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ആന്റിയർ ആണോ പോസ്റ്റർ ആണോ പോയെന്ന് പറയാൻ പറ്റും ഡിസ്ലൊക്കേഷനിൽ. ദിസ് ഇസ് എ ക്ലാസിക്കൽ ആന്റിയർ ഡിസ്ലൊക്കേഷൻ. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ആർക്കും ഒരു പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കണ്ടോ, ഗ്ലിനോയിഡ് ഇവിടെ കിടപ്പുണ്ട്, ഷോൾഡർ പോയി കിടക്കുന്നു. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ മനോടൊന്നും ഞാൻ പറയുന്നില്ല. അത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ യു നോട്ട് ടു റെഡ്യൂസ്. അപ്പം ഇന്നത്തെ കാലത്ത് എല്ലാം റിസ്ക് ആണ്. ഇഫ് യു ആർ നോട്ട് ആൻ ഓർത്തോ, ബെറ്റർ റെഫർ ടു ആൻ ഓർത്തോ. നമ്മൾ ഡിസ്ലൊക്കേഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ നോക്കി ഫ്രാക്ചർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് നമ്മൾ അതിനെ സൂ ചെയ്യും. അത് ആവശ്യമില്ലാത്ത തലവേദനയാണ്. ബെറ്റർ റെഫർ ടു ആൻ ഓർത്തോ ആഫ്റ്റർ ഗിവിംഗ് എ സ്ലിംഗ്. അതായിരിക്കും നല്ലത്. അറ്റ്ലീസ്റ്റ് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. നമ്മൾ മിസ് ചെയ്യുന്ന സംഭവം ആന്റിയർ ഡിസ്ലൊക്കേഷൻ അല്ല. ദിസ് ഇസ് എക്സ്റേ ഓഫ് എ പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ. കണ്ടാൽ നമുക്ക് കുഴപ്പമൊന്നും തോന്നത്തില്ല. പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ പേഷ്യന്റ് വരുന്ന എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. പേഷ്യന്റ് കൈ നമ്മുടെ സാധാരണ നോർമൽ ആയിട്ട് വെക്കുന്നത് ഇന്റേണൽ റൊട്ടേഷനിലായിരിക്കും. കൈ ബോഡിയോട് ചേർത്ത് വെച്ചിട്ടായിരിക്കും പേഷ്യന്റ് വരുന്നത്, സാധാരണ വെക്കുന്ന പോലെ തന്നെ. ആന്റിയർ ഡിസ്ലൊക്കേഷൻ വരുമ്പോൾ പേഷ്യന്റ് കൈ പൊക്കി പിടിച്ച് കൈ താത്താൻ പറ്റാതെ വരും. ഓപ്പോസിറ്റ് ഷോൾഡറിൽ തൊടാനും പറ്റത്തില്ല. പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷനിൽ ആസച്ച് പേഷ്യന്റ് നോർമലായിട്ട് ഇരിക്കും, കൈ വെറുതെ താഴെ വയ്ക്കും. ഇറ്റ് വിൽ ബി ലോക്ക്ഡ് ഇൻ ഇന്റേണൽ റൊട്ടേഷൻ, അതായത് നമ്മുടെ അബ്ഡോമിനോട് ചേർത്തായിരിക്കും കൈ വെച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ്റേ നോക്കി ഏകദേശം ഇതുപോലെ ഇരിക്കും. AP കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെന്ന് പോലുമില്ല. പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻസ് ആർ റെയർ, കോമൺലി സീൻ അസോസിയേറ്റഡ് ആഫ്റ്റർ സീഷേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ഒക്കെ കഴിഞ്ഞിട്ട്. അതുപോലത്തെ ഹിസ്റ്ററി ആയിട്ട് പറഞ്ഞ ഷുഡ് ഓൾവേസ് സസ്പെക്ട് പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ. ഫോളിലും വരാം, ബട്ട് ഇറ്റ് ഈസ് വെരി റെയർ. ഇപ്പം ഞാൻ എൻ്റെ ഒരു 10 years കരിയറിൽ മേ ബി ഐ ഹാവ് സീൻ ഒരു 15 പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ കണ്ടിട്ടുണ്ടോ. അത്ര ഞാൻ ആകെ 10 വർഷത്തിനുള്ളിൽ കണ്ടിട്ടുള്ളൂ. അപ്പം ആക്സിയൽ വ്യൂ ഇതിനകത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഇതിനകത്ത് പോസ്റ്റീരിയർലി ദിസ് ഈസ് യുവർ ഗ്ലിനോയിഡ്. അപ്പോൾ ഇത് കണ്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് മനസ്സിലാവുള്ളൂ ദിസ് ഈസ് യുവർ ക്ലാവിക്കിൾ. നമ്മൾ ഷോൾഡറിന്റെ മോളിയും താഴത്തോട് നോക്കുന്നതായിട്ട് വിചാരിച്ചാൽ മതി. ഇതാണ് ഗ്ലിനോയിഡ് ഇരിക്കുന്നത്. അപ്പോൾ നോർമലി ഇതാണ് നമ്മുടെ ഹ്യൂമറൽ ഹെഡ്. ഈ ഹെഡ് ആക്ച്വലി ഇവിടെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇറ്റ് ഹസ് ഗോൺ പോസ്റ്റീരിയർലി. ഇവിടെ ക്ലാവിക്കിൾ ഇരിക്കുന്നുണ്ട്, ഈ സൈഡാണ് ആന്റിയർ, നമുക്ക് മനസ്സിലാവും. ദിസ് ഗോൺ പോസ്റ്റീരിയർ. അപ്പോൾ ആണ് ആക്സിലറി വ്യൂ എടുക്കുന്നതിന്റെ സിഗ്നിഫിക്കൻസ്. ഇപ്പോൾ ലൈറ്റ് ബൾബ് സൈൻ എന്ന് പറയും, അത് പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷനിൽ കാണുന്നതാണ്. നമ്മൾ നോർമൽ AP എടുക്കുമ്പം ഇതുപോലെ ഇരിക്കുന്നത് ഈ ഷോൾഡറിന് ഒരു സൈഡ് ഇച്ചിരി പ്രോമിനന്റ് ആയിട്ടും മറ്റേ സൈഡ് കുറവായിട്ടും. അത് പേഷ്യന്റ് ഇന്റേണൽ റൊട്ടേഷനിലേക്ക് വരുമ്പോഴേക്കും 2 സൈഡ് ഈക്വൽ ആയിട്ട് ബൾബ് പോലെ ഇരിക്കും. അതിനാണ് ലൈറ്റ് ബൾബ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡർ എക്സ്റേയിൽ ഇതുപോലെ ഇന്റേണൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ലൈറ്റ് ബൾബ് സൈൻ, കുഡ് ബി പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ. പക്ഷേ പേഷ്യന്റ് കൈ ഇന്റേണൽ റൊട്ടേഷനിൽ വെച്ച് എടുത്താലും ഇതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇതുപോലെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ സസ്പെക്ട് ചെയ്യണമെന്നാണ് ലൈറ്റ് ബൾബ് സൈൻ പറയുന്നത് കേട്ടോ. ദിസ് ഇസ് അനദർ ട്രോമ ദാറ്റ് യു കോമൺലി സീ, ക്ലാവിക്കൽ ഫ്രാക്ചർ. ഇപ്പം almost most of the clavicle fractures can be managed conservatively. Clavicle brace കൊടുക്കുക. The only thing is make sure there is no distal neurovascular deficit എന്ന് നോക്കുക. പൾസ് നോക്കണം. ഓൾവേസ് കമ്പയർ വിത്ത് ഓപ്പോസിറ്റ് സൈഡ്. നമ്മൾ ക്ലാവിക്കൽ ഫ്രാക്ചേഴ്സിന് ഫിക്സ് ചെയ്യാനുള്ള വളരെ കുറച്ച് ഇൻഡിക്കേഷൻസേ ഉള്ളൂ. അതായത് 2.5 സെന്റിമീറ്ററിൽ കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റൽ ന്യൂറോവാസ്കുലർ ഡെഫിസിറ്റ് ഉണ്ട്, അസോസിയേറ്റഡ് പ്രോക്സിമൽ ഹ്യൂമറസ് ഫ്രാക്ചേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ യൂഷ്വലി
നമ്മൾ ക്ലാവിക്കൽ ഫ്രാക്ചേഴ്സ് ഇപ്പോൾ ചെയ്യാറുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് ഇവോൾവിംഗ് നൗ. പീപ്പിൾ ആർ going more towards surgical fixation, at least in private sector. In government setup, mostly we are doing conservatively. Long term follow up വലിയ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ് ഒന്നും യൂഷ്വലി കാണാറില്ല. പിന്നെ ഉള്ളത് എൽബോ ആണ്. ഇതൊരു നോർമൽ എൽബോ എക്സ്റേ ആണ്. ഇപ്പം നോർമൽ എൽബോ എക്സ്റേ കാണാൻ വേണ്ടി ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ദ തിങ് നമ്മൾ നോക്കേണ്ട ഒരു സമയത്ത് സബ്ലക്സേഷൻസോ ഡിസ്ലൊക്കേഷൻസോ സംശയം തോന്നുവാണെങ്കിൽ നമ്മുടെ റേഡിയസ് ഉണ്ടല്ലോ, റേഡിയസിൻ്റെ മിഡിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. റേഡിയൽ ലൈൻ അല്ലെങ്കിൽ മക്ലോക്ലിൻസ് ലൈൻ എന്ന് പറയും. നമ്മുടെ റേഡിയോ ക്യാപിറ്റലോ, അതായത് നോർമലി വരയ്ക്കുവാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റത്തിൻ്റെ സെൻറ്ററിൽ തന്നെ പോകും. AP വ്യൂ ആണെങ്കിലും ശരി, ലാറ്ററൽ വ്യൂ ആണെങ്കിലും ശരി, ഏത് പൊസിഷൻ വെച്ച് എടുത്താൽ അങ്ങനെ തന്നെയാണ്. അപ്പം അത് നോക്കുക. പിന്നെ ഉള്ളത് ജോയിൻറ്റ് സ്പേസ്. ദിസ് ഈസ് യുവർ കൊറോണോയിഡ്, ദിസ് ഈസ് യുവർ ഒളിക്രാനോ. അപ്പോൾ ഈ ജോയിൻറ്റ് സ്പേസ് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ജോയിൻറ്റ് സ്പേസ് നമ്മുടെ കൊറോണോയിഡ് ഇരിക്കുന്ന സ്ഥലമാണ് കാണുന്നത്. ഈ ജോയിൻറ്റ് സ്പേസ് ഈക്വൽ ആയിരിക്കും. ഇത് കണ്ട് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. കണ്ടില്ലേ, ഡിസ്ലൊക്കേഷൻ ആണ്. ദിസ് ഈസ് യുവർ എൽബോ ഡിസ്ലൊക്കേഷൻ. റേഡിയൽ ആക്സിസ് വരയ്ക്കുവാണെങ്കിൽ ഇവിടെയാണ് ഹ്യൂമറസിൻ്റെ കൊറോണോയിഡ് ഇതൊക്കെ ഇരിക്കുന്നത്, ക്യാപിറ്റൽ ഇരിക്കുന്നത്. സോറി, കൊറോണോയിഡ് അല്ല, ദിസ് ഇസ് യുവർ കൊറോണോയിഡ് ഇരിക്കുന്നത്, ദിസ് ഇസ് യുവർ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നിന്ന് വരയ്ക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് വെൽ ഗോൺ. ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സട്ടിൽ കേസസിലെ ഡിഫറൻസ് മനസ്സിലാക്കാനാണ് ഈ നോർമൽ എക്സ്റേ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനകത്താണ് ഞാൻ പറയുന്നത്, ഈ റേഡിയൽസിന് നടുക്കോടെ വരയ്ക്കുന്ന ലൈൻ നോക്കുക, അതിന് നടുക്കോടെ പോകും. പിന്നെ ഫ്രാക്ചേഴ്സ് അറൗണ്ട് ഹിപ്പ്. 3 ഫ്രാക്ചേഴ്സ് ആണ് കോമൺലി നമ്മൾ കാണുന്നത്. ദിസ് ഇസ് യുവർ ഇന്റർ ട്രോക്കാൻഡ്രൈറ്റ് ഫ്രാക്ചർ, ദിസ് ഈസ് സബ് ട്രോക്കാൻഡ്രൈറ്റ് ഫ്രാക്ചർ, ട്രോക്കാൻഡ്രൽ ലെവലിൽ താഴെ, ലെസർ ട്രോക്കാൻഡ്രൽ ലെവലിലായിട്ട്. ദിസ് ഈസ് അനദർ വൺ, നെക്ക് ഓഫ് ഫെമർ ഫ്രാക്ചർ. ഈ 3 നമ്മൾ വളരെ കോമൺ ആയിട്ട് എൽഡർലി പോപ്പുലേഷനിൽ നമ്മുടെ OP വരുന്നതാണ്. ഇനീഷ്യൽ മാനേജ്മെന്റ്, വി ക്യാൻ ഓൾവേസ് കത്തീഡ്രൈസ് ദ പേഷ്യൻറ്റ്, ഗീവ് എ സ്കിൻ ട്രാക്ഷൻ, അനാൽജസിക്സ്, ക്യാനൽ ഇടുക, നല്ല ഫ്ലൂയിഡ് കൊടുക്കുക. ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദിസ് കേസസ് വിൽ നീഡ് സർജറി. പിന്നെ പേഷ്യന്റ് പ്രസന്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ലിംബ് വിൽ ബീൻ ഹെൽപ്ലെസ് എക്സ്റ്റേണൽ റൊട്ടേഷൻ. പേഷ്യന്റിന് പിന്നെ ഷോർട്ടണിങ്ങും ഉണ്ടാവും, കുറച്ച് അപ്ഗ്രേഡിങ് കാണും. പേഷ്യന്റ് ഈ ഒരു പൊസിഷനിലായിരിക്കും കാലിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം ഈ പറയുന്ന 3 ഫ്രാക്ചേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും എന്നുള്ളതാണ്. നമുക്കൊരു നെക്ക് ഓഫ് ഫെമർ ഫ്രാക്ചേഴ്സ്, ദിസ് ഇസ് എ നെക്ക് ഓഫ് ഫെമർ ഫ്രാക്ചർ. ഇപ്പോൾ ചിലതിന് ഈ സെൽ ഇങ്ങനെ ഫ്രാക്ചർ ഉണ്ടാവും, ആ സംഭവം പക്ഷേ ഡിസ്പ്ലേസ്ഡ് ആയിരിക്കത്തില്ല, വാൽഗസ് ഇമ്പാക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ നെക്കിന്റെ പ്രൊഫൈൽ കാണാനായിട്ട് ചെയ്യുന്നത്, നമ്മൾ യൂഷ്വലി ഇരിക്കുമ്പോൾ കാല് കുറച്ച് എക്സ്റ്റേണൽ റൊട്ടേഷൻ വെച്ചായിരിക്കും പേഷ്യന്റ് എക്സ്റേ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ടേക്ക് എക്സ്റേ ഇൻ ട്രാക്ഷൻ ആൻഡ് ഇന്റേണൽ റൊട്ടേഷൻ. അപ്പം അങ്ങനെ നമുക്ക് എക്സ്റേ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി വിടേണ്ടത് ഗീവ് എക്സ്റേ പെൽവിസ് വിത്ത് ബോത്ത് ഹിപ്സ് ഇൻ ട്രാക്ഷൻ ആൻഡ് ഇന്റേണൽ റൊട്ടേഷൻ. അതിൻ്റെ ഒരു ഡിഫറൻസ് ഡെമോൺസ്ട്രേറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഇത് ഇന്റേണൽ റൊട്ടേഷൻ വരുമ്പോൾ നെക്ക് കുറച്ചുകൂടെ പ്രൊഫൈൽ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇവിടുത്തെ ഫ്രാക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ നോർമലി കാല എക്സ്റ്റേണൽ റൊട്ടേഷനിൽ വെക്കുന്നത്, അപ്പോൾ ഇതിലേക്ക് ട്രൊക്കാൻഡർ ഓവർലാപ്പ് ചെയ്ത് നെക്കിലേക്ക് ഇരിക്കും. അപ്പോൾ നെക്കിലെ കുറച്ച് ഫ്രാക്ചേഴ്സ് മിസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ ഗീവ് ടേക്ക് ആൻ എക്സ്റേ. നമ്മൾ രണ്ടാമത് വിടുന്നതിന് കുഴപ്പമില്ല. എക്സ്റേ പെൽവിസ് വിത്ത് ബോത്ത് ഹിപ്സ് വിത്ത് ദാറ്റ് ലിംബ് ഇൻ ട്രാക്ഷൻ ആൻഡ് ഇന്റേണൽ റൊട്ടേഷൻ. പിന്നെ പെൽവിസിന്റെ എക്സ്റേ എടുക്കാൻ വിടുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ പേഷ്യന്റ് വേദനയായിട്ട് വന്നു വീണു, ലെഫ്റ്റ് ഹിപ്പിന് വെയിൻ വന്നു, നമ്മൾ എന്ത് എക്സ്റേ എഴുതി വിടും, എക്സ്റേ ലെഫ്റ്റ് ഹിപ്പ് എഴുതി വിടും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പെൽവിസിന്റെ എക്സ്റേ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹിപ്പിന്റെ എക്സ്റേ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഓൾവേസ് ടേക്ക് എക്സ്റേ പെൽവിസ് വിത്ത് ബോത്ത് ഹിപ്പ്. ഒരു ഹിപ്പിന്റെ തന്നെയായിട്ട് ഒരിക്കലും എടുക്കരുത്. നമുക്ക് 2 സൈഡായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. ഷോർട്ടനിങ് കമ്പയർ ചെയ്യണം. ഇതുപോലെ ഡൗട്ട്ഫുൾ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോർമൽ സൈഡായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ഹിപ്പിന്റെ തന്നെയായിട്ട്, ഇപ്പോൾ പേഷ്യന്റ് വന്നു, ഇപ്പോൾ ഹൗസ് സർജൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എഴുതി വിടുമ്പോൾ കാണാറുണ്ട്, ഒരു സൈഡിലെ ഹിപ്പിന്റെ അവിടെ ലെഫ്റ്റ് ഹിപ്പിൽ പെയിൻ ആയിട്ട് വന്ന് പേഷ്യന്റ് ലെഫ്റ്റ് ഹിപ്പ് AP, നമ്മളൊരു ഹിപ്പിന്റെ ഒരു ഭാഗം മാത്രം ഇടുക. അങ്ങനെ ഒരിക്കലും എക്സ്റേ ചെയ്ത് വിടാതിരിക്കുക. പെൽവിസ് വിത്ത് ബോത്ത് ഹിപ്സ് എടുക്കുക ഓൾവേസ് ഫോർ ഓൾ ഹിപ്പ് പത്തോളജീസ്. പിന്നെ ഓൾമോസ്റ്റ് 9:15 ആവാറായി. പീഡിയാട്രിക് കേസസ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു തിരക്ക് പിടിക്കണ്ട, കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ കണ്ടിന്യൂ, തിരക്ക് പിടിക്കാം. 9:50 എന്നുള്ള നോക്കണ്ട, കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ തീരെ സാർ കുറച്ചുകൂടെ ഉള്ളൂ. ഓക്കെ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് പുൾഡ് എൽബോ. പുൾഡ് എൽബോ ഉണ്ടാകുന്നത് പിള്ളേരെ ഇതുപോലെ കയ്യെ പിടിച്ച് തൂക്കിയെടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ക്യാൻ ഹാപ്പൻ. അത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് കോമൺലി കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസം ആണ് നമ്മുടെ ആനുലർ ലിഗമെന്റിൽ ടിയർ ആയിട്ട് റേഡിയൽ ഹെഡ് പുറത്തേക്ക് ചാടി വരുന്നതാണ്. പേഷ്യന്റിനെ ഈ കൊച്ചിനെ ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് അത് എല്ലാവർക്കും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിന്റെ റിഡക്ഷൻ മാനുവറിന്റെ ഒരു ജസ്റ്റ് ഫോട്ടോ കാണിച്ചു തരാം. കൈ കൊച്ച് പ്രൊനേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കൈ അകത്തേക്ക് ഇന്റേണൽ റൊട്ടേറ്റ്, അതായത് പ്രൊനേറ്റഡ് ആയിരിക്കും കൈ കൊച്ച് പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കുട്ടി അത് യൂഷ്വലി ഫോളിന്റെ ഹിസ്റ്ററി ഒന്നും കാണത്തില്ല. നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ പിള്ളേർക്ക് എൽബോയുടെ അറൗണ്ട് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു ഫോൾ കഴിഞ്ഞിട്ട് വരുന്നത് സുപ്രാകോണ്ടൈലർ ഫ്രാക്ചർ ആണ്. അപ്പം നമ്മൾ എൽബോയുടെ മുകളിൽ നമ്മുടെ ഹ്യൂമറസിന്റെ ഡിസ്റ്റൽ ആസ്പെക്ട്, സുപ്രാകോണ്ടൈലർ ആസ്പെക്ട് പാൽപ്പറ്റ് ചെയ്ത ടെൻഡർനെസ് യൂഷ്വലി കാണത്തില്ല പേഷ്യന്റിന്. പക്ഷെ കൈ അനക്കുന്നില്ല, കൈ കൊച്ചു സാധനങ്ങളൊന്നും എടുക്കുന്നില്ല എന്നാണ് പേഷ്യന്റ് പേരൻസ് കംപ്ലൈന്റ് ആയിട്ട് വരുന്നത്. അപ്പം കൈ കുറച്ച് അകത്തേക്ക് ഇന്റേണൽ റൊട്ടേറ്റഡ്, അതായത് പ്രൊനേറ്റഡ് ആയിട്ടായിരിക്കും വെക്കുന്നത്. അപ്പം നമുക്ക് ഈ റേഡിയൽ ഹെഡ് യൂഷ്വലി കുറച്ച് ആന്റീരിയർലി അല്ലെങ്കിൽ ലാറ്ററലി സബ്ലക്സേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ പിക്ചറിൽ കാണുന്നത് പോലെ
നമ്മുടെ തമ്പ് കൊച്ചിന്റെ ക്യൂബിറ്റൽ ഫോസയിൽ റേഡിയൽസ് ഇരിക്കുന്നത് ലാറ്ററൽ സൈഡിലാണ്. അപ്പം ആന്റീരിയർലി നമ്മുടെ തമ്പ് പ്ലേസ് ചെയ്യുക. കൊച്ചിന്റെ ഡിസ്റ്റിൽ കൈ പിടിച്ചിട്ട് കൈ നമ്മൾ അറ്റത്ത് പിടിച്ച് പേഷ്യന്റെ കൈ നമ്മൾ സൂപ്പിനേറ്റ് ചെയ്തുകൊണ്ട് ഫ്ലെക്സ് ചെയ്യുക. അതായത് എക്സ്റ്റേണലോട്ട് ചെയ്തുകൊണ്ട് കൈ സൂപ്പിനേറ്റ് ചെയ്തുകൊണ്ട് ഫ്ലെക്സ് ചെയ്യുക. തമ്പുകൊണ്ട് നമ്മൾ ക്യൂബിറ്റൽ ഫോസയിൽ ഫ്രണ്ടിൽ വെച്ചിട്ട് പോസ്റ്റീരിയറിൽ ജസ്റ്റ് പുഷ് ചെയ്തുകൊണ്ട് കൈ സൂപ്പിനേറ്റ് ചെയ്ത് ഫ്ലെക്സ് ചെയ്താൽ ഓൾമോസ്റ്റ് ഓൾ ഈ നമ്മുടെ പുൾഡ് എൽബോയും റെഡ്യൂസ്ഡ് ആകും. ആക്ച്വലി നമുക്കൊരു ക്ലിക്ക് കിട്ടണം നിർബന്ധമൊന്നുമില്ല. ഇത് ആക്ച്വലി ഭയങ്കര സ്പോണ്ടേനിയസ് റിലീഫാണ്. കരഞ്ഞു പിടിച്ചിരിക്കുന്ന കൊച്ച് 1 മിനിറ്റ് കൊണ്ട് കരച്ചിൽ നിർത്തും. ഇത് റെഡ്യൂസ്ഡ് കൊച്ചിന് ജസ്റ്റ് ഒന്ന് പുറത്തിറക്കി വിടുക, 1 മിനിറ്റ് കൊണ്ട് കൊച്ച് കരച്ചിൽ നിർത്തും. ഇത് ഓർത്തോപെഡീഷ്യൻസ് നല്ല ഇറക്കം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതായത് ഫോളിന്റെ ഹിസ്റ്ററി ഇല്ലാതെ കൊച്ച് വരുവാണെന്നുള്ളത്. എക്സ്റേ എടുത്താൽ യൂഷ്വലി നമുക്ക് എക്സ്റേയിൽ ഒന്നും കാണത്തില്ല. സൂപ്രാകോണ്ടലർ ഫ്രാക്ചർ റൂൾ ഔട്ട് ചെയ്യുക എക്സ്റേ എടുത്തിട്ട്. സൂപ്രാകോണ്ടലർ ഫ്രാക്ചറിനെ പറ്റി നെക്സ്റ്റ് പറയുന്നുണ്ട്. അപ്പം ഈ പുൾഡ് എൽബോ റെഡ്യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് അത്യാവശ്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് പ്ലാസ്റ്റർ ഇടുക അങ്ങനെയൊന്നും വേണ്ട. ആക്ച്വലി സ്ലിങ്ങിന്റെ പോലും ആവശ്യമില്ല. ഫർദർ പേരൻസിനോട് അല്ലെങ്കിൽ റിലേറ്റീവ്സിനോട് കയ്യിൽ തൂക്കി എടുക്കാതിരിക്കാൻ അഡ്വൈസ് ചെയ്യുക. ഒരു 5-6 വയസ്സ് വരെ വീണ്ടും അങ്ങനെ തൂക്കി എടുത്താൽ ഉണ്ടാകും എന്ന് അഡ്വൈസ് ചെയ്യുക. ആകെ പെയിൻ റിലീഫിന് പാരസിറ്റമോൾ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് പുൾഡ് എൽബോയുടെ റിഡക്ഷൻ മാനുവർ. വളരെ ഈസിയാണ്. ഞാൻ ഒന്നോടെ പറയാം. കൊച്ച് പ്രൊനേറ്റഡ് ആയിട്ടായിരിക്കും കൈ വെച്ചിരിക്കുന്നത്, അകത്തേക്ക് മടക്കി. അപ്പോൾ കൊച്ചിന്റെ കയ്യിൽ ജെന്റലായിട്ട് പിടിക്കുക. നമ്മുടെ ഒരു കൈ കൊച്ചിന്റെ ക്യൂബിറ്റൽ ഫോസയിൽ നമ്മുടെ എൽബോയുടെ അവിടെ ലാറ്ററൽ ആസ്പെക്ട് ആന്റിൽ പിടിച്ചിട്ട് പോസ്റ്റീരിയറിൽ ചെറിയൊരു പുഷ് കൊടുത്തുകൊണ്ട് കൊച്ചിന്റെ അറ്റത്ത് പിടിച്ച് സൂപ്പനേറ്റ് ചെയ്തുകൊണ്ട് കൈ ഫ്ലെക്സ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. അത് വളരെ ഈസിയാണ്. ആക്ച്വലി എല്ലാവർക്കും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാൻ എൽബോ ഡിസ്ലൊക്കേഷൻ, ഷോൾഡർ ഡിസ്ലൊക്കേഷൻ, അഡൽസ് എന്ന് പറയാത്തതിന്റെ കാരണം ഇന്നത്തെ കാലത്ത് ഓർത്തോപെഡീഷ്യൻസ് അല്ലാത്തവർ പ്ലീസ് ഡോണ്ട് അറ്റംപ്റ്റ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് വരത്തേ ഉള്ളൂ. ദിസ് ഈസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ പത്തോളജി ഇൻ ദിസ് പീഡിയാട്രിക് എൽബോ. ദിസ് ഇസ് എ സൂപ്രാകോണ്ടലർ ഫ്രാക്ചർ. അപ്പം ഈ എക്സ്റേ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാം. അല്ല, ഇവിടെ ഒരു ഫ്രാക്ചർ ലൈൻ ആക്ച്വലി നമുക്ക് കാണാം. അപ്പം മോസ്റ്റ് കോമൺ നമുക്ക് സൂപ്രാകോണ്ടലർ ഫ്രാക്ചേഴ്സിൽ പലതിലും പക്ഷേ നമുക്ക് ഫ്രാക്ചർ ലൈൻ കാണാൻ പറ്റത്തില്ല. അപ്പം അതിനെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു സംഭവമാണ് ഫാറ്റ് പാഡ് സൈൻ. നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഫാറ്റ് പാഡ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താ ജസ്റ്റ് ഇതിനകത്ത് കാണിച്ചത്. ഇവിടെ എന്തോ ഒരു കറുത്ത ഷാഡോ പോലെ കാണാം. പോസ്റ്റീരിയറിൽ ഇവിടെയും എന്തോ ഒരു കറുത്ത ഷാഡോ പോലെ കാണാം. അതായത് നോർമലി പിള്ളേരുടെ പെരിയോസ്റ്റിയം ഭയങ്കര തിക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രാക്ചർ ഉള്ള സ്ഥലത്ത് ബ്ലീഡിംഗ് ഉണ്ടായിട്ട് ഈ പെരിയോസ്റ്റി ഇങ്ങനെ എലിവേറ്റഡ് ആയിട്ട് ഇരിക്കും. എലിവേറ്റഡ് ആയിട്ടൊരു ഷാഡോ പോലെ വരും. അതാണ് ഈ ഫാറ്റ് പാഡ് സൈൻ. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാം. ഈ കാണുന്ന ഒരു കറുത്ത പാട് ഇവിടെ നോർമൽ എക്സ്ട്രൽ കാണത്തില്ല. ഈ പോസ്റ്റീരിയർലി സാധനം കണ്ടോ. അപ്പൊ ഇതിനകത്ത് ഈ ലാറ്ററൽ വ്യൂവിൽ നോക്കി ആക്ച്വലി നമുക്ക് ഫ്രാക്ചർ ലൈൻ കാണത്തില്ല. ബട്ട് ഇഫ് യു സീ എ ഫാറ്റ് പാഡ് സൈൻ ലൈക്ക് ദിസ്, അത് യു ഷുഡ് ടേക്ക് ഇറ്റ് ആസ് എ സൂപ്രാകോണ്ടലർ ഫ്രാക്ചർ. അപ്പൊ അത് ലിംബോ ഇമ്മൊബിലൈസ് ചെയ്യണം. യു ഷുഡ്, ഇഫ് യു ആർ നോട്ട് ആൻ ഓർത്തോപെഡീഷ്യൻ, റെഫർ ടു ആൻ ഓർത്തോപെഡീഷ്യൻ. സൂപ്രാകോണ്ടലർ ഫ്രാക്ചേഴ്സ് ഭയങ്കര അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ പോലും ഇതുപോലത്തെ കണ്ടാൽ നമുക്ക് എക്സ്റേ കണ്ടാൽ വലിയ ഡിസ്പ്ലേസ്മെന്റ് പ്രശ്നങ്ങളൊന്നും തോന്നത്തില്ല, കുഴപ്പമില്ലാതായിരിക്കും. പക്ഷേ ദിസ് ക്യാൻ പ്രോഗ്രസ് ടു ഡെവലപ്പ് എ കമ്പാർട്ട്മെന്റ് സിൻഡ്രോം. ഇന്നത്തെ കാലത്തൊക്കെ വലിയ പ്രശ്നമാണ്. നമ്മൾ ഈ ഇടയ്ക്കും കുറെ കണ്ടതാണ്. അത് സൂപ്രാകോണ്ടലറിനായിരുന്നില്ല, എന്നാൽ പോലും ഈ സൂപ്രാകോണ്ടലർ ഫ്രാക്ചേഴ്സ് കമ്പാർട്ട്മെന്റ് സിൻഡ്രോം ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ നൊട്ടോറിയസ് ആണ്. അപ്പം ഡിസ്റ്റൽ പൾസസ് സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ പൾസസ് ഒക്കെ ലാസ്റ്റേ പോകത്തുള്ളൂ. നമ്മുടെ കമ്പാർട്ട്മെന്റ് സിൻഡ്രോമിലെ 5P പറയുന്നില്ല, പെയിൻ, പരസ്തീഷ്യ, പാരാലിസിസ്, പൾസ്ലെസ്നെസ് ഒക്കെ ലാസ്റ്റേ വരത്തുള്ളൂ. അപ്പം പൾസ് എന്നാലും നോട്ട് ചെയ്ത് വെക്കുക. ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഉണ്ടോ നോക്കുക. എല്ലാ ഡോക്യുമെന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് ഇഫ് യു ആർ നോട്ട് ആൻ ഓർത്തോ, റെഫർ ടു ആൻ ഓർത്തോപെഡീഷ്യൻ ഇമ്മീഡിയറ്റ്ലി. ഇപ്പോൾ സൂപ്രാകോണ്ടലർ ഫ്രാക്ചറിൽ ഫ്രാക്ചർ ലൈൻ മാത്രം നോക്കരുത്. സീ ഫോർ ദിസ് ഫാറ്റ് പാഡ് സൈൻ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാൻ 2-3 കേസസിൽ കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാം. ഈ എക്സ്റേ ഈസിയാണ്. പക്ഷേ ഞാൻ പ്രീവിയസ് കാണിച്ച എക്സ്റേ ഇത് കണ്ടോ, ഒരു സെറ്റിൽ സൈനേ ഉള്ളൂ. ഇതിനകത്ത് ആക്ച്വലി ഫ്രാക്ചർ ലൈൻ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഫ്രാക്ചർ ലൈൻ ഇല്ലാത്ത ഇതുപോലത്തെ ലാറ്ററൽ വ്യൂവിലാണ് നമ്മൾ ബേസിക്കലി നോക്കേണ്ടത്. ഓൾവേസ് പീഡിയാട്രിക് എൽബോ കേസസിൽ വീണ് വന്ന കുട്ടിക്ക് ലുക്ക് ഫോർ ദിസ് ഫാറ്റ് പാഡ് സൈൻ സ്പെസിഫിക്കലി. പിന്നെ ഒരു പീഡിയാട്രിക് ഫുട്ട് എക്സ്റേ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റി ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എവിടെയെങ്കിലും? അഡൽസിന്റെ ആണെങ്കിലും ഫുട്ട് എക്സ്റേ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഐ നോ ഐഡന്റിഫൈ ചെയ്യാൻ. ജോൺസ് ഫ്രാക്ചർ. അപ്പോൾ ഇതിനകത്ത് 2 ലൈൻ കാണാം. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഫൈസസ്, ഏതാണ് ഫ്രാക്ചർ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇച്ചിരി പാടാണ് ആക്ച്വലി. അപ്പം ഇതിനകത്ത് ഞാൻ എളുപ്പത്തിൽ കാര്യം പറയാം. ഈ 5th മെറ്റാടാർസലിന് ഒഴികെ ബാക്കി എല്ലാവർക്കും ഒരു ഫൈസൽ ലൈനെ കാണത്തുള്ളൂ. ഫസ്റ്റ് പ്രോക്സിമലാണ് ഫൈസൽ ലൈൻ കാണുന്നത് ഇവിടെ. ബാക്കി എല്ലാത്തിനും ഡിസ്റ്റലി കാണുന്ന ഈ ഫൈസൽ ലൈൻ കണ്ടോ, പാരലായിട്ടുള്ള. ഈ അബ്നോർമലായിട്ട് ഒരു പ്രോക്സിമൽ ഒരു ഫൈസസ് കൂടെ ആക്ച്വലി നമ്മുടെ 5th മെറ്റാടാർസലിനുണ്ട്. പക്ഷെ അത് ഈ കാണുന്ന നോർമൽ ഫൈസസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ കാണുന്നതും ഫൈസസ് ആണ്. ഈ ലൈനാണ് ആക്ച്വലി ഫ്രാക്ചർ. സോ ഓർത്തിരിക്കുക, എല്ലാത്തിനും ഒറ്റ, ഈ 5th ബാക്കി എല്ലാവർക്കും ഒറ്റ ഫൈസൽ ലൈനേ ഉള്ളൂ. ഈ കാണുന്ന ലൈൻ ഫസ്റ്റിന് മാത്രം പ്രോക്സിമൽ ആണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഫ്രാക്ചർ ആണെന്ന് വിചാരിക്കരുത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഓൾമോസ്റ്റ് ഓൾവേസ് എക്സാമിൻ ദ പേഷ്യന്റ് ഫസ്റ്റ് ബിഫോർ സീയിങ് ദ എക്സ്റേ.
ക്ലിനിക്കലി ടെൻഡർനെസ് എവിടെയാണ് നോക്കുക, അതുമായിട്ട് കോറിലേറ്റ് ചെയ്യുക. അല്ലാതെ എക്സ്റേ മാത്രം അതെടുത്ത് നോക്കിയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മിസ്സാവും, എസ്പെഷ്യലി ഫുഡ് എക്സ്റേസ്, അഡൽസിനാണെങ്കിലും ശരി പീഡിയാട്രിക്സിനാണെങ്കിലും ശരി. അപ്പോൾ ഇതിനകത്ത് ഈ 5th മാത്രം 2 ഫേസസ് ഉണ്ട്. ഇതിനകത്ത് ഈ ഫേസസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മറ്റേ ഫേസസ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട ഫ്രാക്ചർ എന്ന് വിചാരിക്കരുത്. ഇങ്ങനെയാണ് യൂഷ്വലി ജോൺസ് ഫ്രാക്ചറിന്റെ ഫ്രാക്ചർ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ വരുന്നത്. ഇത് കോമൺലി മിസ്സാവുന്ന ഒരു സംഭവമാണ്, ഞാൻ മാത്രം ഞാൻ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. പിന്നെ കോമൺ ആയിട്ട് കുട്ടികളെയും കൊണ്ട് പേരൻസ് വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, സാറേ കൊച്ചിന്റെ കാലിന് വളവുണ്ടെന്നുള്ളത്. അപ്പൊ അതിന്റെ ബേസിക് കോമൺലി കുട്ടികളുടെ കാല് എപ്പോഴും കുറെ പേരുടെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞാണ് ഇരിക്കേണ്ടത്. അതിന്റെ എങ്ങോട്ടാണ് വളഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കുട്ടികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും കാലിരിക്കുന്നത്? ഇറ്റ് വിൽ ബി ഇൻ വാരസ്, അതായത് ആദ്യത്തെ പിക്ചറിൽ കാണുന്ന പോലെ കാലകത്തേക്ക് വളഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഇറ്റ് ഇസ് ഇൻ വാരസ്. അപ് ടു 2 years, അതായത് കുട്ടി ഉണ്ടായി 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും, അപ് ടു 18 to 24 months ആണ് ആക്ച്വലി. 2 വയസ്സാകുമ്പോഴേക്കേ ഇത് മാറിയിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആകത്തുള്ളൂ. 2 വയസ്സിന് മുമ്പ് കുട്ടികളുടെ കാലം നോർമലി എല്ലാവരുടെയും വളഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഒരു വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് നടന്നു തുടങ്ങുമ്പോഴായിരിക്കും പേരൻസ് യൂഷ്വലി ശ്രദ്ധിക്കുന്നത്. അപ്പം 1 വയസ്സ് 1.25 വയസ്സൊക്കെ അവിടെ നടന്നു തുടങ്ങുമ്പോൾ കാല് വളഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ബേസിക്കലി പേരൻസിനൊക്കെ കൂടുതൽ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും. ടെൻഷൻ അടിച്ച് നമ്മുടെ അടുത്ത് ഓടി വരും. അപ്പോൾ നമ്മൾ നോക്കാനുള്ള പ്രധാനപ്പെട്ട സംഭവം, ദിസ് ഇസ് ഫിസിയോളജിക്കൽ ജനുവാരം. ഫിസിയോളജിക്കൽ ജനുവാരത്തിന് പ്രത്യേകത പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സിമെട്രിക്കൽ, 2 കാലിലും ഉണ്ടാകും. അപ്പം ഒരു കാലിൽ തന്നെയായിട്ട് കൂടുതലായിട്ട് വളഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി സംതിങ് അബ്നോർമൽ. പക്ഷേ യൂഷ്വലി ഫിസിയോളജിക്കൽ ജനുവാരം സിമെട്രിക്കൽ ആയിരിക്കും. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അത് നോർമലാണ്. 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും, അതായത് 24 months ഒക്കെ ആകുമ്പോഴേക്കും, ഏകദേശം 18 to 30 months 2 വയസ്സ് കൂട്ടിയാൽ മതി, ഓർത്തിരിക്കുക എളുപ്പത്തിന്. 2 വയസ്സിൽ താഴെ 2 വയസ്സ് വരെ വൈറസ് ആക്സെപ്റ്റബിൾ ആണ്, ഫിസിയോളജിക്കലാണ്, സിമെട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ. 2 വയസ്സാകുമ്പോഴേക്കും സ്ട്രെയിറ്റ് ആവും. 2 വയസ്സ് കഴിയുമ്പോൾ സംഭവിക്കും, കാല് പുറത്തേക്ക് വളയും. ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് മാക്സിമം വാൽഗസിലേക്ക് വരും. അപ്പോൾ ഒരു 4 വയസ്സുള്ള കുട്ടീനെ കൊണ്ട് വാൽഗസുമായിട്ട് വന്നാലും വി ഷുഡ് റീഅഷ്വർ ദ പേരൻസ്. 4 വയസ്സ് കഴിഞ്ഞ് ഏകദേശം ഒരു 7 വയസ്സൊക്കെ ആകുമ്പോഴേക്കുമാണ് പിന്നെ വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഈ കാലിന്റെ വളവ് വളരെ കോമൺ ആയിട്ട് പേരൻസ് വരുന്നൊരു കംപ്ലൈന്റ് ആണ്. അപ്പം ഈ ഒരു ബേസിക് സംഭവം ഓർത്തിരിക്കുക. ഫ്രം ബർത്ത് ടിൽ 2 years of age വൈറസ് അക്സെപ്റ്റബിൾ ആണ്. 2 വയസ്സാകുമ്പോൾ കാല് സ്ട്രെയിറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് കാല് പുറത്തേക്ക് വളർന്നു തുടങ്ങും 4 വയസ്സ് വരെ. 4 വയസ്സിലാണ് അറൗണ്ട് ആണ് മാക്സിമം വാൽഗസിലേക്ക് വരുന്നത്. പിന്നെ 4 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് സ്ട്രെയിറ്റ് ഏകദേശം ഒരു 7 വയസ്സാവും കാല് സ്ട്രെയിറ്റ് ആവാനായിട്ട്. ഇപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഈ സംഭവങ്ങളെല്ലാം സിമെട്രിക്കലായിരിക്കും. ഒരു കാര്യം തന്നെയായിട്ട് വളർന്നിരിക്കുന്ന ഒരിക്കലും നമ്മൾ ഫിസിയോളജിക്കലായിട്ട് എടുക്കരുത്. ലൈക്ക് ഇൻ ദിസ് കേസ് ഒരു ബ്ലോൺസ് ഡിസീസ് ആണ്. ഒരു കാര്യം തന്നെയായിട്ട് കൂടുതലായിട്ട് വളർന്നിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും ഫിസിയോളജിക്കലായിട്ട്, ഇതിപ്പം 1 വയസ്സുള്ള വെച്ചാണെങ്കിലും നമ്മൾ ഫിസിയോളജിക്കലായിട്ട് എടുക്കരുത്. നമ്മൾ ഇമ്മീഡിയറ്റ് റെഫറിലും ഫർദർ വർക്കപ്പ് ഒക്കെ വേണം കോമൺലി. പിന്നെ ഇത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പിള്ളേരിൽ വളരെ കോമൺ ആണ്. അപ്പം ഈ ബോലെക്സിൽ നമ്മൾ കോമൺ വർക്കപ്പ് കൊടുക്കുന്നത് റിക്കറ്റ്സിന് ഒരു ബേസിക് വർക്കപ്പ് ചെയ്യുക. കാൽഷ്യം, വൈറ്റമിൻ ഡി, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, സെറം ഫോസ്ഫറസ് നോക്കുക. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ഡോസസ് ഒക്കെ യൂഷ്വലി അഡൽസിലെ പോലെ തന്നെ സെയിം ആണ്. വൈറ്റമിൻ ഡി സൊല്യൂഷൻ സിറപ്പ് അവൈലബിൾ ആണ്. 60,000 യൂണിറ്റ്സിന്റെ സിറപ്പ് അവൈലബിൾ ആണ്. അഡൽസിന് കൊടുക്കുന്ന അതേ ഡോസിൽ തന്നെയാണ് പീഡിയാട്രിക്സിൽ നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് കറക്ഷൻ കൊടുക്കുന്നത്. 8 weeks ഒക്കെ നമ്മൾ ലെസ് ദാൻ 30 ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗിവ് 60,000 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ഡി സിറപ്പായിട്ട് കിട്ടും വൺസ് വീക്ക്ലി. മീൽസിന് ശേഷം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് ഇസ് എ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. അപ്പം മീൽസ് കഴിഞ്ഞിട്ട് ഫാറ്റി ഫുഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം കഴിക്കുന്നതാണ് വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ നല്ലത്. എംപ്റ്റി സ്റ്റൊമക്കിലൊന്നും കഴിക്കാൻ അഡ്വൈസ് ചെയ്യേണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾവേസ് ഗിവ് കാൽഷ്യം ഓൾസോ. പീഡിയാട്രിക് സിറപ്സ് അവൈലബിൾ ആണ്. കാൽഷ്യം വിത്ത് വൈറ്റമിൻ ഡി ഉള്ള സിറപ്സും അവൈലബിൾ ആണ്, അതും കൊടുക്കുക. പിന്നെ നമുക്ക് കാണുന്ന ഒരു സംഭവം ലിംബിങ് ചൈൽഡ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ പേരൻസ് കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് ട്രോമയൊന്നുമില്ല, പക്ഷെ ചെറിയൊരു ചട്ട് പോലെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്ന് പറഞ്ഞു വരുന്നു. ഇതിന്റെ മോസ്റ്റ് ഓഫ് ദിസ് കേസസ് ആർ റിലേറ്റഡ് ടു ദ ഹിപ്പ്. കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കുറച്ച് കണ്ടീഷൻസ് മാത്രം ഞാൻ പറയാം. ഒന്ന് ട്രാൻസിയന്റ് സൈനോവൈറ്റിസ് ഓഫ് ഹിപ്പ് ആണ്. ഇപ്പൊ ഇതിനകത്ത് ടിപ്പിക്കലായിട്ട് പേരൻസ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ദ ചൈൽഡ് മേ ഹാവ് ഹിസ്റ്ററി ഓഫ് സം ഫീവർ 2 weeks ബാക്ക്, അല്ലെങ്കിൽ ഒരു സട്ടിൽ ഫോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. പേഷ്യന്റ് വേറെ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ചെറിയൊരു മൂവ്മെന്റ് റെസ്ട്രിക്ഷൻ കാണും. വേറെ ലോക്കൽ വാംത്തോ അങ്ങനെയൊന്നും കാണത്തില്ല. പിന്നെ പേഷ്യൻസിന് ലിംബിങ് ചെറുതായിട്ട് കാണും. എക്സാമിൻ ചെയ്യുമ്പോൾ ടെർമിനൽ റെസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെന്റ്സ് കാണും. നമ്മൾ വർക്കപ്പ് കൊടുക്കുമ്പോൾ കൗണ്ട്സ് കൊടുക്കുക. ESR CRP ഒന്നും വലിയ എലിവേഷൻ ഒന്നും കാണത്തില്ല. ദർ ക്യാൻ ബി സം മാർജിനൽ എലിവേഷൻ ഇൻ ESR ഓർ CRP. യൂഷ്വലി ഇതെല്ലാം സെൽഫ് സെറ്റിലിംഗ് ആണ്. വിതിൻ 3 weeks ഒക്കെ യൂഷ്വലി സെറ്റിൽ ചെയ്യും. 2 to 3 weeks, മാക്സിമം 6 weeks വരെ. ഇഫ് ഇറ്റ് ഗോസ് ബിയോണ്ട് 6 weeks ഇറ്റ് ഇസ് നോട്ട് ട്രാൻസിയന്റ് സൈനോവൈറ്റിസ് ഓഫ് ഹിപ്പ്. ഇനീഷ്യൽ പീരീഡിൽ നമ്മൾ കൊച്ചിനോട് കുറച്ച് ബെഡ് റെസ്റ്റ് അഡ്വൈസ് ചെയ്യുക. സിഗ്നിഫിക്കന്റ് ലിംബിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബെഡ് റെസ്റ്റ് അഡ്വൈസ് ചെയ്യുക. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം കേട്ടോ. അതിനുശേഷം എക്സ്റേയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഇറ്റ് കുഡ് ബി ട്രാൻസിയന്റ് സൈനോവൈറ്റിസ് ഓഫ് ഹിപ്പ്. വി ക്യാൻ ഗിവ് ibuprofen NSAIDs ഫോർ റെഡ്യൂസിങ് ദി എഫ്യൂഷൻ ഇൻസൈഡ് ദ ഹിപ്പ്. പിന്നെയുള്ളൊരു കണ്ടീഷനാണ് പെർത്തിസ് ഡിസീസ് ദാറ്റ് യു ഷുഡ് നോട്ട് മിസ്.
എക്സ്റേസിന്റെ ജസ്റ്റ് പിക്ചർ ഇങ്ങനെ മനസ്സിലോർത്ത് വെക്കുക. പെർത്തീസ് കോമൺലി കാണുന്നത് ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 to 10 ഇയർ ഉള്ള കുട്ടികൾക്കാണ്. കുറച്ച് ലേറ്റ് ഓൺസെറ്റ് പെർത്തീസും ഉണ്ട്. കോമൺലി കാണുന്നത് ലെസ് ദാൻ ഒരു 10 ഇയേഴ്സുള്ള കുട്ടികളാണ്. അപ് ടു 12 ഇയേഴ്സ് വരെയൊക്കെ പറയാം. ഒരു 5 to 10 ആണ് കോമൺ ഏജ് ഗ്രൂപ്പ്. അതായത് നമ്മുടെ അഡൽസിലുള്ള വാസ്കുലർ നെക്രോസിസ് പോലുള്ള സംഭവമാണ്. ഫെമറൽ ഫൈസസിൽ എപ്പിഫൈസസിലേക്കുള്ള വാസ്കുലാരിറ്റി പോയിട്ട് ഇനീഷ്യൽ ഫേസിൽ ചെറിയ ഫ്ലാറ്റനിങ് ആവും, പിന്നെ അതിങ്ങനെ വന്ന് അത് ഡീജനറേറ്റഡ് ആയി പോവും, പിന്നെ അത് പതുക്കെ വീണ്ടും ഹീലായി ഇതുപോലെ ഒരു വലുതാകുമ്പോഴേക്ക് ഡിഫോമിറ്റിയിലോട്ട് വരും. അപ്പം ഇനീഷ്യലി വരുമ്പോൾ എക്സ്റേ ആക്ച്വലി നോർമൽ ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ലിംബിംഗ് ചൈൽഡ് ട്രാൻജൻ സൈനോവൈറ്റിസ് നമ്മൾ 6 weeks കൂടുതൽ പ്രൊലോങ് ചെയ്ത് വീണ്ടും നിങ്ങളുടെ അടുത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പെർത്തി റൂൾ ഔട്ട് ചെയ്യണം. വി ക്യാൻ ഗോ ഫോർ MRI. അപ്പോൾ MRI എടുക്കുന്നതിന് ഒരു ഇൻഡിക്കേഷൻ ആണ് പെയിൻ റിലീവ് ചെയ്തത്. 2-3 ആഴ്ചയായിട്ടും റിലീവ് ചെയ്യുന്നതിൽ ക്യാൻ ഓൾവേസ് ഗോ ഫോർ ആൻ MRI. നമ്മുടെ ഇപ്പോഴത്തെ സിനിമകളിൽ MRI നേരത്തെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. സ്റ്റേജ് 1 എക്സ്റേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പാടാണ്. യു ക്യാൻ ഈസിലി ഐഡന്റിഫൈ ഇറ്റ് ഇൻ MRI. അത് കഴിഞ്ഞിട്ട് ഇഫ് യു ആർ ഇൻ ഡൗട്ട് റെഫർ ടു ആൻ ഓർത്തോപീഡീഷ്യൻ. അപ്പോൾ പെർത്തീസ് അത്ര റയർ ആയിട്ടുള്ളതല്ല, വളരെ ഒത്തിരി പേഷ്യൻസിനുള്ള ഒരു സംഭവമാണ്. ഞാൻ മാനേജ്മെന്റിനെ പറ്റിയൊന്നും കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് സ്ലിപ്ഡ് ക്യാപിറ്റൽ ഫെമറൽ എപ്പിഫൈസിസ്. ദിസ് ഇസ് സീൻ ഇൻ ചിൽഡ്രൻ ഫ്രം 12 to ഒരു 15 years. അതായത് നമ്മുടെ അഡോളസെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, റാപ്പിഡ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പം ഫീമെയിൽസിലൊക്കെ ആണെങ്കിൽ ഒരു 11 to 12 years, മെയിൽസിലൊക്കെ ആണെങ്കിൽ 13 to 14 yearsലാണ് ഇത് കാണുന്നത്. യൂഷ്വലി ഒരു കൊച്ചിനെ കാണുമ്പോൾ നമുക്കറിയാം, ഒരു കുറച്ച് ഒബീസ് ആയിട്ടുള്ള കുറച്ച് ചബ്ബി ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും. അവർക്ക് ചിലപ്പോൾ അക്യൂട്ട് ഓൺസെറ്റ് പെയിൻ ഒക്കെ ആയിട്ട് വരാം. ദിസ് ഇസ് വാട്ട് യു കോമൺലി സീൻ ഇൻ സ്ലിപ്ഡ് ക്യാപിറ്റൽ ഫെമറൽ എപ്പിഫൈസിസ്. അപ്പോൾ എക്സ്റേ ഒന്ന് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് റൈറ്റ് സൈഡ് നോർമൽ ആണ്, ഇതാണ് ഫെമറലിന്റെ ഫൈസസ്. അപ്പം ഇതിന്റെ എപ്പിഫൈസസ് സ്ലിപ്പ് ആയിരിക്കുന്നത്. ഐ തിങ്ക് യു ക്യാൻ ഐഡന്റിഫൈ ദിസ്. പീഡിയാട്രിക്സിൽ എക്സ്റേ എടുക്കാൻ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, പെൽവിസ് വിത്ത് ബോത്ത് ഹിപ്സ് AP കൂട്ടത്തിൽ ഓൾവേസ് ടേക്ക് എ ഫ്രോഗ് ലെഗ് ലാറ്ററൽ വ്യൂ. ഇപ്പം നമുക്ക് ലാറ്ററൽ വ്യൂ എടുക്കാനായിട്ട് ഒരു സൈഡ് തന്നെയായിട്ട് എടുക്കാൻ പാടാണെങ്കിൽ വി ക്യാൻ റൈറ്റ് എക്സ്റേ പെൽവിസ് വിത്ത് ബോത്ത് ഹിപ്സ് AP, താഴത്തായിട്ട് ഫ്രോഗ് ലെഗ് ലാറ്ററൽ വ്യൂ. അപ്പം കാല് നമ്മൾ ഒരു എക്സ്റ്റേണൽ റൊട്ടേഷനിൽ വെച്ചൊരു ലാറ്ററൽ വ്യൂ കൂടെ കിട്ടും. അപ്പം സട്ടിൽ സ്ലിപ്പ് അല്ലെങ്കിൽ ചിലപ്പം ഇനീഷ്യൽ പീരിയഡിലെ പ്രത്യേക ആണെങ്കിൽ ചിലപ്പോൾ AP വ്യൂവിൽ കിട്ടണമെന്നില്ല. നമ്മൾ ലാറ്ററൽ വ്യൂ കൂടെ ഓൾവേസ് നോക്കുക. അപ്പോൾ 2 വ്യൂസിന് ഇമ്പോർട്ടൻസ് പറഞ്ഞതിൻ്റെതാണ്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. പെൽവിസിന് എടുക്കുന്ന കൂട്ടത്തിൽ ട്രോമ അല്ല എന്നുണ്ടെങ്കിൽ ഫ്രോഗ് ലെഗ് ലാറ്ററൽ വ്യൂ കൊണ്ട് എഴുതുക. അപ്പോൾ നമ്മൾ നെക്ക് ഓഫ് ഫെമറൽ ട്രൊക്കാണ്ടറൊക്കെ സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻസിന് ഫ്രോഗ് ലെഗ് എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം തിരിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ നമ്മൾ എടുക്കുമ്പോൾ സിവിയർ ട്രോമ അല്ലാത്ത സംഭവങ്ങൾ ഇതുപോലെ ലിംബിംഗ് സൈഡിൽ ഓൾവേസ് ടേക്ക് എക്സ്റേ പെൽവിസ് വിത്ത് ബോത്ത് ഹിപ്സ് AP ആൻഡ് ഫ്രോഗ് ലെഗ് ലാറ്ററൽ വ്യൂസ്. സോ ബേസിക്കലി ഇത്രയാണുള്ളത്. ജസ്റ്റ് സമ്മറൈസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന, ഞാൻ ആ തുടക്കത്തിലെ സ്ലൈഡ് ഒന്നോടെ ഇട്ടെന്ന് എഴുതും. OP കേസസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ലോ ബാക്ക് ഏക്ക്, അതിന്റെ കോമൺ കാരണങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. മെക്കാനിക്കൽ, ഇൻഫ്ലമേറ്ററി, ഇൻസ്റ്റെബിലിറ്റി, ഡിസ്കോജനിക്, മിസ്ലൈനിയസ്. നീ പെയിൻ്റെ 3-4 കാരണങ്ങൾ പറഞ്ഞു. ഓസ്റ്റിയോആർത്രൈറ്റിസ് ആണ് മോസ്റ്റ് കോമൺ. അതിനകത്ത് പറഞ്ഞുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, എക്സ്റേ എടുക്കുമ്പം സ്റ്റാൻഡിങ് വ്യൂ എടുക്കുക. പിന്നെ മറ്റേ ക്രിസ്റ്റൽ ആർത്രോപ്പതി, നമ്മൾ ഗൗട്ടിനെ പ്രിസ്ക്രൈബ് ചെയ്യുമ്പം ഹൈപ്പോയൂറിസിമിക് ഏജൻസ് ഇനീഷ്യൽ കേസിൽ കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പ്ലാന്റർ ഫേജിറ്റിസ്, കേജ് ലെൻസ്, കാർപ്പൽ ടണൽ, ട്രിഗർ ഫിംഗർ, ടെന്നീസ് എൽബോ, ഡിക്രുവൻസ്. പിന്നെ എമർജൻസിയിൽ നമ്മൾ ATLSന്റെ ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞുള്ളൂ സമയമില്ലാത്തതുകൊണ്ട്. അപ്പം IV ലൈൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നോടെ ഒന്ന് സ്ട്രെസ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് ഓൾവേസ് പുട്ട് ഓൺലി അറ്റ്ലീസ്റ്റ് 18 gauge ക്യാനുല, അതായത് ഗ്രീൻ ക്യാനുല. നമുക്ക് 16 gauge ആണ് റെക്കമെൻഡഡ് ആഷ് ക്യാനുല. അത് ഇടാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ എമർജൻസിയിലെ സ്റ്റാഫിനോട് അത് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കുക. ഗ്രീനിന് താഴെയുള്ള ഒരു സാധനം, അതായത് 18 gauge താഴെയുള്ള ഒരു ക്യാനുലയും കാഷ്വാലിറ്റിയിലെ ട്രോമ പേഷ്യൻസിന്റെ കയ്യിൽ കാണാൻ പാടില്ല എന്നുള്ളവരോട് പറയുക കേട്ടോ. പിന്നെ വി ഡിസ്കസ് സം കോമൺ ഫ്രാക്ചേഴ്സ്, ഡിസ്റ്റൽ റേഡിയസ് ഫ്രാക്ചേഴ്സ്, അതുപോലെ ഫ്രാക്ചേഴ്സ് അറൌണ്ട് ഹിപ്പ് ജോയിന്റ്. ഞാൻ പിന്നെ വേറെ ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നെ ഡിസ്ലൊക്കേഷൻസ് കുറച്ച് പറഞ്ഞു, ഷോൾഡർ, എൽബോ. പിന്നെ പീഡിയാട്രിക്സിലാണെങ്കിൽ പുൾഡ് എൽബോ, ഐ ഹോപ്പ് യു റിമെമ്പർ ദ റിഡക്ഷൻ മാനുവർ. ദെൻ ഫ്രാക്ചേഴ്സിനകത്ത് ഞാൻ അധികം പറഞ്ഞില്ല, ഫുട്ടിലൊരു എക്സ്റേ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ബോൾ എക്സിനെ പറ്റി പറഞ്ഞു, അത് അപ് ടു 2 years വൈറസ് ഇസ് നോർമൽ, സിമ്മട്രിക്കൽ ആണോ നോക്കുക. പിന്നെ അതുപോലെ തന്നെ 2 years തൊട്ട് ഒരു 4 years വരെ വാൽഗസ് ഇസ് നോർമൽ. ഫ്രം 4 till 7 ആകുമ്പോഴേക്കും, ഏകദേശം 7 ആകുമ്പോഴേക്കും കാലം നേരെയാകും. ഇതാണ് നമ്മുടെ ബോലെക്സിന്റെ. പിന്നെ ലിംബിംഗ് സൈൽഡിന്റെ മോസ്റ്റ് കോമൺ കുറച്ച് റീസൺസ് ഞാൻ പറഞ്ഞു. ഇത് സെപ്റ്റിക് ആർത്രൈറ്റിസ് പോലെ ട്രോമ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതുപോലത്തെ നമുക്ക് ഒരു OP വരുന്ന കേസ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ട്രാൻസൈൻ സൈനോവൈറ്റിസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സ്ലിപ്ഡ് ക്യാപിറ്റൽ ഫെമറൽ എപ്പിഫൈസിസ്, പെർത്തീസിനെ പറ്റിയും പറഞ്ഞു. സോ ദീസ് ആർ ദ തിങ്സ്. നിങ്ങൾക്ക് ഐ കൻ ടേക്ക് ക്വസ്റ്റ്യൻസ് നൗ. കുറച്ച് ലെങ്തി ആയി പോയി. നിങ്ങൾക്ക് ഡൗട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഡോക്ടർ ജിഷാന്ത്. പാർട്ടിസിപ്പൻസിന് അൺമ്യൂട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആസ്ക് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. നേരിട്ട് ചോദിക്കുകയോ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം ക്വസ്റ്റ്യൻസ്.
പാർട്ടിസിപ്പൻസ് ക്വസ്റ്റ്യൻസ് നേരിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടാൻ പറ്റിയ ഒരിതാണ്. നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാം. വളരെ ഒരു വൈഡ് ടോപ്പിക് ആയിരുന്നു. നമുക്ക് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് ഈ ജനറൽ കണ്ടീഷൻ ഒത്തിരി കണ്ടീഷൻസ് വരും. അപ്പൊ നമ്മൾ കുറച്ച് സെലക്ട് ചെയ്ത് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. തീർച്ചയായിട്ടും നമ്മള് പാർട്ട് 1, 2, 3 എന്ന് പറഞ്ഞ പോലെ എടുക്കേണ്ടി വരും ഇത്. സമയം ഉണ്ടെങ്കിൽ ആരും ചോദ്യം ചോദിക്കുന്നില്ലേ? ഇതുവരെ ഒരു ക്വസ്റ്റ്യനും വന്നില്ല. ചോദിക്കേണ്ടതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. സർ, ഹാഗ്ലൻസ് ഡിഫോമിറ്റിയുടെയും റിട്രോകോണൽ ബാസിറ്റിസിന്റെ രണ്ടിന്റെ മാനേജ്മെന്റ് എന്ന് പറയാമോ? ജസ്റ്റ് Age-long retrocancer bursitis initial management is NSAIDs and steroids with collagen molecules. അത് ടൈപ്പ് 1 കൊളാജൻ ഉള്ള നമുക്ക് കുറെ സംഭവങ്ങൾ അവൈലബിൾ ആണ്. ടെൻഡനൈറ്റിസ്, ടെന്നീസ് എൽബോയ്ക്ക് ആണെങ്കിലും ശരി, പ്ലാന്റർ ഫേഷ്യറ്റിസിനാണെങ്കിലും ശരി, റിട്രോകാനൽ ബർസൈറ്റിസിനാണെങ്കിലും ശരി, നമുക്ക് NSAIDs കൊടുക്കാം. NSAIDs ഇഫ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന എന്തൊക്കെയാണ് കൊടുക്കുന്നത്? അസിക്ലോഫെനാക്ക് കൊടുക്കും, ഡൈക്ലോഫെനാക്ക് കൊടുക്കും. ഇതുകൊണ്ട് റെസ്പോൺസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇൻഡോമെറ്റാസിൻ ഇസ് അനദർ ഗുഡ് ഓപ്ഷൻ. വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് 25 mg BD or TID ഫോർ 5 to 7 days. പിന്നെ ഓർത്തോപെഡീഷ്യൻസ് പൊതുവെ NSAID കുറച്ച് യൂസ് കൂടുതലാണ്. നമ്മൾ യൂഷ്വലി ഒരു 5 to 7 days കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് NSAIDs ഒന്നും കൊടുക്കത്തില്ല. അപ്പം നമ്മുടെ റീനൽ ഫങ്ഷൻസ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. പിന്നെ സ്റ്റിറോയിഡ്സ് ആയിട്ട് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത് ഡെഫ്ലാസക്കോട്ട് ആണ്. ഒരു 6 mg BD ഒക്കെ 5 days നമുക്ക് കൊടുക്കാം. അതൊന്നും ടേപ്പർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 5 days ഒക്കെ കൊടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ ടൈപ്പ് 1 കൊളാജൻ ഉള്ള മോളിക്യൂൾസ് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്തിട്ട് കൊടുക്കാം. അതുകൊണ്ട് സബ്സൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് യൂഷ്വലി നമ്മൾ നെക്സ്റ്റ് ലൈൻ മാനേജ്മെന്റ് ഇഞ്ചക്ഷൻസിലേക്ക് പോകുന്നത്. ഇഞ്ചക്ഷൻ പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഹേജ്ലൻസിൽ സ്പെസിഫിക്കലി ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം, നമുക്ക് ഹീൽ റൈസ് ഉള്ള ഫുട്വെയർ, അത് MCR ഫുട്വെയർ വിത്ത് ഹീൽ റൈസ്. കുറച്ച് നമ്മൾ ഈ ഹീല് പോലെ അവിടെ മാത്രം പോയിന്റ് ആയിട്ടുള്ളതല്ല, ഫുള്ളായിട്ട് മുമ്പ് തൊട്ട് ബാക്കിലേക്ക് വരെ നമ്മളിപ്പം പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ MCR അല്ലെങ്കിൽ MCP ഫുട്വെയർ വിത്ത് ഹീൽ റൈസ് എന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ സർജിക്കൽ കടകളിലൊക്കെ അവർ ചെയ്ത് കൊടുക്കും. അതും ഒരു സിംറ്റമാറ്റിക് റിലീഫിന് നല്ലതാണ് ഇതുപോലത്തെ ഹേജ്ലൻസ് ഡിഫോമിറ്റിയിൽ. ഓക്കെ, താങ്ക് യു സർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡെയിലി സ്മോൾ ഡോസ് ഓഫ് വൈറ്റമിൻ ഡി 2000 ഇന്റർനാഷണൽ യൂണിറ്റ് യൂസ്ഫുൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെയിൻ്റനൻസ് ഡോസിനായിട്ട് നമുക്ക് കൊടുക്കാം. വൈറ്റമിൻ ഡിയുടെ 2000 തന്നെ ആയിട്ട് യൂഷ്വലി നമുക്ക് വിത്ത് കാൽഷ്യം ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഇപ്പം ഓൾമോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്രാൻഡ്സ് എല്ലാത്തിനകത്തും ഐദർ 800 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ ചില ബ്രാൻഡ്സിൽ 2000 വരെ ഉണ്ട്. വി ക്യാൻ സേഫ്ലി ഗിവ് ഇറ്റ് ഫോർ 3 to 6 months. അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ വൈറ്റമിൻ ഡി ഇറ്റ് ഇസ് എ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ. ഓവർഡോസ് ചെയ്യരുത്. 100 പോയി ഹൈപ്പർ വൈറ്റമിനോസിലേക്ക് പോകുന്ന കണ്ടീഷൻസിലേക്ക് പോകും. യൂഷ്വലി അത്രയും ആരും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കത്തില്ല. ഈ 2000 യൂണിറ്റ്സ് ഒക്കെ ഡെയിലി കഴിക്കുന്നതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. 60,000 ഒക്കെ ചിലപ്പം നമ്മൾ ഈ പറയുന്ന വർഷങ്ങളോളം തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും പേഷ്യൻസിന് പ്രശ്നങ്ങളുണ്ടാവും. 2000 യൂണിറ്റ്സ് ഒരു 3 to 6 months കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതുകൊണ്ടൊന്നും കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ചാറ്റ് ബോക്സിൽ കുറച്ച് ഇതുണ്ട്. ഒരു POP നീഡഡ് ആഫ്റ്റർ റിഡക്ഷൻ ഓഫ് പുൾഡ് എൽബോ. പുൾഡ് എൽബോ നെവർ നമ്മൾ പുൾഡ് എൽബോ കഴിഞ്ഞിട്ട് ഒരിക്കലും പ്ലാസ്റ്റർ ഇടേണ്ട ആവശ്യമില്ല. ചൈൽഡിന് നമുക്ക് വേണമെങ്കിൽ സ്ലിങ് കൊടുക്കാം. നമുക്ക് സ്ലിങ് കൊടുത്തില്ലെങ്കിൽ പോലും ആക്ച്വലി കുഴപ്പമില്ല. നമുക്കത് പുൾഡ് എൽബോ വീണ്ടും പിടിച്ച് വലിക്കാതെ ഒരിക്കലും ചാടി പോകത്തില്ല. അത് സ്പോണ്ടേനിയസ് ആയിട്ട് യൂഷ്വലി റീഡിസ്ലൊക്കേഷൻസ് ആഫ്റ്റർ പുൾഡ് എൽബോ വിത്തൗട്ട് നമ്മൾ പിന്നെയും കൊച്ചിനെ കൈ പിടിച്ച് തൂക്കിയെടുക്കാതെ യൂഷ്വലി പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അറ്റ് യു ക്യാൻ ഗീവ് 1 day വല്ലോ സ്ലിങ് അഡ്വൈസ് ചെയ്ത് വേണമെങ്കിൽ വിടാം. അത്ര പെയിൻ ഉണ്ടെങ്കിൽ യൂഷ്വലി പുൾഡ് എൽബോ റെഡ്യൂസ് ചെയ്ത പേഷ്യന്റ് ഓഫ് 5 minutes ആ നമ്മളെ കാണുമ്പോഴുള്ള റെഡ്യൂസ് ചെയ്ത പേടി മാറിക്കഴിഞ്ഞ പേഷ്യന്റ് അപ്പോൾ കരച്ചിൽ നിർത്തും. അത് ശരിക്കും പേരൻസ് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. അതുവരെ അനങ്ങാതെ കരഞ്ഞു വിളിച്ചിരുന്ന കൊച്ച് ഒറ്റ മിനിറ്റ് കൊണ്ട് കരച്ചിൽ നിർത്തി ഹാപ്പി ആയിട്ട് കൈകൊണ്ട് എല്ലാ ജോലികളും ചെയ്യും. സോ ഡെഫിനറ്റ്ലി POP ഇസ് നോട്ട് നീഡഡ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്, ഡയാസറിൻ യൂസ്ഫുൾ ഓസ്റ്റിയോആർത്രൈറ്റിസ്. ഡയാസറിൻ ഗ്ലൂക്കോസമൈൻ കോമ്പിനേഷൻസ് നമ്മൾ പ്രീവിയസ്ലി കുറെ കൊടുക്കുമായിരുന്നു. ബട്ട് നൗഡേയ്സ് നമുക്ക് പ്രോപ്പർ സയന്റിഫിക് എവിഡൻസ് ആക്ച്വലി ഇല്ല. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ പ്ലാസിബോ എന്നുള്ളതാണ് പറയുന്നത്. കൊളാജിൻ പ്രോബബിളി റീസെന്റ് കുറച്ചുകൂടി കൊടുക്കുന്നുണ്ട്. ഡയാസറിൻ യൂഷ്വലി നമ്മളിപ്പോൾ അങ്ങനെ കൊടുക്കാറില്ല. സേഫ് ടു ഗീവ് NSAID ഇൻ ഡയബറ്റിക് പേഷ്യൻസ്. ഷോർട്ട് കോഴ്സ് ഡയബറ്റിക് പേഷ്യൻസ് ഓൾവേസ് ബെറ്റർ ടു അവോയ്ഡ് NSAIDs ഫോർ ലോങ് ടൈം. ഒരു 3 to 5 കുറച്ചൊക്കെ കൊടുക്കുന്ന ഷോർട്ട് കോഴ്സ് കൊടുക്കുന്നത് ഇപ്പം അഭിലാഷ് സാറിന് കൊടുക്കുക NSAIDs ഡയബറ്റിക്കിന് കൂടുതൽ കൊടുക്കുന്നത്. പക്ഷേ യൂഷ്വലി ബെറ്റർ ടു അവോയ്ഡ് NSAIDs ഇൻ ഡയബറ്റിക് പേഷ്യൻസ്. നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിൽ നമുക്ക് ഒപ്പിയോയിഡ്സ്, ട്രംബഡോൾ, പാരസെറ്റമോള്, ലോക്കൽ ആപ്ലിക്കേഷന്, ജെല്ല്, ഡൈക്ലോ ജെല്ല്, പിന്നെ ഗാബാപെന്റിൻ, പ്രഗാബാലിൻ, സെറേഷ്യോപെപ്റ്റിഡേസ് ഒക്കെ കൊടുക്കാം. പാരസെറ്റമോൾ അല്ല.
NSAIDs RFT ഒക്കെ നോക്കി ഷോർട്ട് കോഴ്സ് കൊടുക്കാം. വളരെ അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ആണല്ലോ. അതെ അതെ അതെ. പിന്നെ ഉള്ളത് ഓസ്റ്റിയോആർത്രൈറ്റിസിന് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ നമ്മൾ പേഷ്യൻസിന് അഡ്വൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വൺ ഇസ് your weight reduction. What I usually advise the patients is if you are 80 kilos, whatever is your weight, try to reduce 10% of your weight in the next 1 year. അപ്പോൾ നമ്മളുടെ പേഷ്യനോട് ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് 2 കിലോ കുറയ്ക്കാൻ നമ്മൾ പ്രാക്ടിക്കലി നടക്കത്തില്ല. ഒരു വർഷം കൊണ്ട് ഒരു 10%, if you are 70 kilos, try to reduce 7 kilos in next 1 year. പിന്നെ ഓൾവേസ് അഡ്വൈസ് ദം ടു അവോയ്ഡ് ലോ സിറ്റിംഗ്. നമ്മൾ നിലത്തിരിക്കുന്നത്, അതായത് പൊക്കം കുറഞ്ഞ കുഴിഞ്ഞ സോഫകൾ പോലെയുള്ള സ്ഥലത്തിരിക്കുന്നത്, കസേരയിൽ ഈ കൊരണ്ടി പോലത്തെ ഉള്ള പരിപാടികളിൽ ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുന്നത്, നിലത്തിരുന്നൊരു ഭക്ഷണം കഴിക്കുന്നത്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുക. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, മുട്ടിന് തേയ്മാനുള്ളവരോട് നടക്കാൻ പറയുന്നത് നല്ലതാണെന്നുള്ളത്. ഓൾവേസ് ആസ്ക് ദം ടു വോക്ക്. അതായത് പരന്ന സ്ഥലത്തോടെ നടക്കുക. കയറ്റം കയറി ഇറങ്ങുന്നത് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റം, ഇറക്കം, അതുപോലെ തന്നെ നമുക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത്, ഇതൊക്കെ മുട്ടിന്റെ ശത്രുവാണ്. അപ്പോൾ ഓസ്റ്റിയോആർത്രൈറ്റിസ് തുടങ്ങിയ ആൾക്കാരോട് നടക്കാൻ അഡ്വൈസ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്ലാസ്റ്റർ ഇട്ട് കാല് കുറച്ച് വെച്ചുകൊണ്ടുള്ള മസിൽസ് ഫറ്റിക് ആയി പോകും, അല്ല അട്രോഫൈഡ് ആയി പോകും, കാലിന് വണ്ണം കുറേ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോണിന്റെ കാര്യവും. നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഓസ്റ്റിയോപോറോസിസ്. നമ്മൾ നടക്കണം. ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടെങ്കിലും പേഷ്യൻസിനോട് ഹാഫ് ആൻ അവർ ഡെയിലി നമ്മൾ പരന്ന സ്ഥലത്തോടെ നടക്കാൻ തന്നെയാണ് അഡ്വൈസ് ചെയ്യുന്നത്. അതിന്റെ കൂടുതൽ തന്നെ നമ്മൾ ക്വാഡ്രിസെപ്സ്, വാസ്റ്റസ് മീഡിയലിസ് ഒബ്ലിക്കസ് ആൻഡ് ഹാംസ്ട്രിങ് സ്ട്രെങ്തനിങ് എക്സസൈസസ് ഫിസിയോയുടെ അടുത്ത് വിട്ടിട്ട് നമ്മുടെ മുട്ടിന് ചുറ്റുമുള്ള മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ പ്രോഗ്രഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് പേഷ്യൻസിന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആയിട്ട് യൂഷ്വലി അഡ്വൈസ് ചെയ്യാറുള്ളത്. ONE-ൽ PRP അല്ലെങ്കിൽ ഹൈലൂറോണിക് ആസിഡ് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? PRP ആക്ച്വലി നമ്മൾ ഇപ്പോഴത്തെ സ്റ്റഡീസ് അനുസരിച്ച് അബ്സല്യൂട്ട്ലി നോ ബെനിഫിറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ലോങ് ടൈമിലേക്ക് സംടൈംസ് പേഷ്യൻസ് ക്യാൻ ഹാവ് സം പെയിൻ റിലീഫ്. ഹൈലൂറോണിക് ആസിഡ് ഓൾസോ ഒരു വേരിയഡ് റിസൾട്ട്സ് ആണ്, മേ ബി ബെനിഫിഷ്യൽ എന്നുള്ളതാണ്. അതായത് സ്റ്റഡിയുടെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ഒരു നമുക്ക് സ്റ്റഡി സപ്പോർട്ട് ഇല്ല ഈവൻ ഫോർ ഹൈലൂറോണിക് ആസിഡ്. ഷോർട്ട് ടൈമിലേക്ക് ചെറിയൊരു പെയിൻ റിലീഫ് ചിലപ്പോൾ കൊടുക്കുന്നതും സം പേഷ്യൻസ്, അതായത് നമ്മൾ പ്രോപ്പർ റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡി നടത്തുന്നതിന് അതിൻ്റെ അകത്തും ഒരു ഡെഫിനറ്റ് സപ്പോർട്ട് കിട്ടും എന്നുള്ളത് പറയുന്നില്ല. മോസ്റ്റ്ലി ഐ വുഡ് സേ ഇറ്റ് ഇസ് ഫാർമ മാർക്കറ്റിംഗ് ടു സം എക്സ്റ്റെന്റ്. PRP ഡെഫിനറ്റ്ലി നോ. നമ്മൾ ടെന്നീസ് എൽബോ അതുപോലത്തെ സംഭവങ്ങൾക്ക് ഇറ്റ് ഇസ് ഈവൻ ഹെൽപ്ഫുൾ, ബട്ട് ഫോർ ഓസ്റ്റിയോആർത്രൈറ്റിസ് knee it is based on evidence, it is no useful evidence for any beneficial effects in giving PRP injections in osteoarthritis in long term. ഓക്കെ സാർ, താങ്ക്സ്. ലോവർ ബാക്ക് ഒക്കെ വരുന്ന പേഷ്യൻസിന്റെ മാനേജ്മെന്റ് ജനറലൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, എക്സ്റേ എടുത്താലും അതിന്റെ ഡിപ്പെൻസ് ഓൺ ദ ടൈപ്പ് ഓഫ്, അതായത് ഞാൻ കുറച്ച് ടൈപ്സ് പറഞ്ഞല്ലോ. ഇറ്റ് ഡിപ്പെൻസ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ബാക്ക് പെയിൻ. നമ്മൾ ബാക്ക് പെയിൻ എല്ലാം കോമൺ ആയിട്ട് എടുക്കരുത്. ഏത് ബാക്ക് പെയിൻ ആണ് അനുസരിച്ചാണ് മാനേജ്മെന്റ്. അപ്പം മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആണെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. എല്ലാത്തിനും ഇനീഷ്യൽ മാനേജ്മെന്റ് നമുക്ക് NSAIDs സ്റ്റിറോയിഡ്സ് ഒക്കെ കൊടുക്കാം. പക്ഷേ ഓരോന്നിനും ടിപ്പിക്കലി പറയുന്നത് മെക്കാനിക്കൽ ആണെങ്കിൽ യു ഷുഡ് ഓൾവേസ് അഡ്വൈസ് ലൈഫ് സ്റ്റൈൽ കൂടി. അതായത് നമ്മുടെ പോസ്റ്റർ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ വളഞ്ഞിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എത്ര മരുന്ന് കൊടുത്താലും ആ പോസ്റ്റർ മാറ്റാതെ ആ വേദന മാറത്തില്ല. രണ്ടാമത് ഇൻസ്റ്റബിലിറ്റി ഒക്കെ ആണെങ്കിൽ യു ക്യാൻ ഗീവ് ഈ ലംബോസൈക്കൽ കോർസെറ്റ്. അതുകൊണ്ട് ഇമ്പ്രൂവ്മെന്റ് മെഡിക്കൽ മാനേജ്മെന്റ് ഇതൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ സർജിക്കൽ മാനേജിലേക്ക് പോകും. ഡിസ്പ്രൊലാപ്സിന് IVDPയുടെ കാര്യം പറയാം. ഓൾമോസ്റ്റ് 90 to 95% ഓഫ് കേസസ് നമുക്ക് സർജറി വേണ്ടി വരാനുള്ള സാധ്യതയില്ല. നമ്മൾ കുറച്ച് റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ട്. നമ്മൾ ഡിസ്കിനെ പറ്റി ജസ്റ്റ് ഒരു കാര്യം ഞാൻ പറയാം. ഇനീഷ്യലി വന്നു കഴിയുമ്പോൾ നമുക്ക് ഡിസ്കിന്റെ ബേസിക് ഒരു ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നടുക്ക് ഒരു ജെല്ല് പോലത്തെ ഒരു സംഭവമുണ്ട്, ന്യൂക്ലിയസ് പൾപ്പോസസ്. അതിന് സറൗണ്ടിങ് ആയിട്ട് ആനലസ് ഫൈബ്രോസിന് തിക്ക് ഒരു മെംബ്രെയിൻ ഉണ്ട്. അപ്പം ആ മെംബ്രെയിൻ ടിയർ ആയിട്ട് ഈ നടുക്കുള്ള ന്യൂക്ലിയസ് പൾപ്പോസസ് കുറച്ച് പുറത്തേക്ക് വരും. അപ്പം ഡിസ്ക് ഈസ് അവാസ്കുലർ, നമ്മുടെ റെറ്റിനയൊക്കെ പോലെ തന്നെ. അപ്പം ഈ ബ്ലഡുമായിട്ട് ഇതുവരെ ഇന്ററാക്ഷൻ ഉണ്ടാവാത്ത ഈ ന്യൂക്ലിയസ് പൾപ്പോസസ് പുറത്ത് വരുമ്പോൾ ഒരു ഇന്റൻസ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പം ബ്ലഡ് ഗ്രൂപ്പ് മാറി വേറെ ബ്ലഡ് ഗ്രൂപ്പ് റിസീവ് ചെയ്ത് എന്ത് റിയാക്ഷൻ ഉണ്ടാവോ ആ രീതിയിലാണ് ആ ചെറിയ ഡിസ്ക്, അതായത് ഒരു ഡിസ്കിന്റെ ഒരു 2% പാർട്ടികൾ വളരെ കുറച്ച് പുറത്ത് വന്നാലും, ആ ന്യൂക്ലിയസ് പൾപ്പോസിന്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് വന്നാലും നമ്മുടെ ബ്ലഡുമായിട്ട് അത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇന്റൻസ് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, സിവിയർ എഡിമ വരും. അപ്പം ആ ഭാഗത്ത് ഭയങ്കര നെർവൂട്ട് എഡിമ വന്നിട്ട് അതുകൊണ്ടാണ് ഇനീഷ്യൽ സിംറ്റംസ് ഭയങ്കര പെയിൻ സംഭവങ്ങളൊക്കെ വരുന്നത്. ഡസ് നോട്ട് മീൻ ദാറ്റ് ഓൾ ദിസ് കേസസ് നീഡ് സർജറി. അപ്പം മുറിവുണ്ടായി ഉണങ്ങുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 90-95% ഓഫ് ദീസ് കേസസ് വിൽ സ്പോണ്ടേനിയസ്ലി സെറ്റിൽ ഡൗൺ. അത് ഹീൽ ആയിക്കോളും. ഇപ്പൊ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഇഫ് ദർ ഇസ് എനി ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്, അതായത് ക്ലിനിക്കലി നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ മോട്ടോർ അല്ലെങ്കിൽ സെൻസറി വീക്ക്നെസ്, അല്ലെങ്കിൽ ഇനി ബൗൽ ഓർ ബ്ലാഡർ ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യൽ ഈ മാനേജ്മെന്റ് ഓഫ് സ്റ്റീറോയിഡ്സ്, പ്രഗാബാലിൻ എല്ലാം കൊടുത്തിട്ട് ഇൻക്ലൂഡിങ് റെസ്റ്റ്, ഇതുകൊണ്ടൊന്നും ഇമ്പ്രൂവ്മെന്റ് വരാതെ സിഗ്നിഫിക്കൻറ്റ് നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ പേഷ്യന്റിന് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗീവ് ഫോർ എ മൈക്രോഡിസ്വിറ്റമിൻ IVDP
കേസസ്. അതും നമ്മളിപ്പം ഒരു ലെസ് ദാൻ 5% കേസസിൽ നമുക്ക് അത് വേണ്ടി വരാറുള്ളൂ. അതാണ് ഇതിന് മാനേജ്മെന്റ്. പിന്നെ ബാക്കിയുള്ളതിനെല്ലാം ഏജ് റിലേറ്റഡ് ചേഞ്ചസിലാണെങ്കിൽ യു ഷുഡ് ഗീവ് കാൽഷ്യം വൈറ്റമിൻ സപ്ലിമെന്റ്സ്. നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്നത് NSAIDs കൊടുക്കുന്ന കൂട്ടത്തിൽ മസിൽ റിലാക്സൻസ് ആർ എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. കോമൺ മസിൽ റിലാക്സൻസ് കൊടുക്കുന്നത് തയോകോൾസിക്കോസൈഡ് ആണ്. തയോകോൾസിക്കോസൈഡ് ക്യാൻ ഗീവ് 4 mg BD. പിന്നെ കൊടുക്കുന്നത് വി ക്യാൻ ഗീവ് ക്ലോറാക്സിസോൺ, വി ക്യാൻ ഗീവ് ബാക്ലോഫൻ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കൊടുക്കുന്നത്. സോ അതാണ് ഇതിന്റെ ഒരു ബേസിക് ബാക്ക് പെയിൻ മാനേജ്മെന്റ്. ഹൈഡ്രോക്ലോറോതയാസൈഡിൻ CTS മേ ബി എന്നുള്ളതേ ഉള്ളൂ, ഒരു ആന്റി എഡിമ എന്നുള്ള രീതിയിൽ കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല. ചാറ്റ് ബോക്സിൽ ഒരു ഇത് വന്നാണ്. പിന്നെ ട്രെമഡോൾ ആൻഡ് പാരസെറ്റമോൾ യൂഷ്വലി ഡസൻ ഗിവ് സാറ്റിസ്ഫാക്ടറി പെയിൻ റിലീഫ് ലൈക്ക് NSAIDs ഇൻ ഡയബറ്റിക്. അങ്ങനെയല്ല, ട്രെമഡോൾ ആക്ച്വലി ക്യാൻ ഗീവ് പെയിൻ റിലീഫ്. നമ്മൾ NSAID ഒത്തിരി ഓവർ പ്രിസ്ക്രൈബ് ചെയ്ത് ഒരു കിഡ്നി ഇഞ്ചുറി വരുന്നതിനേക്കാളും ഇറ്റ് ഇസ് ബെറ്റർ ടു അവോയ്ഡ് NSAID ഫോർ ലോങ് ടേം. കുറച്ച് ദിവസം കുറച്ച് കൊടുക്കാന്നതിന് കുഴപ്പമില്ല, പക്ഷെ I would prefer to avoid this NSAID for long term in diabetic patients. Brands of type 1 and അത് ഞാൻ പറയത്തില്ല. It is easily available and you can easily search. നമുക്ക് ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ലാസ്റ്റ് ഫൈനലായിട്ട് ചോദിക്കാം. അതിന് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നില്ലെങ്കിൽ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ ജിഷാന്ത്. വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും നമ്മുടെ മെമ്പേഴ്സിനെ എൻലൈറ്റൻ ചെയ്യാനും ഉപയോഗിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അക്കാഡമിക് സെല്ലിന്റെ പേരിലും KGMOയുടെ പേരിലും നന്ദി പറയുന്നു. തുടർന്നും നമ്മളെ ഇങ്ങനെയുള്ള സെഷൻസ് എടുത്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Okay, thank you so much, sir, for giving me this opportunity. It was really nice. Thank you. Okay. താങ്ക് യു. വളരെയധികം ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്ത ആൾക്കാർ എല്ലാവരും തന്നെ ഏതാണ്ട് എൻഡ് വരെ ഉണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്. എൻലൈറ്റിംഗ് ആയിരുന്നു. റെക്കോർഡിംഗ് വളരെയധികം ആൾക്കാർ കാണുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ഡോക്ടർ ജിഷാന്ത്. ഗുഡ് നൈറ്റ് ടു ഓൾ. താങ്ക് യു. Okay, thank you everyone. Thank you. ചാറ്റ് ബോക്സിൽ ധാരാളം കൺഗ്രാജുലേറ്ററി മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ. Okay, sir. Okay, thank you, sir. Thank you everyone. താങ്ക് യു.